Hello, guys. So, welcome to the special session on the Decoding India Budgets 2026 powered by Island IS Ignite Foundation. Myself, Aditya. ഇത് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലാസ്റ്റ് സൺഡേ ഫെബ്രുവരി 1 യൂണിയൻ ബഡ്ജറ്റ് നമ്മുടെ ഓണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ ജി ഫോർ ദ റെക്കോർഡ് 9th കൺസിക്യൂട്ടീവ് ടൈം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേജർ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് യു ഓൾസോ നോ, എക്കണോമിക് സർവേ ആസ് വെൽ ആസ് ബഡ്ജറ്റ് ഇത് രണ്ടും നമുക്ക് പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസിന് രണ്ടിനും ദേ ഗീവ് ക്യൂസ് അബൌട്ട് വാട്ട് ക്യാൻ ബി ആസ്ക്ഡ് എന്നുള്ള കാര്യം. സോ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എക്കണോമിക് സർവേ ലാസ്റ്റ് ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ദിസ് ഐലൻഡ് ഐസ് ഇഗ്നൈറ്റ് ഇസ് ആക്ച്വലി കോളേജ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ഐലൻഡ് ഐസ് ടു ഹെൽപ്പ് കോളേജിൽ തന്നെ സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഫൗണ്ടേഷൻ നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ പാർട്ടായിട്ട് ഒരു കറണ്ട് അഫെയർസ് കോഴ്സ് ഉണ്ട്, നമ്മൾ IDNA എന്ന് പറയും, ഡെയിലി ന്യൂസ് അനാലിസിസ്. സോ അതിൻ്റെ ഒരു ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക് സർവേ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പേപ്പറിൽ വന്ന കാര്യങ്ങളൊക്കെ. ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ആയിരിക്കും സോൾലി ഫോക്കസ് ചെയ്യുന്നത്. സോ ഐ ജസ്റ്റ് സേ എങ്ങനെയായിരിക്കും ക്ലാസ് പോകുന്നത് എന്നുള്ളത്. ബഡ്ജറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് ഫുള്ളി ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ PCM ക്ലാസ്സസിന് പോലും നമ്മൾ ഒരുപാട് ഒരു 2-3 days ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ രണ്ടും എക്കണോമിക് സർവീസസ് ബഡ്ജറ്റ് എടുക്കുന്നത്. ഇനി ബഡ്ജറ്റ് ഒറ്റയടിക്ക് മൊത്തത്തിൽ കവർ ചെയ്യാനായിട്ട് ആണെങ്കിൽ പോലും നമുക്കൊരു 2-3 hours ആവശ്യം വരും. പക്ഷെ അത്രയും നമുക്കും ആ ഒരു നിങ്ങൾക്ക് ഇരിക്കാനായിട്ടുള്ളൊരു സമയം അതൊന്നും നമുക്ക് ഇതിനകത്ത് ഉണ്ടാവില്ല. സോ വാട്ട് വി ആർ ആക്ച്വലി പ്ലാനിങ് ദിസ് ഇസ് ടു ഗിവ് എ ബേസിക് ഐഡിയ അബൌട്ട് വാട്ട് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ദാറ്റ് വർ അനൗൺസ്ഡ് ഇൻ ദിസ് ബഡ്ജറ്റ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ വി ഹാവ് ആക്ച്വലി റെഡ് ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, പിന്നെ അതല്ലാതെ തന്നെ നമ്മുടെ PIB വെബ്സൈറ്റ്സ്, പിന്നെ PRS ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞ അവരുടെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ഇതല്ലാതെ നമ്മുടെ PIBയിലും അല്ലാതെ നമ്മുടെ വേരിയസ് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വരുന്ന ഇൻഫോഗ്രാഫിക്സ് എല്ലാം കൂടെ കൊളേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു സെഷൻ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് ഓരോ സാധനത്തിനകത്ത് നമുക്ക് എന്ത് ട്രെൻഡ് അനലൈസ് ചെയ്യാം, ഇതിനെ നമുക്ക് മെയിൻസിൽ എവിടെ നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രിലിംസിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് വേണ്ടി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സെഷനിലേക്ക് തന്നെ പോവാം. വി വോണ്ട് ബി കവറിങ് മച്ച് ഓഫ് ദി ബേസിക് ഫണ്ടമെന്റൽസ്. നമുക്ക് ആർക്ക് ലൈക്ക് എല്ലാത്തിൻ്റെയും ഡെഫിനേഷനൊക്കെ പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയം എടുക്കും. ബട്ട് ഐ സേ ദി ബേസിക് ഐഡിയ, ഓരോ ടേം എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇതിനകത്ത് ബാക്കി നോട്ട് ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ബിക്കോസ് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ ഇതിനകത്ത് നമ്മുടെ ഈ ആക്ച്വലി ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത് പോലെ കീ ഫീച്ചേഴ്സ് ഓഫ് ദി ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ട്. പിന്നെ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് തന്നെ ഇറക്കുന്ന ഒരു ഇതുണ്ട്. അതിനകത്തുള്ള ഇൻഫോഗ്രാഫിക്സും ഗ്രാഫിക്സും എല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സാധനവും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷത്തെ ബഡ്ജറ്റിൻ്റെ ഡിസ്കഷനിലേക്ക് നമുക്ക് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് യു നോ, നമ്മുടെ ഈ ബഡ്ജറ്റ് സ്പീച്ച് നമ്മുടെ ഓണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ തുടങ്ങുന്നത് തന്നെ ഈ ഒരു 3 കർത്തവ്യാസ് എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടാണ്. ബിക്കോസ് നമുക്കറിയാവുന്നത് പോലെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിനെ ഒരു പുതിയ ബിൽഡിങ്ങിലേക്ക് പോയേക്കാണ്, കർത്തവ്യ ഭവൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കർത്തവ്യ ഭവനിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും പറയുമ്പോൾ ഒരു തീമായിട്ട് നമുക്ക് പറയണമല്ലോ. അങ്ങനെ ഒരു 3 കർത്തവ്യാസ് ആണ് ഈ ഒരു ബഡ്ജറ്റിനെ മൊത്തത്തിൽ ഔട്ട്ലൈൻ ചെയ്യുന്നതെന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ആക്സിലറേറ്റിംഗ് ആൻഡ് സസ്റ്റെയിനിങ് ദി എക്കണോമിക് ഗ്രോത്ത് അലോങ് വിത്ത് ബിൽഡിംഗ് റെസിലിയൻസ് ടു വോളറ്റൈൽ ഗ്ലോബൽ ഡൈനാമിക്സ് എന്നുള്ള കാര്യം. ആക്സിലറേറ്റിംഗ് ആൻഡ് സസ്റ്റെയിനിങ് ദി എക്കണോമിക് ഗ്രോത്ത് എന്നുള്ള കാര്യം, ഇറ്റ്സ് സെൽഫ് എക്സ്പ്ലനേറ്ററി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു കർത്തവ്യം ആയിട്ട് നമ്മൾ കാണുന്നത്. രണ്ടാമത്, ഫുൾഫില്ലിംഗ് ദി ആസ്പിറേഷൻസ് ഓഫ് അവർ പീപ്പിൾ ആൻഡ് ബിൽഡിംഗ് ദെയർ കപ്പാസിറ്റി എന്നുള്ള കാര്യം. ആൾക്കാരുടെ ആസ്പിറേഷൻസിനെ ഫില്ല് ചെയ്യുക, മേ ബി ജോബ് ഓർ സ്കിൽഡ് ലേബർ, എന്ത് കാര്യങ്ങളാവട്ടെ അവർക്കുള്ള റൂറൽ ഡെവലപ്മെന്റ് എല്ലാ സാധനവും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടും. മൂന്നാമത്, എൻഷുർ ദാറ്റ് എവറി ഫാമിലി, കമ്മ്യൂണിറ്റി, റീജിയൻ ആൻഡ് സെക്ടർ ഹാസ് ആക്സസ് ടു റിസോഴ്സസ്, എമ്യൂണിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മോദിജി പറയുന്ന പോലെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയത്തില്ലേ, അതുപോലെ നമുക്കറിയാവുന്നത് പോലെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള ടേം ആണ് നമുക്ക് ഇതിനകത്ത് പറയാൻ വേണ്ടി പറ്റുന്നത്. ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതിനെയാണ് ഈ ഒരു മൂന്നാമത്തെ കർത്തവ്യമായിട്ട് ആക്ച്വലി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ 3 കർത്തവ്യാസിലൂടെയാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് ഫിനാൻസ് മിനിസ്റ്റർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ 3 കർത്തവ്യാസ് കഴിഞ്ഞിട്ട് വാട്ട് ദി ഗവൺമെന്റ് ഇസ് സേയിങ് ഇസ് ദാറ്റ് ദീസ് 6 C's വിൽ ബി പവറിംഗ് ഇന്ത്യാസ് ഗ്രോത്ത് ഇൻ ദ നെക്സ്റ്റ് ഡെക്കേഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 6 C's എന്തൊക്കെയാണ്? ഇതിനകത്ത് മച്ച് ഓഫ് ദ സാധനങ്ങൾ നമുക്ക് തന്നെ അറിയാം. ആദ്യം തന്നെ ചിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം നമുക്കറിയാം. സെമി കണ്ടക്ടേഴ്സിന്റെ ചിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെഗ്മെന്റ് ആണ് നമ്മുടെ ഇപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക്കൽ ഒരുപാട് ടെക്നോളജീസിൽ. സോ ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് സി ദാറ്റ് വിൽ ബി ഡിഫൈനിങ് ഈ പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 10 ഡെക്കേഡിലെ നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മിഷൻസും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇൻസൈഡിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് കാണാം. രണ്ടാമത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ് കോറിഡോർസ് ഫോർ റയർ എർത്ത് മിനറൽസ് എന്ന് പറഞ്ഞിട്ട്
നമുക്കറിയാം റയർ എർത്ത് മിനറൽസ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസ് ലൈക്ക് നമ്മുടെ എന്താ പറയുക EVs ആവട്ടെ, ഈ റിന്യൂവബിൾ എനർജീസ് ആവട്ടെ. അപ്പോൾ അതിനകത്തൊക്കെ നമുക്കൊരു കോറിഡോർ വെച്ച് ആ ഒരു ഇതാണ് നമ്മുടെ ഒരു സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട്. ആ ഒരു കോറിഡോറിലൂടെ വരുന്ന ഗ്രോത്തിനെയാണ് നമ്മൾ നെക്സ്റ്റ് ഡെക്കേഡിലെ പുഷിന് വേണ്ടിയിട്ട് നോക്കുന്നത്. മൂന്നാമത് കണ്ടെയ്നേഴ്സ് ഫോർ എ കോമ്പറ്റീറ്റീവ് കണ്ടെയ്നർ എക്കോസിസ്റ്റം. അത് നമ്മുടെ ലോജിസ്റ്റിക്സും ട്രാൻസ്പോർട്ടും ട്രേഡും ഒക്കെ വേണ്ടിയിട്ടാണ്. നാലാമത് കെമിക്കൽസ് ആണ്. 3 ന്യൂ കെമിക്കൽ പാർക്സ് നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. അഞ്ചാമത് ക്ലൗഡ് ഡേറ്റാ സെൻറ്റേഴ്സ്. നമുക്കറിയാവുന്ന പോലെ AI ഒരു ബൂം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടു ആന്ധ്രാപ്രദേശിലെ ഗൂഗിൾ ഒരു വലിയ ഡേറ്റാ സെൻറ്റർ $15 ബില്യൺ ഒക്കെ നിക്ഷേപിച്ച് തുടങ്ങിയാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്ക് ഡേറ്റാ സെൻറ്റേഴ്സ് ഇന്ത്യയിൽ തന്നെ കൊണ്ടുവരിക എന്നുള്ളത് ക്ലൗഡ് ഡേറ്റാ സെൻറ്റേഴ്സ് അതാണ് നമ്മുടെ അടുത്തൊരു C എന്ന് പറയുന്നത്. പിന്നെ ആറാമതായിട്ട് കോണ്ടന്റ് എക്കണോമി. നമുക്കറിയാവുന്നതുപോലെ ഈ ഓറഞ്ച് എക്കണോമി എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ അതിനെയാണ് C എന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു കോണ്ടന്റ് എന്നുള്ള രീതിക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ AVGC എന്ന് പറയുന്നത്, ഈ പറഞ്ഞ AVGC എന്ന് പറയുമ്പോഴത്തേക്കും ഓഡിയോ വിഷ്വൽ ഗെയിമിംഗ് ആൻഡ് കോമിക്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ആണ്. അതിനെയും കൂടെ പുഷ് ചെയ്യുന്ന രീതിക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 6 Cs എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് മെയിൻസിൽ എവിടെയെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 3 കർത്തവ്യാസ് നമുക്ക് മെയിൻസിൽ കോട്ട് ചെയ്യാം. അതല്ലാതെ ഇതേപോലത്തെ 6 Cs ദാറ്റ് വിൽ പവർ ഇന്ത്യാസ് ഗ്രോത്ത് എന്നുള്ള രീതിക്ക് എക്കണോമി റിലേറ്റഡ് വരുന്ന ക്വസ്റ്റിനകത്ത് ഒരു 6 C വരച്ചിട്ട് ഇങ്ങനെ ഒരു നമ്മളൊരു സ്പൈഡർ ഡയഗ്രാം പോലെ വരച്ചു കഴിഞ്ഞാൽ അതൊരു എക്സലന്റ് കൺക്ലൂഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഗവൺമെന്റ് തന്നെ എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങൾ മെയിൻസിൽ ഉപയോഗിക്കാം. പിന്നെ പില്ലേഴ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫ്രെയിംവർക്കിലാണ് ബഡ്ജറ്റിനെ പ്രസന്റ് ചെയ്യുന്നത്. സസ്റ്റെയിനിങ് ദി എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സ്ട്രെങ്തനിങ് ദി ഫൗണ്ടേഷൻ ഓഫ് ഗ്രോത്ത്. അതല്ലാതെ പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് ഈസ് ഓഫ് ലിവിംഗ് ആൻഡ് ഫിസ്ക്കൽ മാറ്റേഴ്സ് എന്ന് പറയുന്ന കാര്യം. ബേസിക്കലി ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ് എന്ന് പറയുന്ന ഒരു ടേം ഒരുപാട് എന്താ പറയുക നറേറ്റീവിൽ ആക്ച്വലി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വാക്കൊക്കെ ആക്ച്വലി നമ്മൾ മെയിൻസിൻ്റെ ആൻസേഴ്സിൽ എവിടെയെങ്കിലും കോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഇതെല്ലാം മെയിൻസിൽ കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും എവിടെയെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ് ഹാസ് ബീൻ അഡ്ജസ്റ്റ് വൺ ഓഫ് ദി പില്ലേഴ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ 2026 ബഡ്ജറ്റ് എന്നുള്ള രീതിക്ക് നമ്മളൊരു പ്ലെയിൻ സെന്റൻസ് എഴുതിയാൽ തന്നെ അത് ബഡ്ജറ്റിനെ കണക്ട് ചെയ്യുന്നതായി. ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ് എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ്. ബിക്കോസ് കീവേഡ്സ് ഫെച്ച് ദി മാർക്സ് ഫോർ യു ഇൻ ദ മെയിൻസ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വേണ്ട സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആൻസേഴ്സിനെ ഇതിനെ ഇൻകോർപ്പറേറ്റ് ആയിട്ട് നോക്കുക. അപ്പോൾ ഇതായിരുന്നു നമുക്ക് മെയിൻസിന്റെ സാധനത്തിനകത്ത് ഈ ഒരു സ്പീച്ചിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്. ഇനി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിലിംസ് ആസ്പെക്റ്റിൽ നമുക്ക് നോക്കണം. പക്ഷേ ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിന് ഈ ഒരു ഓർഡറിലാണ് പറയുന്നത്. ഈ ഓർഡറിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതായത് ഈ പറഞ്ഞ സസ്റ്റെയിനിങ് എക്കണോമിക് ഗ്രോത്തിന് എന്തൊക്കെ വേണം, സസ്റ്റെയിനിങ് ഫൗണ്ടേഷൻ ഓഫ് ഗ്രോത്ത്, പീപ്പിൾ സെൻട്രിക് ഗവർണൻസ്, ഇതൊക്കെ വേണം. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആക്ച്വലി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇറ്റ് വിൽ ബി വെരി ലെങ്തി. അപ്പോൾ ആവശ്യമുള്ള മേജർ പ്രൊവിഷൻസ് പറയുന്ന സമയത്ത് വി ഹവ് ഡിസൈഡഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. നമുക്ക് ആദ്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയാണ് നമ്മുടെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ എവിടെ നിന്നൊക്കെയാണ് പൈസ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ആദ്യത്തെ കാര്യത്തിൽ നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ബഡ്ജറ്റ് സൈസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് സൈസ് എത്രയാണ്? 53.47 lakh crore എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബഡ്ജറ്റ് സൈസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം GDP. രണ്ടും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഇപ്പോൾ എനിക്കിത് പറയുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് UPSC ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ചോദിച്ചതാണ് ബഡ്ജറ്റ് സൈസ് എത്രയാണ്. അപ്പോൾ ആ ഒരു ടെൻഷനിലും ഇതിനകത്തും നമ്മളിതൊന്നും അങ്ങനെ വലുതായിട്ട് നോട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗസ് എടുക്കും എന്നൊക്കെ പറഞ്ഞു. അതായത് നമുക്ക് ഏകദേശമൊക്കെ അറിയുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ബഡ്ജറ്റ് ഫിഗേഴ്സ് നോക്കുമ്പോഴത്തേക്കും ബഡ്ജറ്റ് സൈസ് അങ്ങ് നോക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഇതൊക്കെ നമ്മളൊന്ന് അവെയർ ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് സൈസ് നമ്മുടെ 53.47 lakh crore ആണ്. ഇത്രയുമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഗ്രോസ് ടാക്സ് റവന്യൂ ആയിട്ട് 44 lakh crores ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതല്ലാതെ തന്നെ ബേസിക്കലി ഇത് നമുക്ക് എവിടെയൊക്കെ പോകും, എത്രയൊക്കെ റവന്യൂ വരും, ഇത് നമ്മൾ എവിടെയൊക്കെയാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് 53.47 lakh crores ഏതൊക്കെ രീതിയിൽ സ്പെൻഡ് ചെയ്യുന്ന എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒരു കൊള്ളാവുന്നൊരു ഫിഗർ ആയിട്ട് എടുത്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സാധനങ്ങൾ നമ്മളകത്ത് കാണാം, അതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ₹1 നമുക്ക് ഒരു കണക്കിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫിഗർ ഇത്രയും കിട്ടുന്നു. ആ ഫിഗറിൽ നമ്മൾ ഒരു ₹1 കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് ഈ ഓരോ സെഗ്മെന്റിന്റെയും കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ₹1 24 പൈസ അല്ലെങ്കിൽ ഒരു 24% ഓഫ് ഓൾ ദി മണി ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഈസ് ഫ്രം ബോറോയിങ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നമ്മുടെ ബോറോയിങ്സിൽ നിന്നാണ് നമുക്ക് കൂടുതൽ കാശ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ഒരു റുപ്പി കംസ് ഫ്രം എവിടെ, റുപ്പീസ് ഗോസ് ടു എവിടേക്കാണ് സ്പെൻഡിങ് പോകുന്നത്, ഈ രണ്ട് ഗ്രാഫും ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കുക എന്നുള്ളത് പ്രിലിംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് പ്രിലിംസിന് ഇതൊരു എന്താ പറയുക ഓർഡറിൽ ഫ്രം ഡിക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിൽ അങ്ങനെ ഒരു അറേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോറോയിങ്സ് ഓഫ്കോഴ്സ് എപ്പോഴും ബോറോയിങ്സ് ആണ് യൂഷ്വലി വലുതായിട്ട് വരുന്നത്. അതിനുശേഷം ഈ വർഷത്തെ നല്ലൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആണ് നമുക്ക് അടുത്ത നെക്സ്റ്റ് ബിഗ് എന്താ പറയുക കോൺട്രിബ്യൂട്ടർ ഫോർ സോഴ്സ് എന്ന് പറയാൻ
പറയാനായിട്ടുള്ള കാര്യം. ബിക്കോസ് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് വർഷമായി. അപ്പോൾ ആ വർഷത്തിന് ആ ഒരു സമയത്തിനൊക്കെ ഈ പറഞ്ഞ ഈ ഇൻകം ടാക്സും അടുത്ത് പറയുന്ന കോർപ്പറേഷൻ ടാക്സും ഏകദേശം സെയിം ഒക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു ചെറിയ ചെറിയ ഡിഫറൻസേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻകം ടാക്സ് അല്ല, അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. കോർപ്പറേഷൻ ടാക്സ് ഇസ് ഓൾസോ ഡയറക്റ്റ് ടാക്സ്. പക്ഷേ ഈ ഇൻകം ടാക്സ് കൂടുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ആക്ച്വലി ഷോയിങ് എ വെരി പ്രോഗ്രസീവ് ആയിട്ടുള്ള ടാക്സ്. കാരണം ഇൻകം ടാക്സ് എന്താ, ഹൈ ഇൻകം ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനാണ് ഈ പറഞ്ഞ ഇൻകം ടാക്സ് ആക്ച്വലി ബാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതൊരു റിഗ്രസീവ് ടാക്സ് എന്ന് നമ്മൾ പറയും. അതിൻ്റെ ബേസിക് റീസൺ എന്താ, എല്ലാവരും കൊടുക്കണം, പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും കൊടുക്കണം. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നുള്ള പൈസയാണ് കൂടുതൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു റിഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അല്ലേ. കാരണം എല്ലാവരും ഒരേപോലെ പൈസ കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പാവപ്പെട്ടവനും കാശുകാരനും ഒരേ പൈസ കൊടുക്കണം. പക്ഷേ ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ എമൗണ്ട് കൂടുമ്പോഴത്തേക്കും നമ്മൾ പണമുള്ളവൻ്റെ നിന്ന് എടുത്ത് പണമില്ലാത്തവന് ഈ പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇൻകം ടാക്സിനാണ് ഇപ്പോൾ പേഴ്സണൽ ഇൻകം ടാക്സ് ആണ് ഏറ്റവും കൂടുതൽ ഷെയർ, സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷെയർ വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. മൂന്നാമത് കോർപ്പറേഷൻ ടാക്സ് വരുന്നുണ്ട്, ഏകദേശം 18%. നാലാമതായിട്ടാണ് GST അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതൊരു എന്താ പറയുക 15% വരും. പിന്നെ ഈ നോൺ ടാക്സ് റവന്യൂ എന്നുള്ള രീതിക്ക് കാണുന്നുണ്ടോ, ഇതൊക്കെ ടാക്സ് ആണ്. ഏതാ ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, കോർപ്പറേഷൻ ടാക്സ്, GST, ഇൻ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഏത് രീതിയിലെല്ലാം ഗവൺമെന്റ് ടാക്സ് കിട്ടുന്നതാണ്. ഈ നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് RBI നിന്ന് സർപ്ലസ് ഗവൺമെന്റിനെ ട്രാൻസ്ഫർ ചെയ്തു നമുക്ക് ഈ രീതിയിലൊക്കെ പറയാറുണ്ട്. RBI ഈ കുറേ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യും, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒക്കെ. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബാക്കിയുള്ള ഡിവിഡൻഡ് ആയിട്ട് RBIയുടെ ഒരു പ്രോഫിറ്റ് ആവട്ടെ, അതെല്ലാം ഗവൺമെന്റിന് സർപ്ലസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതല്ലാതെ ഗവൺമെന്റിന് ഒരുപാട് PSUs ഉണ്ട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. അവരുടെ നിന്ന് കിട്ടുന്ന ലാഭം, ഈ കാര്യങ്ങളൊക്കെ ഒരു നോൺ ടാക്സ്, അതൊരു ടാക്സ് അല്ലല്ലോ, അതല്ലാതെ ടാക്സ് അല്ലാതെ കിട്ടുന്ന റവന്യൂസിന് നോൺ ടാക്സ് റവന്യൂ, അതാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അതിനുശേഷം മാത്രമേ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി വരുന്നുള്ളൂ, കസ്റ്റംസ് വരുന്നുള്ളൂ, നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. അപ്പോൾ ഈ ഒരു ഓർഡർ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും ജസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് ആദ്യം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബോറോയിങ്സ് ആണ് കൂടുതൽ വരുന്നത്, പിന്നെ ഇൻകം ടാക്സ് വരും, പിന്നെ നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് വരും, പിന്നെ GST വരും. അതിനുശേഷം നമുക്ക് നോൺ ടാക്സ് റവന്യൂസ്, ഈ പറഞ്ഞ RBI, CPSEs ഒക്കെ വരുന്നത്. അതിനുശേഷം എക്സൈസ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് കസ്റ്റംസ് വരുന്നത്. അപ്പോൾ ഈ ഓർഡർ മാറ്റിയും തിരിഞ്ഞും ഒക്കെ ചോദിക്കാം, ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ റുപ്പീസ് എവിടേക്കാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ പോകുന്നത്, അതിനകത്ത് ഏറ്റവും കൂടുതൽ പോകുന്നത് സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് എന്നുള്ള രീതിക്കാണ്. സെൻട്രൽ നമുക്ക് സ്റ്റേറ്റ്സിന് ഡിവല്യൂഷൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു അതാണ് ഏറ്റവും കൂടുതലായിട്ട് 22% പോകുന്നത്. അതിനുശേഷം ഒരു മേജർ ചങ്ക് പോകുന്നത് 20% ഓഫ് ദി മണി, ഇറ്റ് ഇസ് ആക്ച്വലി ഒരു രൂപ എടുത്തു കഴിഞ്ഞാൽ 20 പൈസയും നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, നേരത്തെ നമ്മൾ കടം മേടിച്ചതിന് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കണമല്ലോ, ആ ഒരു ഇൻട്രസ്റ്റ് പേയ്മെന്റ്സിലേക്കാണ് പോകുന്നത്. പിന്നീട് ഏറ്റവും കൂടുതൽ വരുന്നത് സെൻട്രൽ സെക്ടർ സ്കീംസ് ആണ്. സെൻട്രൽ സെക്ടർ, സെൻട്രലി സ്പോൺസേർഡ് അറിയാമല്ലോ. സെൻട്രൽ സെക്ടർ എന്ന് പറയുന്നത് 100% യൂണിയൻ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന പ്രോജക്ട്സിനെയാണ് സെൻട്രൽ സെക്ടർ സ്കീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതല്ലാതെ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ഉണ്ട്. ആ സ്പോൺസേർഡ് സ്കീംസിനകത്ത് ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റ് രണ്ടുപേരും ഈക്വലി, അല്ലെങ്കിൽ ഒരു 50-50%, 60-40, അല്ലെങ്കിൽ 90-10, ആ ഒരു വേരിയസ് പ്രൊപ്പോർഷൻ പെർസെൻറ്റേജിനകത്ത് അവർ രണ്ടുപേരും ഫണ്ടിങ് കോൺട്രിബ്യൂട്ട് ചെയ്യും. സെൻട്രൽ സെക്ടർ സ്കീംസ് എന്ന് പറയുമ്പോൾ സോൺലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു, പക്ഷേ സ്റ്റേറ്റ്സ് അതിനെ നടപ്പിലാക്കാനൊക്കെ ചെയ്യാം. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ സെൻട്രൽ സെക്ടർ സ്കീംസിനാണ് കൂടുതൽ വരുന്നത്. അതിനുശേഷം ഡിഫൻസ് വരുന്നത്, ഏകദേശം ഒരു 11 പൈസ അല്ലെങ്കിൽ 11% ആണ് ഈ ഡിഫൻസ് പെർസെൻറ്റേജ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഉണ്ട്, ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് ഉണ്ട്, അതർ എക്സ്പെൻഡിച്ചേഴ്സ്, മേജർ സബ്സിഡീസ് ആൻഡ് പെൻഷൻസ് കണ്ടോ, ഇത് ഏകദേശം 6 വരുന്നുള്ളൂ. ആ കാര്യമാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. സബ്സിഡീസ് ഏറ്റവും കുറവായിട്ടാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഡിഫൻസിന് 11 ഉണ്ട്, ഡിഫൻസിനെക്കാട്ടിലും കൂടുതൽ സെൻട്രൽ സെക്ടർ സ്കീംസിലാണ് പോകുന്നത് എന്നുള്ള കാര്യം. പിന്നെ അതിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സും ഈ പറഞ്ഞ സ്റ്റേറ്റ്സിനുള്ള ആ ഒരു ഷെയറുമാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രോണോളജിക്കൽ സീക്വൻസ്, ക്രോണോളജിക്കൽ അല്ല, ആ ഒരു ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഓർഡർ എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് റെക്കോർഡ് നെറ്റ് ഔട്ട്ഫ്ലോസ്, ഇത് ഓർക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വലി IDNA സെഷൻ, കറണ്ട് അഫയർ സെഷനകത്ത് ലാസ്റ്റ് ഡേ നമ്മൾ പേപ്പറിനകത്തുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. FPI ഔട്ട്ഫ്ലോസ് ആക്ച്വലി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഈ ടോട്ടൽ എന്ന് പറയുന്നത്, ഇക്വിറ്റി ഡെപ്റ്റ്. അത് അത്രയും ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകണ്ട. ഈ ടോട്ടലിൻ്റെ ഈ ഒരു റെഡ് ലൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ മന്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒക്ടോബർ മന്ത് ഒഴികെ ബാക്കി ഒരു ലാസ്റ്റ് 5 months ആയിട്ട് നമുക്ക് ഔട്ട്ഫ്ലോ നടക്കുകയാണ്. ഒക്ടോബർ മന്തിനകത്ത് നമുക്ക് ഇൻഫ്ലോ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ലാസ്റ്റ് ഈ ഒക്ടോബർ മന്തിനകത്ത് നമുക്ക് ഇൻഫ്ലോ ഉണ്ട്, ബാക്കിയുള്ള സമയത്തൊക്കെ ഔട്ട്ഫ്ലോ ആണ് ലാസ്റ്റ് ഒരു 6 months ആയിട്ട് നമുക്ക് വരുന്നത് എന്നുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏകദേശം ജൂലൈ തൊട്ട് തന്നെ നമുക്ക് ഔട്ട്ഫ്ലോ ആണ് കൂടുതൽ വരുന്നത്, എക്സെപ്റ്റ് ഫോർ ഒക്ടോബർ 2025. പിന്നെ ഡയറക്റ്റ് ടാക്സ് മോപ്പപ്പ് ഓവർ എ ഡെക്കേഡ് എന്നുള്ള കാര്യം. ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടാക്സിൻ്റെ ഈ റെഡ് ലൈൻ ജസ്റ്റ് ഇപ്പോഴത്തേക്കൊന്ന് മറക്കാം. നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് 5 years ആയിട്ട് ഈ ഗ്രാഫ് നോക്കുമ്പോഴത്തേക്ക് എന്താ മനസ്സിലാവുന്നത്, നമുക്ക് ഡയറക്റ്റ് ടാക്സിൻ്റെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. ഈ ടൈപ്പുള്ള ചോദ്യങ്ങൾ പ്രിലിംസിന് ചോദിക്കാറുണ്ട്. അതായത് ട്രെൻഡ് എങ്ങനെയാണ് ഈ ഒരു ഡയറക്റ്റ് ടാക്സ് ഹാസ് ബീൻ ഇൻക്രീസിങ് കൺസിസ്റ്റൻ്റ്ലി ഓവർ ദ ലാസ്റ്റ് 5 years എന്ന രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ സാധനം ആക്ച്വലി സ്റ്റേറ്റ്മെൻറ്റ് ഈ കൺസിസ്റ്റൻ്റ്ലി 5 വർഷം നമുക്ക് ഡേറ്റ ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ
യൂഷ്വലി തെറ്റിച്ചൊക്കെ പറയും. പക്ഷേ ഇൻ കേസ് അത് കറക്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിലോ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഓർക്കുക. നമ്മൾ ലാസ്റ്റ് 2020 തൊട്ടുള്ള ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടാക്സിൻ്റെ പ്രൊപ്പോർഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇറ്റ് ഈസ് കൺസിസ്റ്റൻ്റ്ലി ഇൻക്രീസിങ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഡയറക്റ്റ് ടാക്സ് ടു GDP റേഷ്യോ ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ ടോട്ടൽ GDPയുമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ റേഷ്യോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇറ്റ് ഹാസ് ബീൻ ഇൻക്രീസിങ്, പക്ഷേ നോട്ട് ഇൻ സച്ച് എ പേസ് ലൈക്ക് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ടാക്സിന് അബ്സല്യൂട്ട് എമൗണ്ട്. ആ ഒരു കമ്പാരിസൺ അങ്ങനെ ചോദിക്കണമെന്നില്ല, പക്ഷേ സ്റ്റിൽ ഇൻക്രീസിംഗ് ആണ് എന്നുള്ള കാര്യം മാത്രം നോക്കുക. നമുക്ക് 2020, 2021 ഒരു സ്റ്റീപ്പ് ഇൻക്രീസ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ആണ് വരുന്നത്. ഡ്രമാറ്റിക് ഇൻക്രീസ് എന്ന് പറയാൻ മാത്രമൊന്നും അങ്ങനെ ഒരു എക്സ്ട്രീം വാക്കുകളൊന്നും നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു ഗ്രാഫിൽ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി കുറച്ച് ഒരു മേജറായിട്ട് നമ്മളൊരു ബഡ്ജറ്റിന്റെ ഹോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സെക്ടർ വൈസ് ഡിവിഷൻ ആണ്. ഓരോ സെക്ടറിനും ഡിഫൻസ് സെക്ടർ ഉണ്ട്, ട്രാൻസ്പോർട്ട് സെക്ടർ ഉണ്ട്, ഫുഡ് ഉണ്ട്. ഈ ഓരോ സെക്ടറിലും എത്ര പൈസ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഗ്രാഫാണ്. ദ ഹിന്ദുവിലെ ഇൻഫോഗ്രാഫിക്സ് വെച്ച് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് ഓഫ് കോഴ്സ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സിലാണ്. ഏകദേശം 14 lakh crore rupees ആണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സിന് വേണ്ടി മാത്രം തന്നെ നമുക്ക് പോകുന്നത്. അപ്പോൾ അത് ഓഫ് കോഴ്സ് നമ്മൾ ഈ കഴിഞ്ഞ ഗ്രാഫിന്റെ സ്ഥാനത്ത് നമ്മൾ കണ്ടു കൂടുതൽ സ്പെൻഡിങ് പോകുന്നത് അതിലേക്കാണെന്നുള്ളത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ നമുക്ക് സ്പെൻഡിങ് പോകുന്നത് ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലാണ്. ട്രാൻസ്പോർട്ട് സെക്ടറിനകത്ത് എല്ലാം വരും. റെയിൽ, റോഡ്, ഈ പറഞ്ഞ എല്ലാ ട്രാൻസ്പോർട്ട് സെക്ടറും ഇതിനകത്ത് വരും. സെക്ടർ വൈസ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ സെക്ടർ വൈസ് നോക്കുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് പേയ്മെന്റ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ട്രാൻസ്പോർട്ട് സെക്ടറാണ്. രണ്ടാമത് വരുന്നത് ഡിഫൻസ് ആണ്. ഡിഫൻസ് സെക്ടറിനകത്ത് 5.94 എന്നുള്ള രീതിക്കാണുള്ള ഒരു 5.94 lakh crore rupees ആണ് ആക്ച്വലി ഇതിനകത്ത് നമുക്ക് സ്പെൻഡിങ് വരുന്നത്. അതാണ് സെക്കൻഡ് മോസ്റ്റ് ഹയസ്റ്റ് എന്താ പറയുക ഈ പറഞ്ഞ അലോക്കേഷൻ ഫോർ എനി പർട്ടിക്കുലർ സെക്ടർ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് സെക്ടറാണ് കൂടുതലും ആക്ച്വലി വന്നിട്ടുള്ളത്. മൂന്നാമത് റൂറൽ ഡെവലപ്മെന്റ് സെക്ടറാണ്. നാലാമത് ഹോം അഫയർസ് മിനിസ്ട്രിയിലുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു സെക്ടർ വൈസ് അലോക്കേഷൻ നമുക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതല്ലാതെ തന്നെ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഹെൽത്ത് കണ്ടോ, ഹെൽത്ത് ഇവിടെ ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്. ഇതിനകത്തൊക്കെ ഒരു നെറ്റ് പോസിറ്റീവ് ആണ് ആക്ച്വലി വന്നിട്ടുള്ളത്. ലാസ്റ്റ് ബഡ്ജറ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഇൻക്രിമെന്റൽ ചേഞ്ച്, ഒരു ഇൻക്രിമെന്റൽ ഇൻക്രീസ് അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ യൂഷ്വലി ഹെൽത്തും എഡ്യൂക്കേഷനൊക്കെ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യണം ഗവൺമെന്റ് ചെയ്യണം എന്നുള്ള രീതിക്ക് പറയുന്ന ഒരു സാധനത്തിനകത്ത് ചെറിയ തോതിലെങ്കിലും ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ ആ കാര്യം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇതല്ലാതെ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് സെക്ടർ വൈസ് ആണ്. ഇതല്ലാതെ മിനിസ്ട്രി വൈറ്റ് ബഡ്ജറ്റ് അലോക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അലോക്കേഷൻ ഗോസ് ടു ദ ഡിഫൻസ് മിനിസ്ട്രി. കാരണം നമ്മൾ നേരത്തെ ട്രാൻസ്പോർട്ടേഷൻ കണ്ടതുകൊണ്ട് നമുക്ക് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കോർപ്പറേഷൻ എന്നുള്ള രീതിക്ക് മിസ്കൺസെപ്ഷൻ ഉണ്ടാവാം. പക്ഷേ അങ്ങനല്ല. ഡിഫൻസ് മിനിസ്ട്രിക്കാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അലോക്കേഷൻ മിനിസ്ട്രി വൈസ് പോകുന്നത്. പിന്നെ റോഡ് മിനിസ്ട്രി ഉണ്ട്, റെയിൽവേസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോം മിനിസ്ട്രി ആണ്, റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഉണ്ട്, പിന്നെ അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് മിനിസ്ട്രി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ഈ രീതിയിൽ പോകും. എല്ലാം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ആദ്യത്തെ ഒരു 3-4 അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് പ്രിലിംസിൽ ഇതിൽ എന്തെങ്കിലും ഒരു മിക്സപ്പ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ഒരു 4-5 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗസ് വർക്ക് എങ്കിലും നടത്താനായിട്ടുള്ളൊരു നമുക്കൊരു ക്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മിനിസ്ട്രി വൈസും സെക്ടർ വൈസും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ സെക്ടർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടാണ് കൂടുതൽ, പക്ഷേ മിനിസ്ട്രി വൈസ് അലോക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫൻസ് മിനിസ്ട്രിക്കാണ് കൂടുതൽ അലോക്കേഷൻ വരുന്നത്. അപ്പം ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇന്നലത്തെ ഹിന്ദു പേപ്പറിലെ February 2 ഹിന്ദു പേപ്പറിലെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് രീതിയിൽ പറയുന്നുണ്ട്. ഇതല്ല നമ്മൾ മെയിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിക്കാൻ വേണ്ടി മാത്രമാണ്. നിർമ്മലാ സീതാരാമനും ജീനെയും മോഡിജിയും കാണിക്കാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഈ നമ്മൾ കുറേ ഗ്രാഫ്സിലേക്കാണ് പോകുന്നത്. ആ ഗ്രാഫ്സിൽ നിന്ന് എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഒരു ഹെഡിങ്, ഇന്നലത്തെ ഹെഡിങ് തന്നെ കേപെക്സ് സ്കെയിൽ അപ്പ് എന്നുള്ളതാണ്. എന്താണ് ഈ കേപെക്സ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് എന്നതിനാണ് നമ്മൾ കേപെക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ ഈ കേപെക്സ് ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് നമുക്ക് വരാം. 15.1% ഇൻക്രീസ് ഇൻ ദ ഡിഫൻസ് സ്പെൻഡിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് ഇയർ നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പ്രാവശ്യം 15% ഇൻക്രീസ് ഉണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് ജംപ്. അതൊക്കെ പോരാന്ന് കുറച്ച് പേര് വേറെ പറയുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ ഒരു നോർമലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസ് സ്പെൻഡിങ് കൂടുന്നത് നല്ല കാര്യം. ഈ ഒരു പ്രത്യേകിച്ച് നമ്മൾ സിന്ധൂറിൻ്റെ കാര്യത്തിൽ യെസ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ വായിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് കണ്ടോ -0.32% പോയിന്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് നമുക്ക് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് നമുക്ക് ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് മെയിലാണല്ലോ ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വീണ്ടും എക്സ്പെൻഡിച്ചർ ചെയ്തു. അപ്പോൾ ഈ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ FY 2026 RE കണ്ടോ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ബഡ്ജറ്റിന് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് നമ്മൾ കൂടെ പ്രസന്റ് ചെയ്യും. അങ്ങനെ ചെയ്ത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ അലോട്ട്
ചെയ്തിരിക്കുന്നത് 0.32 കുറവാണ് എന്നുള്ളതാണ്. കാരണം നമുക്ക് അപ്പോൾ ഒരുപാട് നമ്മൾ അഡീഷണലി കുറച്ച് ഫണ്ട്സ് കൊടുത്തിരുന്നു. അതൊരു വാർലൈക്ക് സിറ്റുവേഷൻ, വാറിലേക്കൊന്നും പോയില്ല, വാർലൈക്ക് സിറ്റുവേഷൻ അല്ലേ, അതാണ് ഇതും പറയുന്നത്. പക്ഷേ അതല്ലാതെ ലാസ്റ്റ് ഇയർ പ്രസന്റ് ചെയ്ത ബഡ്ജറ്റിന്റെ ആക്ച്വൽ എസ്റ്റിമേറ്റ്സിന്റെ ആക്ച്വൽ അല്ല ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ്, അതിനെ BE എന്നാണ് വിളിക്കുന്നത്. BE ഉണ്ട്, RE ഉണ്ട്, ആക്ച്വൽ എസ്റ്റിമേറ്റ്സ് AE ഉണ്ട്. BE എന്ന് പറയുമ്പോഴത്തേക്കും ബഡ്ജറ്റിൽ പറയുന്ന എസ്റ്റിമേറ്റ്സ്, ഈ RE എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത വർഷം ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പറയുന്ന എസ്റ്റിമേറ്റ്സ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ്. AE എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വൽ എസ്റ്റിമേറ്റ്സ്, ശരിക്കും എത്രയാണ് സ്പെൻഡ് ചെയ്തതെന്നുള്ളതാണ് AE. അത് ഡേറ്റ വരാൻ കുറച്ച് സമയം എടുക്കും, ഒരുപാട് കാര്യങ്ങൾ കൊളക്ട് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞതുപോലത്തെ 15.1% ഇൻക്രീസ് ഇൻ ഡിഫൻസ് ബഡ്ജറ്റ് ഉണ്ട്. പിന്നെ 4.4% എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. 1.96 ആണ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഇൻ ദി ഓവറോൾ ബഡ്ജറ്റിന്റെ ഷെയർ എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി ഒരു 2% അടുപ്പിച്ച് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ വേണം, 2.5% വേണം എന്നുള്ള കാര്യം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലായതിൽ സന്തോഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് സ്റ്റിൽ ഇറ്റ് ഇസ് റിമെയിൻസ് റോ, അതുകൊണ്ടാണ് പറയാം അലോക്കേഷൻ ടു ഹെൽത്ത് ബഡ്ജറ്റ് റിമെയിൻസ് സ്റ്റിൽ റോ എന്നുള്ള കാര്യം പറയാനുള്ള കാര്യം അതാണ്. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള, നമുക്കറിയാം ഗ്ലോബൽ അൺസർട്ടനിറ്റിയാണ്. നമ്മുടെ ട്രംപ് അദ്ദേഹം വന്നിട്ട് കാണിച്ചു കൂട്ടിയ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് എഫക്റ്റ്, നമുക്ക് ഒന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും റെസിലിയൻ്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി നമുക്കൊരു എഫക്റ്റ് ഉണ്ടാവും. കാരണം എന്താ, നമ്മൾ US നമ്മുടെ ഒരു നമുക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ നമുക്ക് സർപ്ലസ് വരുന്നത് US ആയിട്ടാണ്. അപ്പോൾ US ഇങ്ങനെ ഒരു ഡ്യൂട്ടിയും താരിഫും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ദർ ഇസ് ഓൾ ഓഫ് ദി ഹോൾ ഗ്ലോബിൽ ഒരുപാട് അൺസർട്ടനിറ്റി ഉണ്ട്. അതിലാണ് ഈ ഒരു സെക്ടർ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നെയ്ബേഴ്സും അത്ര ഒരു കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്കല്ല പോകുന്നത്. അപ്പം നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് സെക്ടറിനെ പ്രൊപ്പൽ ചെയ്യുന്ന രീതിക്ക്, അതിന് പുഷ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ബഡ്ജറ്റാണ് ആക്ച്വലി ഇതിനകത്ത് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കൂട്ടുന്നു എന്നുള്ള രീതിക്ക് ഇവർ പറയുന്നു. നമുക്ക് ഇതിനകത്ത് കാണാം. ബേസിക്കലി ഇതിനകത്ത് വേറെ ഒന്നും പറയുന്നില്ല. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഡയറക്ട് ടാക്സിൻ്റെ സ്ലാബ് കുറച്ചൊന്നും മാറ്റം വരുത്തും, നമുക്ക് കുറെ കൂടെ റിലീഫ് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചു. അതൊന്നും വരുന്നില്ല. അപ്പോൾ അത് ബേസിക്കലി ആക്ച്വലി ഒരു നല്ല കാര്യമായിട്ടാണ് ആക്ച്വലി ഹിന്ദു തന്നെ ഒപ്പൈൻ ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഹിന്ദുവിലെ എഡിറ്റോറിയൽ നമ്മൾ നോക്കും, അതൊന്ന് സമ്മപ്പ് ചെയ്ത് പറയുന്ന രീതിക്കാണ്. ബേസിക്കലി അതിനകത്ത് ജസ്റ്റ് ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഫിസ്ക്കൽ പ്രൂഡൻസിനെയാണ് വെച്ചിരിക്കുന്നത്. ആൾക്കാരെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് ഒരു പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് അല്ല. നമ്മൾ ഒരു ഫിസ്ക്കൽ പ്രൂഡൻസിന് നമ്മൾ കൃത്യമായിട്ട് കണക്ക് കാശൊക്കെ കൃത്യമായിട്ട് ചിലവാക്കുന്നുണ്ടോ, നമുക്കൊരു ഫിസ്ക്കൽ ഡിസിപ്ലിൻ ഉണ്ടോ എന്നുള്ള രീതിക്കൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആണ് ഈ ഒരു ബഡ്ജറ്റ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. നമുക്ക് ബാക്കിയുള്ള ഗ്രാഫ്സിലും കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടി എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ ബഡ്ജറ്റിന്റെ ആക്ച്വൽ ഡോക്യുമെന്റിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു 2-3 ഗ്രാഫ്സ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതൊക്കെ അത് തന്നെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സാധനം നമുക്ക് ആക്ച്വലി കൂടി വരികയാണ്. വിച്ച് ഇസ് ആക്ച്വലി വെരി ഗുഡ് തിങ്. എന്തുകൊണ്ടാണ്? നമ്മൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ മീൻസ് നമുക്കിപ്പോൾ സാലറീസ് കൊടുക്കുന്നു, പെൻഷൻസ് കൊടുക്കുന്നു, നമുക്കൊരു വാല്യൂ ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സാധനങ്ങൾ നമുക്ക് പർച്ചേസും കാര്യങ്ങൾ കൺസംഷന് വേണ്ടി ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ക്രിയേറ്റ് സം അസറ്റ് ഓർ വാല്യൂ ഇൻ ദ സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഒരു അസറ്റും വാല്യൂവും ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ചിലവ് നമ്മൾ കൂടുമ്പോൾ അതിൽ നിന്നുള്ള നമുക്ക് വീണ്ടും റിട്ടേൺസ് കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുക. മറ്റത് ജസ്റ്റ് കൺസംഷൻ, സാലറി കൊടുക്കുന്നുണ്ട്, അഫ്കോഴ്സ് ജോലി ചെയ്തുകൊണ്ട് നമ്മൾ സാലറി കൊടുക്കുന്നത്, പക്ഷേ അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടുന്നില്ലല്ലോ. പക്ഷേ അതേസമയം നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഒരു റോഡ് നല്ല രീതിയിൽ പണിയുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വലിയൊരു ബിൽഡിംഗ് പണിയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ കേപെക്സ് ഡെവലപ്മെന്റ് കൂടുതൽ വരുന്നതുകൊണ്ട് എക്കണോമിക്ക് ഒരുപാട് റിട്ടേൺസ് വരും. എക്കണോമിനെ ഗ്രോത്തിന് പ്രൊപ്പൽ ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 5 years ആയിട്ട് ഇറ്റ് ഹാസ് ബിൻ കൺസിസ്റ്റന്റ്ലി ഇൻക്രീസിങ് എന്നുള്ള കാര്യം. ഒരിക്കൽ പോലും ഡിപ്പ് വന്നിട്ടില്ല. ഒരേ പേസിലാണോ പോകുന്നത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇത് അബ്സല്യൂട്ട് നമ്പേഴ്സ് ആണ്. ഇൻ ലാക്ക് ക്രോർസ് ആണ് ഈ സാധനം വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് ഈ ബേസിക്കലി ഇത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നല്ല. ബേസിക്കലി ആദ്യം ബ്ലൂ ആ ഒരു ഗ്രാഫ് നോക്കുക. ആദ്യം നമുക്ക് ലാസ്റ്റ് 5 years നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.3, 5.9, പിന്നെ 7.4, 9.5 ഇങ്ങനെ കൂടി വരികയാണ്. ഇപ്പോൾ 12.2 lakh crore നമ്മൾ നേരത്തെ കണ്ടതുപോലെ 12.2 lakh crore rupees ആണ് ആക്ച്വലി ഈ പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നമുക്ക് ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത്. ഈ ഗ്രാൻസ് ഇൻ എയ്ഡ് ക്യാപെക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഈ യെല്ലോ കളറിൽ കാണുന്നത്. ഇത് രണ്ടിനെ കൂട്ടുമ്പോഴാണ് ഈ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളൊരു ഫിഗറിലേക്ക് നമ്മൾ വരുന്നത്. ഈ ഗ്രാൻസ് ഇൻ എയ്ഡ് എന്താ? നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് നമ്മൾ ഗ്രാൻസ് കൊടുക്കും. എന്തിനാ? ഈ പറഞ്ഞ ക്യാപിറ്റൽ ക്രിയേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ ക്രിയേഷന് വേണ്ടി കൊടുക്കുന്നത് ബേസിക്കലി നമുക്കൊരു അസറ്റ് അവിടെ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പെൻഡിച്ചറിനെയും കൂടെ കൂട്ടി ഒരു എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ബേസിക്കലി പറയുന്നത്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അലോൺ ആണ് ഈ ബ്ലൂ കളർ ആ ഒരു ഗ്രാഫ്. പിന്നെ ഈ യെല്ലോ എന്ന് പറയുന്നത് ഗ്രാൻസ് കൊടുക്കുന്നു. പക്ഷേ ദാറ്റ് ഗ്രാൻസ് ഇസ് ആക്ച്വലി ഗോയിങ് ഫോർ ആൻ അസറ്റ് ക്രിയേഷൻ. ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നത്. ദാറ്റ് ഹാസ് ബിൻ കൺസിസ്റ്റന്റ്ലി ഇൻക്രീസിങ് എന്നുള്ള കാര്യം. ഇനി ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത്
തന്നെ നമുക്കൊരു പെർസെൻറ്റേജ് ഓഫ് GDP-യുടെ കണക്കും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അത് പക്ഷേ കൺസിസ്റ്റൻ്റ്ലി ഇൻക്രീസിങ് അല്ല. ഇത് ഈ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സൂക്ഷിച്ച് വായിക്കണം. ആദ്യത്തെ ഇതിനകത്ത് നമ്മൾ ഒരു ആക്ച്വൽ എമൗണ്ടിൻ്റെ ഇൻക്രീസ് ആണ് ഞാൻ പറഞ്ഞത്. ആക്ച്വൽ എമൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ ലാക്ക് ക്രോർസ് കൺസിസ്റ്റൻ്റ്ലി കൂടുകയാണ്. പക്ഷേ GDP-യുടെ പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി 2023-24 നമുക്ക് 4.2% ആയിരുന്നു എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് ആക്ച്വലി അടുത്ത വർഷങ്ങളിൽ 2024-25 അത് 4% ആയി, 3.9% ആയി ആക്ച്വലി റിവൈസ് എസ്റ്റിമേറ്റ്സിൽ ആക്ച്വലി ലാസ്റ്റ് ഇയറിൽ. ഇപ്പോൾ നമ്മൾ 4.4%ലേക്കാണ് വരുന്നത്. അപ്പോൾ കൺസിസ്റ്റൻ്റ്ലി ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP എന്നുള്ള ടേം സൂക്ഷിക്കുക. പെർസെൻറ്റേജ് ഓഫ് GDP എന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ്ലി ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ അല്ല, അത് കുറച്ചൊന്ന് കൂടി കുറഞ്ഞു ഇങ്ങനെ കൂടുന്നു എന്നുള്ള കാര്യമാണ്. ഇതാണ് അതിൻ്റെ ഗ്രാഫിൻ്റെ ഒരു സാധനം. ഈ ഗ്രാഫ് ഓർത്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഗ്രാഫ് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഗ്രാൻഡ്സ് ആൻഡ് എയ്ഡൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അബ്സല്യൂട്ട് നമ്പേഴ്സിലെ പോലെ തന്നെ ഇപ്പം അബ്സല്യൂട്ട് നമ്പേഴ്സിലും ക്യാപെക്സ് ആണ് കൂടുതൽ, അതുപോലെ തന്നെ ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP-യും ക്യാപെക്സ് ആണ് കൂടുതൽ. ഒരു പർട്ടിക്കുലർ സാധനം നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് ഏകദേശം 3% അബവ് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അലോണിലായിട്ട് നമുക്ക് പോകുന്നുണ്ട്. ആ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു ഇതിനകത്ത് പറയുന്നത്, ഇപ്പം നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കണ്ടു. ഇതിനകത്ത് ഈ റെസീപ്റ്റ്, ഇതിനൊക്കെ പൈസ വേണമല്ലോ, റവന്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമുക്ക് അറിയാവുന്നതുപോലെ ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ആക്ച്വലി ഒരു മൊത്തത്തിൽ എല്ലാ ടാക്സിനെയും കൂടെ കൂട്ടിച്ചേർത്ത് ഒന്നെങ്കിൽ ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ്, ഈ രണ്ട് കാറ്റഗറൈസേഷനാണ്. ഈ രണ്ട് രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ കണ്ടോ, നമുക്ക് ബേസിക്കലി ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ച് അധികം പ്രൊപ്പോർഷൻ നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. 5.4% ആണ്, ഇവിടെ 4.8 ആണ്. ഏകദേശം 2005 വർഷം മുന്നേ നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എമൗണ്ട് കൂടുതലായിരുന്നു വെൻ കമ്പയർ ടു ഡയറക്റ്റ് ടാക്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഏകദേശം തുല്യത, കുറച്ച് ചിലപ്പോൾ മറ്റത് ഇൻഡയറക്റ്റ് ആയിരുന്നു കൂടുന്നത്. ആ രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഡയറക്റ്റ് ടാക്സിൻ്റെ എമൗണ്ട് കൂടുന്നത് ഇറ്റ്സ് എ പ്രോഗ്രസീവ് തിങ്. അപ്പോൾ 5 ഇയേഴ്സ് ബിഫോർ നമുക്ക് ഈ പറഞ്ഞ പോലെ 5.4% ഇൻഡയറക്റ്റ് ടാക്സും ഇത് ഡയറക്റ്റ് ടാക്സും ആയിരുന്നത്. ഇപ്പോൾ അത് കൂടി ഇപ്പോൾ ഒരു 6 അടുത്ത വർഷം തൊട്ട് തന്നെ നമ്മൾ 6.2 ഒക്കെ വന്ന് ഇപ്പോൾ 6.9%-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് ഹാസ് ബീൻ കൺസിസ്റ്റൻ്റ്ലി ഇൻക്രീസിങ്. പക്ഷേ ഡ്രമാറ്റിക് ആയിട്ടുള്ള റൈസ് ഒന്നുമല്ല, ഡയറക്റ്റ് ടാക്സ് കുറച്ച് കൂടി വരികയാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് കണ്ടോ, ഇൻഡയറക്റ്റ് ടാക്സ് ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ 4.6% ഇന്ന് ഇപ്പോൾ ഈ ഒരു 4.3% ആക്കി മാറി. അത് ആക്ച്വലി 4.6 അല്ല, ഇത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് ആണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ലാസ്റ്റ് ബഡ്ജറ്റിൽ പറഞ്ഞത് 4.8% ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ള രീതിക്കാണ്. ഇപ്പോൾ അത് ഷാർപ്ലി ഡിക്ലൈൻ ടു 4.3% ആണ്. കാരണം ഇതൊക്കെ ലാക്ക് ക്രോർസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. എന്തുകൊണ്ട് ഈ ഡിപ്പ് വന്നു നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും. നമ്മൾ GST റാഷണലൈസ് ചെയ്തു, സ്ലാബ്സ് ഒക്കെ. GST എന്ന് പറയുന്നത് എന്താ, മെയിൻ ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ അതിൽ ഒരു 99% ഓഫ് ദി ഐറ്റംസിനെ നമ്മൾ ഈ പറഞ്ഞ 5% സ്ലാബിലേക്ക് വരുമ്പം ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഈ പറഞ്ഞ പോലത്തെ എന്താ പറയുക ടാക്സിൻ്റെ റവന്യൂവിൽ നമുക്ക് ഷോർട്ടേജ് ഉണ്ടാവും. അതാണ് ഈ ഒരു ഡിപ്പിനുള്ള കാര്യം. അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്യണം. പക്ഷേ നമുക്ക് ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11.4% ഇന്ന് ഇപ്പോൾ 11.2% ആയി മാറി. ഏതാ ടോട്ടൽ ടാക്സ് റവന്യൂ, അതാണ് ഇതിനകത്ത് പറയുന്നത്. ഗ്രോസ് ടാക്സ് റവന്യൂ ആസ് എ എന്താ പറയുക പെർസെൻറ്റേജ് ഓഫ് GDP നമ്മൾ പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് ഇയറിൽ നിന്ന് ആക്ച്വലി ഇത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സെയിം ആയിരുന്നത്. ഈ ഒരു സമയത്ത് ഡിപ്പ് വന്നിട്ടുണ്ട്, അതും നമ്മൾ നോക്കണം. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഈ GSTയുടെ ഇതാണ്. നമ്മൾ GST ഈ റാഷണലൈസ് ചെയ്യുന്ന സമയത്ത് മോദിജി വന്നിട്ട് ബജറ്റ് ഉത്സവ് എന്നൊക്കെ പറഞ്ഞിട്ട് കൺസംഷൻ കൂട്ടണം, ആ സമയത്ത് അതെങ്കിലും പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടപ്പെടും. അപ്പോൾ ഒരുപാട് ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ കൺസംഷൻ കൂട്ടി. പക്ഷേ ആ ഒരു മൊമെൻറ്റം എപ്പോഴും കീപ്പ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്രോച്ചായിട്ട് നമ്മൾ ഇത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ആക്ച്വലി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് തന്നെ ബഡ്ജറ്റിൽ. അപ്പോൾ ഈ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് കുറയുന്നു എന്നുള്ള കാര്യം, നേരത്തെ അങ്ങനെ ഇൻഡയറക്റ്റ് ടാക്സ് ആയിരുന്നു ഒരു മേജർ ചങ്ക് ഉണ്ടായിരുന്നത്, അതിപ്പോൾ കുറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു GSTയുടെ ഒരു എഫക്റ്റ് ആണെന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിനകത്ത് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റവന്യൂ, ഈ പറഞ്ഞ ട്രെൻഡ് ഇൻ ക്യാപിറ്റൽ റെസിപ്റ്റ് ഓഫ് ദി സെൻറ്റർ ഇൻ ലാക്ക് ക്രോർസ് എന്നുള്ള കാര്യമാണ്. ഇത് ബേസിക്കലി എമൗണ്ട് ആണ്. നമ്മൾ നേരത്തെ ആബ്സല്യൂട്ട് എമൗണ്ട് കണ്ടില്ലേ, അതുപോലെ ഇതും എമൗണ്ട് എന്നുള്ള രീതിക്ക് പറയുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ ആക്ച്വലി ഇത് കൂടിയാണ് വരുന്നത്. ഇറ്റ് ഹാസ് ബീൻ കൺസിസ്റ്റൻ്റ്ലി ഇൻക്രീസിങ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം. ഇതല്ലാതെ അബ്സല്യൂട്ട് നമ്പേഴ്സിലാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ലാക്ക് ക്രോർസിൽ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന നല്ല കാര്യങ്ങളൊക്കെ ഇൻക്രീസിങ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എക്സെപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി നമുക്ക് നോക്കുമ്പം ഇപ്പോൾ ടാക്സ് നെറ്റ് റവന്യൂ ആണ്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ബേസിക്കലി ഇതിന് ഞാൻ വേറൊരു ഗ്രാഫ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, അതായിരിക്കും ബെറ്റർ. ഞാൻ തന്നെ കാണിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ നോൺ ടാക്സ് റവന്യൂ, ടാക്സ് റവന്യൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ടാക്സ് റവന്യൂ ആണ് ഡയറക്റ്റ് ടാക്സ് ഒക്കെ, അതാണ് ഏറ്റവും കൂടുതൽ മേജർ ചങ്ക് ഓഫ് ദി ഇത് വരുന്നത്. ഈ യെല്ലോ കളറിൽ കാണുന്നത് നോൺ ടാക്സ് റവന്യൂ വിച്ച് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലത്തെ RBI എന്ന് കിട്ടുന്നത്, സെൻട്രൽ PSC എന്ന് കിട്ടുന്നത്, ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ മേജർ ചങ്ക് ഓഫ് ഒരു റവന്യൂ നമുക്ക് കിട്ടുന്നത് തന്നെ നെറ്റ് റെസീപ്റ്റ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ടാക്സ് റവന്യൂ ആണ് എന്നുള്ള കാര്യം. നോൺ ടാക്സ് റവന്യൂ അല്ല, ടാക്സ് റവന്യൂ
ആണ്. അപ്പോൾ ടോട്ടൽ നോൺ ഡെറ്റ് റെസീപ്റ്റ്സ്, ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാത്ത റെസീപ്റ്റ്സ്, അതായത് നമ്മൾ കടമെടുക്കാത്ത നമുക്കല്ലാതെ കിട്ടുന്ന റെസീപ്റ്റ്സ് എല്ലാം കൂടെ ഇപ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ 36.5 lakh crores rupees ആണ് എന്നുള്ള കാര്യം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് ഇൻസൈറ്റ്സ് എടുത്തു, ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും കോമ്പോസിഷൻ ഓഫ് ദി എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് പൈസ വരുന്നതെന്ന് കണ്ടു, നമുക്ക് അതിനെ എങ്ങനെ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നു എന്നുള്ള കാര്യം. നേരത്തെ ആക്ച്വലി ആദ്യം കേപെക്സ് വെച്ചത് ഓർഡർ ഇതാക്കിയൊന്നുമല്ല, കേപെക്സ് പറഞ്ഞുകൊണ്ട് ആദ്യം കേപെക്സ് പറയാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ റവന്യൂ കണ്ടു, ഇപ്പോൾ എക്സ്പെൻഡിച്ചർ ഒന്നും, ഇനി അടുത്ത ഡെഫിസിറ്റ് കാണും, വരുമ്പോഴത്തേക്ക് പറയാം. ഇപ്പോൾ കോമ്പോസിഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പെൻഡിച്ചറിൻ്റെ കോമ്പോസിഷനകത്ത് നമുക്ക് എല്ലാ പ്രാവശ്യവും ഏറ്റവും കൂടുതൽ വരുന്ന ഈ ഓറഞ്ച് കളറാണ്. അത് ബേസിക്കലി വേറെ ഒന്നുമല്ല, സെൻട്രൽ സെക്ടർ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. സെൻട്രൽ സെക്ടർ സ്കീംസിൻ്റെ സെൻട്രൽ സെക്ടർ സ്കീംസ് ആർ പ്രോജക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചറുടെ കാര്യങ്ങളിലേക്ക് വരുന്നത്. പിന്നെ നമുക്ക് ടോട്ടലി നമുക്ക് ഏകദേശം 53.47 lakh crores എന്നുള്ള രീതിക്കാണ് നമ്മൾ ആക്ച്വലി അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബഡ്ജറ്റിൻ്റെ സൈസ്. അപ്പോൾ ഇത് ഹസ് ബീൻ കൺസിസ്റ്റൻ്റ്ലി ഇൻക്രീസിങ്. ഇത് ടോട്ടൽ ബഡ്ജറ്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 5 years ആയിട്ട് നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് ഇപ്പോൾ 35 lakh ഉണ്ടായിരുന്നു, 37, 41 ആയി, 44, 46, 49, ഇപ്പോൾ 53.47 lakh crores ആണ് നമ്മുടെ ബഡ്ജറ്റിൻ്റെ സൈസ് എന്നുള്ള രീതിക്ക് പറയുന്നത്. ഇതിനകത്ത് കോമ്പോസിഷൻ ഓഫ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇത് അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ റവന്യൂ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, നമ്മൾ കണ്ടല്ലോ. അപ്പോൾ റവന്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ഇത് എക്സ്പെൻഡിച്ചർ നമുക്ക് ഫോർ ഈ പെൻഷൻ, സാലറി, വേറെ എന്തെങ്കിലും കൺസ്യൂം ചെയ്യുന്ന പർച്ചേസസിന് വേണ്ടി ചെയ്യുന്നത്. അതല്ലാതെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അസറ്റ് ക്രിയേഷൻ, വാല്യൂ ക്രിയേഷൻ എന്ന സൊസൈറ്റി. ഇതിനകത്ത് നമ്മൾ എത്ര കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ഏറ്റവും കൂടുതൽ എന്നുള്ള കാര്യമാണ് പ്രൈമറിലി നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈ കാണുന്ന യെല്ലോ ആണ്, പക്ഷേ ഈ പറഞ്ഞത് ഗ്രാൻസ് ഇൻ എയ്ഡ്, നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ സ്റ്റേറ്റ്സിനൊക്കെ കൊടുക്കുന്ന ഗ്രാൻസ് ഇൻ എയ്ഡ്, അതും ആക്ച്വലി കൂടി വരുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻക്രീസ് അല്ല. നമ്മൾ നോക്കുമ്പം ഈ 23-24 6.8% അത് ആക്ച്വലി ചെറിയൊരു ഡിപ്പ് വന്നു, അതിനുശേഷം ചെറിയൊരു റൈസ് ആയി, അതിൽ നിന്നും വലിയൊരു റൈസിലേക്കാണ് ആക്ച്വലി ഇപ്പോൾ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊരു അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനമല്ല ഗ്രാൻസ് ഇൻ എയ്ഡ് എന്നുള്ള കാര്യം, അത് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ഇത് കണ്ടോ, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് നമുക്ക് ആക്ച്വലി ഏറ്റവും മേജർ ചങ്ക് ഓഫ് ദിസ് പോർഷൻ, ആ ഒരു ഗ്രീൻ സാധനം വരുന്നത്. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വരുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇറ്റ് ഹസ് ബീൻ കൺസിസ്റ്റൻ്റ്ലി ഇൻക്രീസിങ് എന്നുള്ള കാര്യം നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇനി ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ഗവൺമെന്റ് സ്പെൻഡിങ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞതുപോലെ അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതിന് തമ്മിൽ റേഷ്യോയുടെ ലൈനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈ ഒരു രീതിയിൽ കൺസിസ്റ്റൻ്റ്ലി കൂടി വരുന്നുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് ഏകദേശം കുറേയൊക്കെ കൺസിസ്റ്റൻ്റ് ആണ്, പക്ഷേ എന്നാൽ അത്രത്തോളം നമുക്ക് പറയാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു റേഷ്യോയുടെ കണക്കാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്, കാരണം റവന്യൂ എക്സ്പെൻഡിച്ചർ ടു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റേഷ്യോ ആണ്. അപ്പോൾ അതിങ്ങനെ രീതിയിൽ കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബേസിക്കലി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഡിനോമിനേറ്ററിൽ വരുന്ന RECO ആണ്. CO എന്ന് പറയുമ്പോൾ താഴെ വരും, ഇത് റവന്യൂ വരും. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് ഔട്ട്ലേ ഇങ്ങനെ കൂടി വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു റേഷ്യോ കുറഞ്ഞു വരാനായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഡെഫിസിറ്റ് ട്രെൻഡ്സ് ആണ്. ഇത് മേ ബി പ്രിസിയം സ്റ്റുഡൻസ് വിൽ നോ ദിസ്. ഇഗ്നൈറ്റ് സ്റ്റുഡൻസ് കാണുന്നവർക്ക് ബേസിക്കലി ഇതിൻ്റെ എല്ലാ സാധനവും നമ്മളെ ക്ലാസ്സിൽ കൃത്യമായിട്ട് വരും. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് തൊട്ട് നമുക്ക് എക്കണോമിയുടെ ക്ലാസ് വരികയാണ്. സോ ഇൻ ദോസ് ക്ലാസ്സസ് വി ഹാവ് പ്ലാൻഡ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാത്തിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ പറയാം. ഇതെല്ലാം ഞാനിപ്പോൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റയൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകും. അതിൻ്റെ ഇറ്റ്സ് നോട്ട് ഈവൻ നെസസറി റൈറ്റ് നൗ. നമുക്ക് ക്ലാസ്സിൽ അത് കേട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ഇതിനകത്ത് നിങ്ങൾ കണ്ടോ, ഒരുപാട് ഡെഫിസിറ്റിൻ്റെ ടേംസ് ഉണ്ട്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ആസ് എ നെയിം സജസ്റ്റ് നമുക്ക് എന്തോ ഒരു കുറവ്, എന്ത് കുറവാണ് അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്, പ്രൈമറി ഡെഫിസിറ്റ് ഉണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ആ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് നമുക്ക് ടോട്ടൽ റവന്യൂ ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ റവന്യൂ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഡിഫറൻസ്, അപ്പോൾ നമുക്ക് എത്രത്തോളം കടമെടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സാധനമാണ് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നുള്ള കാര്യം. അപ്പോൾ ഈ പറഞ്ഞ നോൺ ഡെപ്റ്റ് റെസീപ്റ്റ്സ് ആണ് നമ്മൾ ആക്ച്വലി റവന്യൂ ആണ് നമ്മൾ ആക്ച്വലി നോക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ആക്ച്വലി റെസീപ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമുക്ക് റെസീപ്റ്റ്സ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതായത് നമുക്ക് ഇൻകം എന്നുള്ള കാര്യം നമ്മൾ ആ ഒരു ബഡ്ജറ്ററി ടേംസിൽ ഇൻകം എന്നുള്ള നമ്മൾ പറയാറില്ല. എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഇവിടെ റെസീപ്റ്റ്സ് ആണ്. ഇൻകമിന് പകരം നമ്മൾ പറയുന്നത് റെസീപ്റ്റ്സ് ആണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് എത്രത്തോളം കടമെടുക്കണം ടു സ്പെൻഡ് ഫോർ അവർ എക്സ്പെൻഡിച്ചർ പർപ്പസസ് എന്നുള്ള കാര്യമാണ് ഈ ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റ് പറയുന്നത്. റവന്യൂ ഡെഫിസിറ്റ് എന്താ? റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ്, അതായത് റവന്യൂ നിന്ന് കിട്ടുന്ന ഇൻകം എത്രത്തോളമാണ് ഷോർട്ടേജ് വരുന്നത് ഫോർ അവർ റവന്യൂ, മീറ്റിംഗ് അവർ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ള കാര്യം. അതാണ് ഈ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്താ? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രാൻസ് ഇൻ എയ്ഡ് സ്റ്റേറ്റ്സിന് കൊടുക്കുന്നുള്ളത്. ബേസിക്കലി
ഗ്രാൻസ് ഇൻ എയ്ഡ് കൊടുക്കുന്നത് ഈവൻ ദോ ഇറ്റ് ഇസ് ഫോർ പറഞ്ഞ ക്യാപിറ്റലിനാണെന്നുണ്ടെങ്കിലും അതൊരു ഗ്രാന്റ് ആണ്, അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ബഡ്ജറ്ററി ടേംസിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു അസറ്റ് അല്ലേ. അതുകൊണ്ട് സംഭവം നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടെങ്കിലും എഫക്റ്റീവ് ആയിട്ട് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഗ്രാൻസ് ഇൻ എയ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനത്തിനെയും കൂടെ നമുക്ക് ആക്ച്വലി അതിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്ന റവന്യൂ ഡെഫിസിറ്റ് എത്രയാണ് എന്നുള്ള കാര്യമാണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് പറഞ്ഞത് ഈ പ്രൈമറി ഡെഫിസിറ്റും ഫിസ്ക്കൽ ഡെഫിസിറ്റുമാണ് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ഈ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അറ്റ് പ്രസന്റ് ഗവൺമെന്റിന് എത്രത്തോളമാണ് കടമെടുക്കുന്നത് എന്ന് കാണിക്കുന്നതാണ്. കാരണം ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടു നമ്മുടെ ഏറ്റവും കൂടുതൽ ചിലവ് പോകുന്നതിന് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സിനാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് നമ്മൾ കടം കൊടുക്കേണ്ട പൈസ ആ ഒരു മൈനസ് ദി ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് നമ്മുടെ പ്രൈമറിലി ഈ വർഷത്തെ ഈ ഗവൺമെന്റിന്റെ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഗസി ആയിട്ട് നമ്മൾ വേറെ കഴിഞ്ഞതിന് മുന്നേ 10 വർഷമായിട്ട് മോദിജിയാണ്, 12 വർഷമായിട്ട് മോദിജിയാണ്. പക്ഷേ അതിന് മുന്നത്തെ ഗവൺമെന്റ്സും ഒക്കെ വാങ്ങിക്കൂട്ടിയ ഈ പറഞ്ഞ ഈ കടത്തിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സിനെ മാറ്റി നിർത്തി ഇപ്പോഴത്തെ ഒരു പ്രസന്റ് കാര്യത്തിന്, കാരണം ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് നമ്മൾ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു അസറ്റോ കാര്യങ്ങളോ ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു നമുക്ക് പ്രൈമറിലി നമുക്ക് ഈ ഡെഫിസിറ്റ് നമ്മൾ കടം മേടിക്കുന്നത് തന്നെ ഒരു പ്രൊഡക്റ്റീവ് കാര്യത്തിലേക്ക് എത്രത്തോളം ഉപയോഗിക്കുന്നു എന്ന് കൂടെ ഈ ഒരു പ്രൈമറി ഡെഫിസിറ്റ് കാണിച്ചു തരും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. സോ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്, ഇറ്റ് വിൽ ബി ലൈക്ക് എന്താ പറയുക മൈനസിങ് ദി ഗ്രാൻസ് ഇൻ എയ്ഡ് ടു ദി സ്റ്റേറ്റ്സ്. പിന്നെ പ്രൈമറി ഡെഫിസിറ്റ് ഇപ്പോഴത്തെ കടം എടുക്കുന്നത് എത്രത്തോളം പ്രൊഡക്റ്റീവ് കാര്യങ്ങളിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്ന് കാണിക്കുന്നതാണ്. നമ്മൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ കളറിലുള്ള സാധനമുണ്ട്. ഇതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ഗ്രാഫായിട്ട് തോന്നിയത്, അതുകൊണ്ട് ഇതിനടുത്ത് വെച്ചേ ഉള്ളൂ. ആക്ച്വൽ ബഡ്ജറ്റിലുള്ള ഗ്രാഫാണ് ഇതൊക്കെ. ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP ആണ് കേട്ടോ. അപ്പോൾ കടമെടുക്കുന്നത് നല്ല പരിപാടിയാണോ? അല്ല. ബേസിക്കലി നമ്മൾ ഒരു കീനീഷ്യൻ എക്കണോമിക് ടേംസിൽ പറഞ്ഞാൽ കടമെടുത്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തണം എന്നാണ്. കടമെടുക്കാതെ പറ്റില്ല. പക്ഷേ എന്ന് വെച്ച് നമ്മൾ ഒരുപാട് കടം മേടിച്ച് കൂട്ടാനും പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫിസ്ക്കൽ ഡിസിപ്ലിൻ വേണം എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ നമ്മൾ കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നല്ലൊരു കാര്യം. കാരണം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്കതിനെ സർവീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോൾ, അതായത് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ എല്ലാം കടമെടുത്ത് തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധം ആക്ച്വലി ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാനില്ല. പക്ഷേ വി ഹാവ് എ ടാർഗറ്റ്. ഇപ്പോൾ നമ്മൾ ഇൻഫ്ലേഷൻ നമ്മൾ പറയുന്ന സമയത്ത് ഇൻഫ്ലേഷനകത്ത് നമ്മളൊരു ടാർഗറ്റിംഗ് ആണ്. നമുക്ക് 4% ±2 എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഇൻഫ്ലേഷൻ വിലക്കയറ്റമാണെങ്കിലും വിലക്കയറ്റവും അനിവാര്യമാണ് ഫോർ ഗ്രോത്ത്. ഇൻഫ്ലേഷൻ ആൻഡ് ഗ്രോത്തും കപ്പിൾ ചെയ്താൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് വേണ്ടത് എത്ര? 4% ±2. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ഇൻഫ്ലേഷൻ ഇന്ത്യക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആവശ്യമാണ്. പക്ഷേ എന്നാൽ ഒരുപാട് ഷൂട്ടപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഈ കോവിഡ് ടൈമിൽ കണ്ടോ നമുക്ക് 9.2% പോയത്. 4.6% നിന്ന് 9.2%ലേക്കാണ് പോയത്. ബേസിക്കലി ഫിസ്ക്കൽ ഡെഫിസിറ്റും കാര്യങ്ങളൊക്കെ വരാൻ ഉള്ള ഒരു മേജർ കാര്യം തന്നെ നമുക്ക് 2000 ടൈമിലൊക്കെ കടം മേടിച്ച് അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഫിസ്ക്കലി ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ വരുന്നു. അപ്പോൾ FRBM ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് ഇനാക്ട് ചെയ്യുകയും അതിൽ കുറച്ച് ടാർഗറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആക്ച്വലി അങ്ങനെ പതുക്കെ കുറച്ച് ആ ലൈനിൽ വരുമായിരുന്നു. അപ്പോഴാണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്നപ്പം ഒരു വലിയൊരു ഷൂട്ട് ജമ്പ് അവിടെ സംഭവിച്ചു. അതിനുശേഷം നമ്മൾ അതിനെ കുറച്ച് ഒരു ഫിസ്ക്കൽ ഡിസിപ്ലിൻ കാണിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ റൈറ്റ് നൗ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 4.3% ഓഫ് GDP ആണ്. ആ കാര്യം ഓർത്ത് വെക്കുക. It has been consistently decreasing in the last 5 years. Fiscal deficit എന്ന് പറയുന്നത് it is actually correct ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഫിസ്ക്കൽ ഡെഫിസിറ്റിനകത്ത് ബേസിക്കലി റവന്യൂ ഡെഫിസിറ്റ് ആയിട്ട് പറയുന്നത് എന്താ? 1.5% ഉള്ളൂ. നമുക്ക് ഈ ഒരു കാര്യം മാത്രമേ, ലാസ്റ്റ് കോളം മാത്രമേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റിനകത്ത് എന്താ, നമ്മൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടും ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് നമ്മുടെ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് റെസിപ്റ്റ്സ് ആക്ച്വൽ ടേംസിൽ പറഞ്ഞത്. അതായത് ബേസിക്കലി കടം എത്ര എടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ല, അതിനകത്ത് റവന്യൂ ഉണ്ട്, ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് റവന്യൂ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു 1.5% മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബേസിക്കലി എന്താ മനസ്സിലാവുന്നത്? ഈ പറഞ്ഞിട്ടുള്ള എക്സ്പെൻഡിച്ചർ കൂടുതലും ഈ ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കുന്നതും ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് റവന്യൂ ഷോർട്ടേജ് ആയിട്ട് നമുക്ക് വരുന്നത് 1.5% മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം. ഇനി അതിൽ തന്നെ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് നോക്കുക. നമുക്ക് 0.7% എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് വരുന്നുള്ളൂ. വിച്ച് മീൻസ് ഈ 1.5% റവന്യൂ ഡെഫിസിറ്റിനകത്ത് കൂടുതലും നമുക്ക് ഒരു 0.8% നമുക്ക് എയ്ഡ്സ് ആയിട്ട് ഗ്രാൻസിന് അസറ്റ് ക്രിയേഷന് വേണ്ടി പോവാണ്. വിച്ച് ഇസ് ഓൾസോ എ ഗുഡ് തിങ്. ഇനി ഈ ലാസ്റ്റ് കണ്ടോ പ്രൈമറി ഡെഫിസിറ്റിനകത്ത്, എനിക്ക് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് അകത്ത് ബ്ലൂ ലൈനാണ്, എനിക്ക് തെറ്റിപ്പോയതാണ്. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.3 ഉള്ളൂ. അപ്പോൾ 1.5% ഉണ്ട്, ഇവിടെ 0.3 ആണ്. അപ്പോൾ ഈ 0.3 എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 1.2% നമ്മൾ അസറ്റ് ക്രിയേഷന് വേണ്ടി നമ്മൾ താഴെ പോവല്ലേ, ഗ്രാൻസിന് പോവല്ലേ. അപ്പോൾ അത് വളരെ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്നുള്ള രീതിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി ആണ് ഈ പറഞ്ഞിട്ടുള്ള ഗ്രീൻ ലൈൻ എന്നുള്ള കാര്യം. പ്രൈമറി ഡെഫിസിറ്റിനകത്ത് നമുക്ക് 0.7% ദിസ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് എത്രയാ 4.3
ഡിവൈഡഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്. കാരണം ആ 4.3% ഫിസിക്കൽ ഡെഫിസിറ്റിൽ നമ്മൾ കടമെടുക്കുന്ന പൈസയിൽ 0.7 മാത്രമേ ഇപ്പോഴത്തെ ഇതിലേക്ക് പോകുന്നുള്ളൂ. ഇതൊരു നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ നമ്മൾ പറയാം. കാരണം 0.7% മാത്രമാണ് ഇപ്പോഴത്തെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആക്ച്വൽ സ്പെൻഡിങ്ങിലേക്ക്, നമ്മുടെ പ്രൊഡക്റ്റീവ് സ്പെൻഡിങ്ങിലേക്ക് ആക്ച്വലി പോകുന്നത്. സോ അത് പ്രൈമറി ഡെഫിസിറ്റ് ബേസിക്കലി ഒരു ലെഗസി ആയിട്ടുള്ള സാധനം നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ആ ഒരു അനാലിസിസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളും ഡിക്ലൈൻ ചെയ്തുകൊണ്ട് വരികയാണ്, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. ഇനി ഈ ട്രെൻഡ്സ് ഇൻ ഡെപ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല FRBM ആക്ട് എന്നുള്ള കാര്യം. FRBM ആക്ട് നമ്മൾ ഡെഫിസിറ്റ്, ഈ നേരത്തെ പറഞ്ഞ ഡെഫിസിറ്റിനായിരുന്നു ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്നത്. ഈ രീതിയിൽ വരണം, 4.5% താഴെ വരണം എന്നുള്ള രീതിക്കൊക്കെ ആക്ച്വലി പറഞ്ഞിരുന്നു. പക്ഷേ ഇനി ആക്ച്വലി നമ്മൾ ഈ ഒരു 2020 മുന്നേ നമുക്ക് എൻകേസിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ കമ്മിറ്റി അവർ പറഞ്ഞത് ഈ ഫിസിക്കൽ ഡെഫിസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമില്ല, നമുക്കൊരു ഡെപ്റ്റിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഡെപ്റ്റ് ടു GDP റേഷ്യോനെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അതനുസരിച്ചാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വിചാരിച്ചിരുന്നത് തന്നെ ഒരു 60% ആണ് നമ്മുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ. ഡെപ്റ്റ് ടു GDP റേഷ്യോ 60% ആണ് ആക്ച്വലി നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. എപ്പോഴാണ്? ബൈ 2024-2025. ഇനി ഈ 60% തന്നെ നമുക്ക് 40% സെൻട്രൽ ഗവൺമെന്റിനും 20% എല്ലാ സ്റ്റേറ്റ്സിനും കൂടിയുള്ള ആ ഡെപ്റ്റ് ടു GDP റേഷ്യോ ആണ് ആക്ച്വലി ഇതിനകത്ത് ബേസിക്കലി ഉദ്ദേശിച്ചത്. 40% സെൻട്രൽ ഗവൺമെന്റിനാണ്. ഇത് ബേസിക്കലി കാണിക്കുന്നത് ജനറൽ ഡെപ്റ്റ് ലെവലാണ് കേട്ടോ. അതായത് ജനറൽ ഡെപ്റ്റ്, അതായത് ഈ നമ്മൾ 60% ടാർഗറ്റ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ബേസിക്കലി ഇതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് ടൈം എല്ലാത്തിനും കോവിഡാണ് പ്രശ്നം. കോവിഡ് വന്നപ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സാധനത്തിന് ഭയങ്കരമായിട്ട് കൂടി. അതിനുശേഷം ഇപ്പം നമ്മൾ ആക്ച്വലി കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഡെപ്റ്റ് ആസ് ഡിഫൈൻഡ് ഇൻ FRBM ആക്ട് ആണ് ഈ പറഞ്ഞ റെഡ് ലൈൻ എന്ന് പറയുന്നത് 5.56% നമ്മൾ വരണം എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ ആക്ച്വലി ഡെപ്റ്റ് ആസ് പെർ ഇപ്പോഴത്തെ കറണ്ട് ലയബിലിറ്റീസ് അനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഒരു 54.7% വരികയാണ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ളൊരു ടാർഗറ്റിംഗ് ആക്ച്വലി കൊണ്ടുവരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ 60% മാറിയിട്ട് അത് ആ സമയത്ത് ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഡെപ്റ്റ് ടു GDP റേഷ്യോ 50% ബൈ ഫിനാൻഷ്യൽ ഇയർ 2031 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 50% ആണ് ന്യൂ നോർമൽ എന്ന് പറയുന്ന സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ചെയ്യുന്ന എറ കഴിയുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏകദേശം നമ്മുടെ 4.3% പറയുമ്പോഴത്തേക്കും ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച അമൗണ്ടിലേക്ക് വരുന്നത്. സ്റ്റിൽ വി ഹാവ് ടു റെഡ്യൂസ് പക്ഷേ നമ്മൾ ഓവറായിട്ട് റെഡ്യൂസ് ചെയ്യാനും പാടില്ല. എന്താ, കടമെടുത്താലേ നമുക്ക് കുറേ എക്സ്പെൻഡിച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബാലൻസിലാണ് ഈ സാധനം പോകുന്നത്. എല്ലാം ഇതാണ് അബ്സല്യൂട്ട് നമ്പറിൽ കുറയണം എന്നുള്ള രീതിയിൽ 0 ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. റവന്യൂ ഡെഫിസിറ്റ് 0 ആണ്. കാരണം റവന്യൂവിൽ വരുന്ന ഡെഫിസിറ്റ് ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ അത്രയും റവന്യൂ റെസീപ്റ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനാണ് കൂടുതൽ കടമെടുക്കുന്നതെന്നുണ്ടെങ്കിൽ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ ഡെഫിസിറ്റ് നമ്മൾ എത്രയും കുറച്ച് അത് 0ലേക്ക് കൊണ്ടുപോയാൽ അത്രയും നല്ലത്. പക്ഷേ ക്യാപിറ്റൽ ഫിസിക്കൽ ഡെഫിസിറ്റ് നമുക്ക് ഈ പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഗ്രാഫ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതിനകത്ത് ഇനി നമ്മൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള അനൗൺസ്മെന്റ്സ്, ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓരോ സാധനം നമ്മൾ എടുത്തെടുത്ത് കാണും. അപ്പോൾ ഇതിൻ്റെ മേജർ ഇത് പറയുന്നത് തന്നെ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ഈ കണ്ടതുപോലെ 12.2 lakh crores വന്നത്. പിന്നെ അറിയാലോ നമ്മുടെ മോദിജിയുടെ വന്നത് സമയം മുതലാണ് നമ്മുടെ എല്ലാ കമ്പാരിസണും നടക്കുന്നത്. അതിന് മുന്നേ വരെ ഇവിടെ ഇന്ത്യയിലൊന്നും നടന്നിട്ടില്ല എന്നുള്ള മട്ടിലാണ് വാട്ട് എവർ ഇറ്റ് ഇസ് ഇപ്പോൾ. ബട്ട് ദേ ആർ ആക്ച്വലി ദിസ് ഗവൺമെന്റ് ഇസ് ആക്ച്വലി ഡൂയിങ് എ പ്രെറ്റി ഗുഡ് ജോബ് ഇൻ മെനി സെക്ടേഴ്സ്. പക്ഷേ ഇറ്റ് ഈസ് ലൈക്ക് മൊത്തത്തിൽ ഈ ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ചിലപ്പോൾ ഒരു ഇതായി പോകും നമുക്ക്. കാരണം ഒരുപാട് ബൂംസ് കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്തിന് ശേഷം ഈ ഒരു പീരീഡിൽ ആ ഒരു ടൈമിൻ്റെ ഒരു സാഹചര്യത്തിൽ വന്നതാണ്. ആൻഡ് ദിസ് ഗവൺമെന്റ് ഹാസ് ബീൻ പർട്ടിക്കുലർലി ഗുഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് ഓൾ ദോസ് തിങ്സ് എന്നുള്ള കാര്യം. വാട്ട് എവർ ഇറ്റ് ഇസ്, എന്തായാലും ഇന്ത്യക്ക് നല്ലത് നടന്നാലും നല്ലത് ആര് ചെയ്താലും. അതായാലും ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2013-14 നമുക്ക് 2.29 lakh crore എന്നുള്ളത് ഇപ്പോൾ 12.2 lakh crore വന്നിട്ടുണ്ട്. മോർ ദാൻ 430% ഇൻക്രീസ് എന്നുള്ള കാര്യം. ഒരുപാട് ടാക്സ് റിഫോംസും കാര്യങ്ങളൊക്കെ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ബേസിക്കലി പുതിയ ന്യൂ ഇൻകം ടാക്സ് ആക്ട് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. നേരത്തെ നമുക്ക് 1961 ആക്ട് ആയിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഓൾഡ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരുപാട് കോംപ്ലക്സ് ആണ്. നമുക്കറിയാം ഇൻകം ടാക്സ് ലോസ് ഭയങ്കര കോംപ്ലക്സ് ആണ്. അതിനെയൊക്കെ ഒരുപാട് സിംപ്ലിഫൈ ചെയ്ത് കംപ്ലയിൻസ് നോംസിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈസിയർ കംപ്ലയിൻസ്, ക്ലീനർ ഫോംസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ലോവർ TCS ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ അബ്രോഡ് എന്നുള്ള കാര്യം, റേറ്റ് കട്ട് ഫ്രം 5% to 2% എന്നുള്ള കാര്യം. ബേസിക്കലി TCS എന്ന് പറയുമ്പോഴത്തേക്ക് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള ഈ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, TDS ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ചിലപ്പോൾ FD ബാങ്കിൽ ഉണ്ടാണെന്നുണ്ടെങ്കിൽ TDS ആയിരിക്കും പിടിക്കുന്നത്. ബേസിക്കലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗവൺമെന്റ് അപ്പോൾ കുറേ പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. രണ്ട്, ഇതൊക്കെ ആക്ച്വൽ ബുക്സിൽ വരും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ സംഭവം നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ചിലപ്പോൾ എക്കണോമിക് ട്രാൻസാക്ഷൻസിൽ കാണിക്കില്ല, കള്ളം കാണിക്കുന്ന ആൾക്കാർക്കൊക്കെ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ ആ സോഴ്സിൽ തന്നെ കുറച്ച് ടാക്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ലാസ്റ്റ് കണക്കിൽ കാണിക്കണമല്ലോ. കണക്കിൽ കാണിക്കുമ്പോഴത്തേക്ക് ഈ ടാക്സ് അപ്പോൾ എടുത്ത സാധനത്തിന് ടോട്ടൽ ടാക്സിൽ അതിനും കൂടെ വകയിരുത്തും. ഈ രീതിയിലാണ് TCS എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നത്. അപ്പോൾ നേരത്തെ 5% ഉണ്ടായിരുന്നതിനെ
ഇപ്പോൾ ആക്ച്വലി 2%ലേക്കാക്കി മാറ്റി കുറച്ചിട്ടുണ്ട്. വിച്ച് ഇസ് ലൈക്ക് കുറച്ചുകൂടെ അതിനെ പ്രൊമോട്ട് ചെയ്യും. അതായത് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സിനെ കുറയ്ക്കുമ്പം അതൊരു എൻട്രി ബാരിയറിനെ കുറയ്ക്കുകയല്ലേ. അപ്പോൾ എൻട്രി ബാരിയറിനെ കുറയ്ക്കുമ്പോഴത്തേക്ക് ആ സെക്ടർ ബൂമിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ഈ വൺ ടൈം ഫോറിൻ അസറ്റ് ഡിസ്ക്ലോഷർ വിൻഡോ ഉണ്ട്, ബിഗ് റിലീഫ് ഫോർ സീനിയർ സിറ്റിസൺസ് ഉണ്ട്, ഡയറക്ട്ലി അക്സെപ്റ്റഡ് ഷെയർ ഫോംസ്. ഈ ഒരു പറഞ്ഞാൽ ഡിജിറ്റലി കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയപ്പോഴത്തേക്കും സീനിയർ സിറ്റിസൺസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്ക് ഈസിയർ റിഫോംസ്, ഈസ് ഓഫ് ലിവിംഗ് എന്ന് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ഒരു പ്രയോറിറ്റീസ് പില്ലറില്ലേ അതിൽ വന്നതുപോലെ. പിന്നെ ഇതല്ലാതെ നമുക്ക് ഫോറിൻ ട്രാവൽ ബിക്കംസ് ചീപ്പർ. നിങ്ങൾക്ക് ഇനി പുറത്ത് എവിടെയെങ്കിലും ഫോറിന് പോകണമെന്നുണ്ടെങ്കിൽ മോദിജിയുടെ സഹായത്തോടെ നമുക്കിപ്പോൾ കുറച്ച് പൈസ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കുറഞ്ഞു കിട്ടും. കാരണം TCS rate on overseas tour package reduced from 5 to 20% to 2% ഫ്ലാറ്റ് ആയിട്ട്. നേരത്തെ 5 മുതൽ 20% വരെ ആയിരുന്നതിനെ ഇപ്പോൾ 2% ഫ്ലാറ്റ് ആയിട്ട് രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ TCS ഇതും ബേസിക്കലി പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ചിലവാക്കുന്ന എയർ ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്തൊക്കെ ടാക്സ് നമ്മൾ ആദ്യമേ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഈ രീതിയിൽ TCS നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഈ പറഞ്ഞ എമൗണ്ട് അത്രയും വലിയൊരു ബൾക്ക് എമൗണ്ട് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഒരു ബാരിയർ അവിടെ റിമൂവ് ചെയ്യപ്പെടുകയല്ലേ. ഇത് മാറി 2% ആകുമ്പോഴത്തേക്കും ദർ വിൽ ബി മോർ പ്രൊമോഷൻ ഓഫ് ഓവർസീസ് ഫോറിൻ ടൂറിസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഓവർസീസ് ട്രിപ്പൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. ഏറ്റവും നല്ലൊരു തീരുമാനം. കസ്റ്റംസ് ഡ്യൂട്ടി സ്ക്രാപ്ഡ് ഓൺ ലൈഫ് സേവിംഗ് ഡ്രഗ്സ്. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് മരുന്ന് വരുന്ന രീതിക്ക് 17 ക്യാൻസർ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള സാധനത്തിന് കസ്റ്റംസ് ഡ്യൂട്ടി എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ 7 റയർ എർത്ത് ഡിസീസിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസിൽ അതിനകത്തും ഈ കസ്റ്റംസ് ഡ്യൂട്ടി റിമൂവ് ചെയ്തിട്ടുണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബിക്കം എ ലിറ്റിൽ മോർ ചീപ്പർ ദാൻ ബിഫോർ. അപ്പോൾ നല്ല കാര്യമല്ലേ, അത് നല്ല കാര്യമാണ്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എംപവറിംഗ് അന്നദാത എന്നുള്ള രീതിക്ക് നമ്മുടെ ഫാർമേഴ്സും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500 റിസർവോയേഴ്സ്, അമൃത് സരോവേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ബൂസ്റ്റിംഗ് ദ ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട്. പിന്നെ കേരളത്തിലൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. കേരളത്തിന് വേണ്ടി ഇന്നാ പിടിച്ചോ നാളികേര വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ, കോക്കനട്ട് പ്രൊമോഷൻ മിഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഏകദേശം 3 കോടി പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് ഇന്ത്യൻ കാഷ്യൂ ആൻഡ് കൊക്കോനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആസ് എ പ്രീമിയം ബാങ്ക് ബൈ 2030. പിന്നെ റീസ്റ്റോറിംഗ് ദ സാൻഡൽവുഡ് എക്കോസിസ്റ്റം. ഭാരത് വിസ്താർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു AI സ്മാർട്ട് പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് അതിനകത്ത് വരുമ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യം നമ്മൾ അകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഡിഫൻസ് ബഡ്ജറ്റിൽ നമ്മളൊരു വലിയൊരു ബൂസ്റ്റ് നമ്മൾ പറഞ്ഞത് 15% ഇൻക്രീസ്. പിന്നെ ഓഫ് കോഴ്സ് ഇത് 2013 കമ്പാരിസൺ ആണ്. അപ്പോൾ പറയുന്നത് 209 എന്താ പറയുക പെർസെൻറ്റേജ് ഇൻക്രീസ് എന്നുള്ള രീതിക്കാണ്. വാട്ട് എവർ ഇറ്റ് ഇസ്. പിന്നെ ബിഗ് ബൂസ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ ബിക്കോസ് 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്സ് ആക്ച്വലി പ്ലാൻഡ് അക്കാഡമിക് സോൺസിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. AVGC ലാബ്സ് ഉണ്ട്. നമ്മുടെ ഓഡിയോ വിഷ്വൽ ഗെയിമിംഗ് ആൻഡ് കോമിക്സ് എന്നുള്ളതാണ് AVGC. പിന്നെ ഒരു ന്യൂ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആക്ച്വലി ഈസ്റ്റേൺ ഇന്ത്യയിൽ വരുന്നുണ്ട്. ഇതൊരു നല്ലൊരു പർട്ടിക്കുലർലി എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് STEM പുഷ്. അതായത് നമ്മുടെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ആ ഒരു സെക്ടറിൽ വിമണിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് 1 ഗേൾസ് ഹോസ്റ്റൽ ഇൻ എവറി ഡിസ്ട്രിക്ട് എന്നുള്ളൊരു സ്കീമാണ്. ഇതിനൊന്ന് പേര് അനൗൺസ് ചെയ്യുന്നത്. ഇതൊക്കെ ബഡ്ജറ്ററി അനൗൺസ്മെന്റ്സ് ആണ്. ഇതൊക്കെ ഇനി പർട്ടിക്കുലർ സ്കീംസ് ആയിട്ടൊക്കെ അവർ അനൗൺസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇപ്പോൾ ഇതിന്റെ ഒരു രൂപരേഖ മാത്രമേ ആക്ച്വലി ബഡ്ജറ്റിലും പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പാസിംഗ് ബൈ മെൻഷനിൽ പോകുന്നത്. 4 മേജർ ആസ്ട്രോഫിസിക്സ് ഫെസിലിറ്റീസ് ഉണ്ട്. ഇതല്ലാതെ ഇത് കണ്ടോ, റയർ എർത്ത് ലീഡർഷിപ്പ് എന്നുള്ള രീതിക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു റയർ എർത്ത് കോറിഡോർ കണക്റ്റിംഗ് കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ. ഇതൊക്കെ കോസ്റ്റൽ സ്റ്റേറ്റ്സ് ആണ്, മേജർ കോസ്റ്റൽ സ്റ്റേറ്റ്സ് വേർ മേജർ ഈ പറഞ്ഞിട്ടുള്ള റയർ എർത്ത് മിനറൽസ് ആർ ഫൗണ്ട്. പർട്ടിക്കുലർലി മോണസൈറ്റ് നമ്മൾ പറയും. അപ്പോൾ ഈ നമ്മുടെ ബീച്ചസിലൊക്കെ മോണസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് യുറേനിയം, തോറിയം ഒക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിൽ അത് ന്യൂക്ലിയർ ഫ്യൂവലിനും യൂസ്ഫുൾ ആണ്. അല്ലാതെ ഒരുപാട് റയർ എർത്ത് മിനറൽസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളതുകൊണ്ട് ഈ 4 സ്റ്റേറ്റ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് റയർ എർത്ത് കോറിഡോർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്. ഇതെന്തുകൊണ്ട് വന്നെന്നുള്ളത് നമുക്ക് കാണാം. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് കോറിഡോർസ് എന്നുള്ള രീതിക്ക് ഈസ്റ്റേൺ ബേസിക്കലി കോറിഡോർസ് പലതരമുണ്ട്. ഇപ്പോൾ റെയിൽ കോറിഡോർസ് ആക്ച്വലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ കേരളത്തിനെ അവഗണിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമം. പോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും, മോദിജി നമ്മൾ അവഗണിച്ചു. വാട്ട് എവർ ഇറ്റ് ഇസ്. ഈ പറഞ്ഞ റെയിൽ കോറിഡോർസ് അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ റയർ എർത്തിന്റെ കോറിഡോർസും ആക്ച്വലി പറയുന്നുണ്ട്. ഈ റെയിൽ കോറിഡോർസിനെ ഗ്രോത്ത് കണക്ടേഴ്സ് ആയിട്ടാണ് ആക്ച്വലി ഗവൺമെന്റ് കാണുന്നത്. കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ സ്ഥലത്തും ഈ ഡെവലപ്മെന്റ്സും ഈ കോറിഡോർസ് വരുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷനും ലോജിസ്റ്റിക്സിലൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവും. അതുവഴി നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യപ്പെടും. ഇനി ഈ റയർ എർത്ത് എലമെന്റ്സിലേക്കുള്ള കോറിഡോർസ് എന്തുകൊണ്ടാണ് വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ചൈനയുടെ ഡോമിനൻസ്, പ്യുവർ ഡോമിനൻസ് ഇൻ ദിസ് സെക്ടർ. ഈ റയർ എർത്ത് എലമെന്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ്, ഈ റിന്യൂവബിൾസിനൊക്കെ ആവശ്യമുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ഡീകാർബണൈസേഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നിയർ ടോട്ടൽ ഗ്ലോബൽ ഡോമിനൻസ് ആണ് ചൈനയ്ക്കുള്ളത്. ലാസ്റ്റ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര റയർ ഒന്നുമല്ല, മിസ്നോവറാണ്. ആക്ച്വലി നമുക്ക് ഇതിനകത്ത് ക്വാണ്ടിറ്റിയിൽ എക്സ്ട്രാക്റ്റബിൾ ക്വാണ്ടിറ്റീസിലുണ്ട്. പക്ഷേ ഇത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നോളജി ഭയങ്കര ഇതാണ്, ലൈക്ക് കോംപ്ലക്സ് ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇനി ഇതിനെ റിഫൈൻ ചെയ്യുന്നതിനുള്ള ആ ഒരു ടെക്നിക്കൽ ടെക്നോളജിയൊക്കെ അതൊക്കെ
ഏറ്റവും കൂടുതൽ ഡോമിനൻസ് ഉള്ള ചൈനയ്ക്കാണ്. അവിടെയാണ് ഇത് റെയർ എർത്ത് എലമെന്റ്സ് ആയി മാറുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ എല്ലാവർക്കും റിസർവ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ചൈന ഹോൾഡ്സ് നിയർലി ഹാഫ് ഓഫ് ദി ഗ്ലോബൽ റിസർവ്സ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ആക്ച്വലി 60% ഓഫ് ദി ഗ്ലോബൽ പ്രൊഡക്ഷൻ ഇൻ ദ ലാസ്റ്റ് 5 years ആണ് ചൈനയിൽ വരുന്നത്. ഇതിലും ഏറ്റവും വലിയ കാര്യം 92% ഓഫ് ദി ഗ്ലോബൽ റിഫൈനിങ് കപ്പാസിറ്റി ഇറ്റ് ഇസ് വിത്ത് ചൈന. ആ ഒരു സാഹചര്യത്തിലാണ് ബേസിക്കലി ചൈനയ്ക്ക് ഇത്രയും റിസർവ് ഒക്കെ ഉണ്ടായിരുന്നത് മാത്രമല്ല, ദേ ആർ ആക്ച്വലി ഇൻ എ ലോങ് സ്റ്റാൻഡിങ് സ്ട്രെങ്ത് ഓൺ മൈനിങ് ആൻഡ് റിസർച്ച് കേപ്പബിലിറ്റി. അതാണ് ഇതിന്റെ കാര്യം. അതായത് ചൈനയുടെ സ്ട്രെങ്ത് ഇൻ റെയർ എർത്ത് എലമെന്റ്സ് ഇറ്റ് ഇസ് സ്റ്റെമ്മിങ് നോട്ട് ഓൺലി ഫ്രം റിസോഴ്സ് അവൈലബിലിറ്റി ബട്ട് ഫ്രം എ ലോങ് സ്റ്റാൻഡിങ് സ്ട്രെങ്ത് ഇൻ മൈനിങ് ആൻഡ് റിസർച്ച് കേപ്പബിലിറ്റി. ഇപ്പോഴും നമ്മൾ ഇത് ചെയ്ത് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ നോക്കി നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഭയങ്കര നല്ലൊരു പുഷാണ്, നല്ലൊരു കാര്യമാണ്. ബിക്കോസ് ഇപ്പോൾ ആക്ച്വലി ട്രംപ് അദ്ദേഹം ഇന്നലെ രാത്രി നമ്മുടെ ഇന്ത്യയെ മോദിജിയായിട്ട് സംസാരിച്ചിട്ട് താരിഫൊക്കെ ആക്ച്വലി കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ 18% താരിഫിലേക്ക് മാറ്റി. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വായിച്ചത് നമുക്ക് 50% ആയിരുന്നത് ഇപ്പോൾ 18% ആക്കി എന്നാണ്. അഡീഷണൽ 25% ആണ് റെസിപ്രോക്കൽ താരിഫ്. പിന്നെ ഒരു 25% നമ്മൾ റഷ്യൻ ഓയിൽ ബൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് 50% താരിഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് ബൈ ചെയ്യുന്നത് കുറയ്ക്കാമെന്ന് മോദി സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ 25% അപ്പാടെ ഒഴിവാക്കി. അല്ലാതെ റെസിപ്രോക്കൽ താരിഫ് എന്ന കാറ്റഗറിയിൽ 25% വരുന്നത് 18% ആക്കി മാറ്റി. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചൈനയ്ക്ക് ബേസിക്കലി ഒരു ലെവറേജ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ചൈനയാണ് റഷ്യയിൽ നിന്ന് ഒരുപാട് ഓയിലും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. സ്റ്റിൽ ആ നേരത്തെ ഇത് വെച്ചിട്ട് 30% സംതിങ് എങ്ങാണ്ടായിരുന്നു ചൈനയ്ക്ക് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താ, ഇറ്റ് ഇസ് ലെവറേജിങ് ഇറ്റ്സ് മൈനിങ് ഇൻഡസ്ട്രി ആസ് എ സ്ട്രാറ്റജിക് ബാർഗെയിൻ ചിപ്പ് വിത്ത് US. അപ്പോൾ ആ രീതിയിൽ അതിന് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതിൻ്റെ മെയിനിങ് കാര്യം. അതിനകത്ത് നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോട്ട് ചെയ്യേണ്ടത്, ചൈനയിൽ നിന്നും വാങ്ങിക്കുന്നത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ജപ്പാനാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ വരുന്നത് US ആണ് എന്നുള്ള കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഓഫ് ചൈനീസ് റെയർ എർത്ത് ആഫ്റ്റർ ജപ്പാൻ. അപ്പോൾ ഈ ഒരു ഓർഡർ നമ്മൾ അറിയണം. ഇന്ത്യ ആദ്യത്തെ 2-3 വരുന്നില്ല. ഇന്ത്യ ഡെഫിനറ്റ്ലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ ദ നെയ്ബർ ഫോർ ദിസ് മെറ്റീരിയൽസ്. പക്ഷേ ഹയസ്റ്റ് ബയർ ഫ്രം ചൈന എന്ന് പറയുന്നത് തെറ്റാണ്. അത് USA അല്ല, ജപ്പാനാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വേറെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, റെയർ എർത്ത് എലമെന്റ്സിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പ്രിലിംസിനെ നോക്കി വെക്കുക. ഈ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ലൈറ്റ് റെയർ എർത്ത് എലമെന്റ്സ് ഉണ്ട്, ഹെവി റെയർ എർത്ത് എലമെന്റ്സ് ഉണ്ട്. പക്ഷേ ഈ രണ്ടിൻ്റെ സാധനത്തിനകത്ത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ല. കാരണം ഇപ്പോൾ ലാസ്റ്റ് ഒരു 4-5 years ആയിട്ട് റെയർ എർത്ത് എലമെന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. ആ സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് അൺതിങ്കബിൾ ഇതൊക്കെ ഇത്ര പേരെടുത്ത് ചോദിക്കുക എന്നുള്ള കാര്യം. പക്ഷേ ലാസ്റ്റ് 2025 നാറ്റോ കൺട്രീസിന്റെ ഐഡന്റിഫൈ വിച്ച് ഓഫ് ദി അബവ് ബിലോങ് ടു നാറ്റോ കൺട്രീസ് എന്ന് പറഞ്ഞൊരു പേര് ചോദിച്ചു. ഏകദേശം 30 കൂടുതൽ കൺട്രീസ് ഉള്ള ഓർഗനൈസേഷനാണ്. അത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 17 എലമെന്റ് ഉള്ള ഈ റെയർ എർത്ത് എലമെന്റ്സ് ചോദിച്ചൂടെ? അത് ചോദിക്കുമായിരിക്കും. അത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് കഷ്ടകാലത്തിന് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇതിനകത്ത് ഈ ലിസ്റ്റിനകത്ത് പ്രൊമീത്തിയം എന്ന് പറയുന്നില്ല. പക്ഷേ പ്രൊമീത്തിയം എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ഓൾസോ എ റെയർ എർത്ത് എലമെന്റ് ആണ്. അതൊരു ലാന്തനൈഡ് സീരീസിൽ വരുന്ന ഒരു റെയർ എർത്ത് എലമെന്റ് തന്നെയാണ്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ബിക്കോസ് ഇറ്റ് ഇസ് റേഡിയോ ആക്റ്റീവ് ആൻഡ് ഡസ് നോട്ട് ഒക്കർ ഇൻ മൈനബിൾ ക്വാണ്ടിറ്റീസ്. നാച്ചുറലി എർത്തിൽ അങ്ങനെ സീൻ ചെയ്ത് കാണപ്പെടുന്നില്ല. ഞാൻ വായിച്ചത് ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ ഫോം ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഈ പ്രൊമീത്തിയം എന്നുള്ളതാണ്. അതും ഒരു റെയർ എർത്ത് മിനറൽ ആണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നോക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു ബിഗ് അനൗൺസ്മെന്റ് ആണ്. ബയോ ഫാർമ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു പ്രോജക്റ്റ് ആണ്. 10,000 crore പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് കാര്യം തന്നെ, ബയോ ഫാർമ ശക്തി ടു ഡെവലപ്പ് ഇന്ത്യ ആസ് എ ഗ്ലോബൽ ഫാർമ മാനുഫാക്ചറിംഗ് ഹബ് ടു ബി ലോഞ്ച്ഡ് അറ്റ് ആൻ ഔട്ട്ലേ ഓഫ് 10,000 crores over the next 5 years, build an ecosystem for domestic production of biologics and biosimilars എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ബയോളജിക്സ് ആൻഡ് ബയോസിമിലേഴ്സ് ആക്ച്വലി എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി നമുക്ക് ഇറ്റ് ഈസ് ആക്ച്വലി ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ് ഫ്രം ഈ പറഞ്ഞ കെമിക്കൽ, ഇത് നമ്മൾ സാധാരണ ജനറിക് ഡ്രഗ്സ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതല്ല ഈ സാധനം. ഇത് ബേസിക്കലി നമുക്ക് എന്താ പറയുക, ബയോളജിക്കൽ പ്രോസസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസിൽ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ബയോളജിക്സ് അല്ലെങ്കിൽ ബയോസിമിലേഴ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇപ്പോൾ നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ലൈക്ക് ഡയബറ്റീസ്, ക്യാൻസർ, ഓട്ടോമ്യൂൺ അതൊക്കെ നമുക്ക് ഒരുപാട് കൂടി വരികയാണ്. ഈ കൂടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു കീ ടു ലോങ്വിറ്റി ആൻഡ് ക്വാളിറ്റി ലൈഫ് നമുക്ക് പറയുന്നത് തന്നെ ഈ ബയോളജിക് മെഡിസിൻസ് ആണ്. ഇറ്റ് ഇസ് ആക്ച്വലി വെരി കോംപ്ലക്സ് മോളിക്യൂൾസ് ആണ്. ബിക്കോസ് ആൻഡ് അൺലൈക്ക് ഫ്രം ദി മെഡിസിൻസ് ദാറ്റ് ആർ മാനുഫാക്ചർഡ് ത്രൂ കെമിക്കൽ സിന്തസിസ്. ജനറിക് ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഈ കെമിക്കൽ സിന്തസിസിൽ നമ്മളൊരു കോപ്പി ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറേ കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എന്താ പറയുക മോളിക്കുലർ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്തെടുക്കുന്ന ഒരു ഇതിനെയാണ് ഈ ബയോ ഫാർമ അല്ലെങ്കിൽ ബയോളജിക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തുള്ള എന്താ പറയുക ബയോളജിക്സിന് നമുക്ക് ആക്ച്വലി ബയോസിമിലേഴ്സ് എന്ന് പറയാനായിട്ടുള്ള കാര്യം ഇതാണ്. ബിക്കോസ് ദേ ആർ large and complex molecules produced through biotechnology in a living system such as microorganisms, plant cell and animal cell. അപ്പോൾ ഈ രീതിയിൽ കൊണ്ടുവരുന്നതിനാണ്. ഇറ്റ് ഇസ് ആക്ച്വലി ഡിഫറെൻറ്റ് ഫ്രം ജനറിക് കെമിക്കൽ ആണ്. ഇത് ബയോളജിക്കൽ ഒരു ലിവിംഗ് ഓർഗാനിസത്തിന് അകത്തുണ്ടാക്കുന്നതാണ് എന്നുള്ളത്. അപ്പോൾ അതിന് ഇറ്റ് ഹാസ് ടു ഹാവ് എ ലോങ് റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങൾ വേണം. അതിനാണ് നമ്മൾ ബയോ ഫാർമ ശക്തി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വരത്തേ ഉള്ളൂ. വരുന്ന സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പർ അനാലിസിസിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് വേറെ കുറേ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ എക്കണോമിനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് വേറെ കുറച്ച് മിഷൻസ് ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്ത്
ചെയ്ത് പോയിട്ടുണ്ട്. അലൊക്കേഷൻ മാത്രമേ ഉള്ളൂ, കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് എടുക്കുന്നില്ല. അപ്പോൾ ഈ ബയോഫാർമ ശക്തിക്ക് ശേഷം നമുക്ക് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, നമ്മൾ ചിപ്സ് എന്നുള്ളത് ഒരു സി ആയിട്ട് നമ്മൾ കണ്ടു, ഫ്യൂലിംഗ് ദ ഗ്രോത്ത് ഇൻ ദ നെക്സ്റ്റ് ഡെക്കേഡ്. അതിന് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്നുള്ള രീതിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു 2.0 അപ്ഗ്രേഡഡ് വെർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ് മാനുഫാക്ചറിംഗ് സ്കീമിന് വേണ്ടിയിട്ട് അതിൻ്റെ ഔട്ട്ലേ ഇൻക്രീസ് ചെയ്ത് 40,000 crore ആക്കി കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പുഷ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഡെഡിക്കേറ്റഡ് റയർ എർത്ത് കോറിഡോർ നമ്മൾ കണ്ടു. ആ 4 സ്റ്റേറ്റ്സ് ഓർത്ത് വയ്ക്കുക: കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ആൻഡ് ഈ പറഞ്ഞ ഒഡീഷ എന്നുള്ള കാര്യം. പിന്നെ സ്കെയിലിംഗ് ദ മാനുഫാക്ചറിംഗ് സെക്ടറിന് വേണ്ടിയിട്ട് കെമിക്കൽ പാർക്സ്, നമ്മൾ കെമിക്കൽസ് എന്നുള്ള ഒരു സീൽ നമ്മൾ കണ്ടിരുന്നു. സ്കീം ഫോർ എൻഹാൻസ്മെന്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എക്യുപ്മെന്റ്സ് ടു ബി ഇൻട്രൊഡ്യൂസ്. കണ്ടെയ്നർ മാനുഫാക്ചറിംഗ് സ്കീം, അത് നമ്മൾ 1C ആയിട്ട് നമ്മൾ കണ്ടു. അതിനകത്ത് ഒരു 10,000 crore ഓവർ 5 years കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 200 ലെഗസി ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സിനെ റീവൈവ് ചെയ്യാനായിട്ടുള്ള സ്കീമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസിന് വരത്തേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് അങ്ങനെ അധികം പറയാത്തത്. ബഡ്ജറ്ററി അനൗൺസ്മെന്റ്സ് മാത്രമാണ്. ഇനി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്പോൾ എടുക്കാം. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത് നമ്മുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഈസ് അലോക്കേറ്റഡ് ഓൾ ടൈം ഹൈ ഓഫ് 7.85 lakh crore. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അലോക്കേഷൻ സ്റ്റാൻഡ്സ് അറ്റ് 2% ഓഫ് എസ്റ്റിമേറ്റഡ് GDP ഇൻ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഇതിനകത്ത് ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇന്നലെ വായിച്ചതാണ്, നമ്മുടെ ഈ അർണബ് ഗോസ്വാമിയുടെ ചാനലിലൊക്കെ വരത്തില്ലേ, മേജർ ജനറൽ GD വെച്ച് പുള്ളി ഇരുന്ന് ട്വീറ്റ് ചെയ്തിരുന്നു, നമുക്കിത് പോരാ, നമുക്ക് സാധാരണ യൂഷ്വലി 3% to 5% ഒക്കെയാണ് ഈ യൂറോപ്യൻ നാറ്റോ കൺട്രീസ് ഒക്കെ അവരുടെ മിലിറ്ററി സ്പെൻഡിങ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ റേസ് ചെയ്യണം. ഇപ്പോൾ 2% ആയിട്ടുണ്ട്, നല്ല കാര്യം, പക്ഷേ അത് ഇനിയും കൂട്ടണം എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റ് എന്നുള്ള രീതിക്ക് ഇതിനെ ഓർത്ത് വയ്ക്കുക. എത്ര ശതമാനമാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വരുന്നത്? 2% ഓഫ് ദ GDP ആണ്. ചിലപ്പോൾ അത് 5% പറയാം, അല്ലെങ്കിൽ 9% പറയാം, അത്രയൊന്നുമില്ല. 2% ഓഫ് ദ GDP ആണ് നമ്മുടെ ഡിഫൻസ് സ്പെൻഡിങ് എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഈ പറഞ്ഞിട്ടുള്ള ട്രെൻഡ്സ് ഒക്കെ ചിലപ്പോൾ പ്രിലിംസിന് ചോദിക്കാം. ഇനി സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഓഫ് 15.19% ഓവർ ദി ബഡ്ജറ്ററി എസ്റ്റിമേറ്റ്സ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ കണ്ടോ, ബഡ്ജറ്ററി എസ്റ്റിമേറ്റ്സ് ആണ്, ആക്ച്വൽ റിവൈസ് എസ്റ്റിമേറ്റ്സ് അല്ല. ഇതൊക്കെ ചെറിയൊരു നൂതനമായിട്ടുള്ള സംഭവങ്ങളാണ്, പക്ഷേ ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. കാരണം ആ സാധനത്തിനകത്ത് മൈനസ് നമ്മൾ കണ്ടത് ഓർക്കുന്നു. ഐ ഹോപ്പ് യു റിമെമ്പർ. ടോട്ടൽ ഡിഫൻസ് ബഡ്ജറ്റ് ഈസ് 14.67% ഓഫ് സെൻട്രൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇസ് ദ ഹയസ്റ്റ് അമംഗ് ദ മിനിസ്ട്രീസ്. നമ്മൾ കണ്ടു, മിനിസ്ട്രിയിൽ ഡിഫൻസ് മിനിസ്ട്രിക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. എക്സ്പെൻഡിച്ചറിനകത്ത് 14.67% ആണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഏതിനാ? കടം കൊടുക്കുന്നതിനാണ് എന്നുള്ള കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏകദേശം 20% എങ്ങാണ്ടോ ഇതിനകത്ത് വരുന്നുണ്ട്, ലൈക്ക് ഈ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ പോസ്റ്റ് സിന്ദൂർ മേജർ ബൂസ്റ്റ് ഫോർ ഡിഫൻസ്, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഹയസ്റ്റ് അലോക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ, അതിൽ തന്നെ കുറച്ചൊരു എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഹയസ്റ്റ് എവർ ഔട്ട്ലേ ഓഫ് 7.85 lakh crore. ബഡ്ജറ്റ് അണ്ടർസ്കോർസ് റിവോൾവ് ടു അപ്ഗ്രേഡ് ദ മിലിറ്ററി കേപ്പബിലിറ്റീസ്. എന്താ ഈ കേപെക്സ് അലോക്കേഷൻ ഉണ്ടല്ലോ, ഈ 7.85 crores ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഇറ്റ് ഈസ് അപ്പ് ബൈ 22%. നേരത്തെ ബഡ്ജറ്റിനെക്കാട്ടിലും 22% കൂടുതലാണ്, ടു 2.19 lakh crore. ആൻഡ് അതിൽ തന്നെ 75% ഓഫ് ദിസ് വിൽ ബി സ്പെൻഡ് ഓൺ ഡൊമസ്റ്റിക് പ്രൊക്യൂർമെന്റ്. അപ്പോൾ ഡൊമസ്റ്റിക് ഡിഫൻസ് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കുള്ള ഒരു നല്ലൊരു നീക്കമാണ് വരുന്നത്. ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി അടുത്ത സ്ലൈഡിനകത്ത് നമ്മൾ കാണും, ഇതിനകത്ത് ദ ഡിഫൻസ് ക്വാളിറ്റി ഓഫ് സ്പെൻഡിങ് ഇസ് ആക്ച്വലി ഗോയിങ് അപ്പ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്കറിയാവുന്ന പോലെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും റവന്യൂ എക്സ്പെൻഡിച്ചർ ആക്ച്വലി ഇപ്പം നമുക്ക് കുറഞ്ഞു വരികയാണ്, അതേസമയം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടി വരുന്നുണ്ട്. കാരണം കണ്ടോ, 26 ഒക്കെ ആയിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ 29% ഓഫ് ആ ഒരു ബഡ്ജറ്റിലൊക്കെ മാറി. പക്ഷേ നേരത്തെ ഏകദേശം 73% ഒക്കെ ഉണ്ടായിരുന്നത് കുറഞ്ഞു വന്ന് ഇപ്പോൾ 70% ഓഫ് ദി ബഡ്ജറ്റ്, ഡിഫൻസ് ബഡ്ജറ്റ് നമുക്കിപ്പോൾ റവന്യൂ ബഡ്ജറ്റ് ആക്കി മാറി. അപ്പോൾ ക്യാപിറ്റൽ കൂടുന്നതുകൊണ്ട് എന്താ, നമ്മുടെ നേരത്തെ ലോജിക്ക് തന്നെയാണ്, അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. സ്റ്റിൽ റവന്യൂ ആണ് കൂടുതൽ, അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ഡിസ്റ്റിങ്ഷൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഫോംസ് ദ മേജർ പാർട്ട് എന്ന് വന്നു കഴിഞ്ഞാൽ തെറ്റാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണ് കൂടുതൽ, പക്ഷേ ക്യാപിറ്റൽ ഹാസ് ബീൻ ഇൻക്രീസിങ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഹാസ് ബീൻ ഡിക്രീസിങ് എന്നുള്ളൊരു ട്രെൻഡ് കറക്റ്റാണ്. ഇതാണ് ഈ ഒരു കാര്യത്തിനകത്ത് പറയാനുണ്ടായിരുന്നത്. ഇതിനകത്ത് ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 14.67% ആണ് ഇതിനകത്ത് വരുന്നത്. 2% ഓഫ് ദി എസ്റ്റിമേറ്റഡ് GDP ആണ് എന്നുള്ള കാര്യം. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു അറിഞ്ഞിരിക്കേണ്ട രീതിയാണ്. ആ ഒരു പ്രിലിംസിന് നമുക്ക് എപ്പോൾ എങ്ങനെ രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. ഇതിനകത്ത് വേറെ ആക്ച്വലി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതൊക്കെ പേപ്പർ ഒരുപാട് നമ്മൾ ന്യൂസ് പേപ്പർ കണ്ടു കഴിഞ്ഞാൽ 9 പേജും ഈ പറഞ്ഞ ബഡ്ജറ്റ് ആയിരുന്നു. അതിൽ നിന്നൊക്കെ മേജർ സാധനങ്ങളൊക്കെ പിക്ക് ചെയ്ത് കുറച്ച് ഇൻഫോഗ്രാഫിക്സ് ഒക്കെ കയറ്റിയാണെന്ന് കൊളേറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഡിഫൻസിനകത്ത് ഇത്രയേ ഉള്ളൂ. ഈ ഗ്രാഫിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ആക്ച്വലി മിനിസ്ട്രി ഓഫ് സയൻസിനാണ് കൂടുതൽ ബഡ്ജറ്റ് ആക്ച്വലി പോയിരിക്കുന്നതാണ്. ഈ അലോക്കേഷൻ ആൻഡ് സയൻസ് മിനിസ്ട്രിയുടെ ടോട്ടലിനകത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്കാണ്, DST നമ്മൾ പറയും, അതിലാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് വന്നിരിക്കുന്നത്. പിന്നെ സയന്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് 17 പോകുന്നുണ്ട്, പിന്നീട് ബയോടെക്നോളജി വരുന്നുള്ളൂ. ഈ ഓർഡർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഇതിനകത്ത് നോക്കാനായിട്ടൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് റൂറൽ ജോബ് സ്കീംസിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റൂറൽ സെക്ടർ അല്ലെങ്കിൽ സോഷ്യൽ സെക്ടറിനകത്ത് നമുക്ക് ഒരുപാട് സ്കീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ജസ്റ്റ് 1-2 കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ഹിന്ദുവിൽ വന്നൊരു ഗ്രാഫാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മച്ച് ഓഫ് ദി റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ അലോക്കേഷനകത്ത് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് നമ്മുടെ വികസിത് ഭാരത്, ജി
റാംജി യോജന, നമ്മുടെ മൻരേഖയെ മാറ്റി ചെയ്ത ഒരു സംഭവം, അതിലേക്കാണ് കൂടുതൽ മേജർ ചങ്ക് ഓഫ് ദി എക്സ്പെൻഡിച്ചറും പോയേക്കുന്നത്. അതുപോലെ ഈ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ എക്സ്പെൻഡിച്ചറിൽ ഹാഫ് ഓഫ് ദി എക്സ്പെൻഡിച്ചർ പോയേക്കുന്നത് സമഗ്ര ശിക്ഷാ സ്കീമിലേക്കാണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേക്കും റൂറൽ ഡെവലപ്മെൻറ്റിനകത്ത് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഈ പറഞ്ഞ മൻരേഖയുണ്ട്, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയുണ്ട്, PM ആവാസ് യോജനയുണ്ട്, ഈ NRLM നാഷണൽ ലൈവ്ലിഹുഡ് മിഷൻ ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും നമ്മളിപ്പോൾ ലാസ്റ്റ് ഇത് കണ്ടോ 60% അല്ലെങ്കിൽ 65% നമുക്ക് VBG റാംജി ആ ഒരു ഇതിലേക്കാണ് പോകുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഏതാ, നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന റൂറൽ വീട് വെച്ച് കൊടുക്കുന്ന ആ ഒരു പദ്ധതി എന്നുള്ളതിലേക്കാണ് പോകുന്നത്. പിന്നെ ഹെൽത്തിനാകെ എന്നേ ഉള്ളൂ ആയുഷ്മാൻ ഭാരത്, അത് പോട്ടെ. ഇതല്ലാതെ സമഗ്ര ശിക്ഷാ സ്കീമിലേക്കാണ് 50.4% ഓഫ് ദി അലൊക്കേഷനും പോകുന്നത്. പക്ഷേ അതിനുശേഷം നോക്കി PM ശ്രീ, PM പോഷൻ, നമുക്ക് വിചാരിക്കുമ്പോൾ ഒരുപാട് പേര് ഫണ്ട് ചെയ്യേണ്ടതല്ലേ, ലൈക്ക് ആഹാരമൊക്കെ കൊടുക്കേണ്ടത്. ഇപ്പോൾ PM പോഷനാണ് കൂടുതലും നമുക്ക് ആയിരിക്കും, അല്ല. PM പോഷൻ അതിനുശേഷം വളരെ കുറച്ചേ വരുന്നുള്ളൂ. 50% നമുക്ക് പോകുന്നത് സമഗ്ര ശിക്ഷാ സ്കീമിലേക്കാണ് എന്നുള്ള കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക. വേറെ ഈ ഗ്രാഫിനകത്ത് നിന്ന് പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാനൊന്നും വേറൊന്നുമില്ല. ഇനി അടുത്തൊരിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ പറഞ്ഞു നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു ഫോർ റയർ ഡിസീസസ് ആൻഡ് ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടുള്ളതൊക്കെ. അതല്ലാതെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബീൻ റിമൂവ്ഡ്. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിനെ മൊത്തത്തിൽ തന്നെ സീറോ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇറ്റ് ഇസ് ഓൾസോ എൻവിഷനിങ് സിംപ്ലിഫിക്കേഷൻ ഓഫ് കസ്റ്റംസ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ. അതിന് ബേസിക്കലി ഒരു കസ്റ്റംസ് ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം എന്നുള്ള രീതിക്ക് 2 വർഷത്തിനുള്ള ഒരു സിംഗിൾ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് സ്കെയിലബിൾ പ്ലാറ്റ്ഫോം ഫോർ ഓൾ ദി കസ്റ്റംസ് പ്രോസസ്സസ്, അപ്രൂവൽ ഓഫ് ദി കാർഗോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല, ഇനി വരത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമാണ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഒരുപാട് ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾക്ക് ഈ സാധനത്തിന് കുറച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോണോസൈറ്റ്, ക്രിട്ടിക്കൽ മിനറൽസ് അല്ലേ, മോണോസൈറ്റിന് നമ്മൾ ഈ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതായത് പുറത്തുനിന്ന് നമ്മൾ രാജ്യങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഏർപ്പെട്ടിട്ട് അതിന് വില കൂടും. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ 2.5% ആക്കിയിരുന്നത് നില്ലായപ്പോഴത്തേക്കും എന്തായി, ആ വില നമുക്ക് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിനകത്ത് സോഡിയം ആന്റിമോണേറ്റ് ഫോർ ദ യൂസ് ഓഫ് മാനുഫാക്ചറിങ് സോളാർ ഗ്ലാസ്. ഇത് ഇത്ര ഒരു ട്രിവിയൽ ഇൻഫർമേഷൻ ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മെറ്റൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞൊക്കെ UPSCക്ക് ചോദിക്കും. കാരണം ഇപ്പോൾ പ്രിലിംസ് എന്തൊക്കെ ചോദിക്കുന്നത് ഒരു പിടിയില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ഈ ഒരു ഡോക്യുമെന്റിൽ നിന്ന് എല്ലാം കണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അടുത്ത പ്രിലിംസിന് ചിലപ്പോൾ ഒരു 2 മാർക്ക് കിട്ടിയെന്ന് വരും. സോഡിയം ആന്റിമോണേറ്റ് എന്ന് പറയുന്ന ഒരു മിനറൽ, നമ്മുടെ എലമെന്റ്, നമ്മളതിനെ ഈ സോളാർ ഗ്ലാസിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മൈൻഡിൽ നിന്ന് കയറ്റിവെക്കുക. ഓക്കെ, ഇനി സ്പെസിഫിക്കലി നമ്മുടെ ലിഥിയം അയൺ സെൽസിന് വേണ്ടിയിട്ടുള്ള ബാറ്ററീസിന് വേണ്ടിയിട്ടുള്ള സാധനത്തിനകത്തും നമുക്ക് ആക്ച്വലി അതിൻ്റെ ഈ കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയർ എനർജി പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്ക് നമ്മളിപ്പോൾ ന്യൂക്ലിയർ അറ്റോമിക് സെക്ടറൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല പ്രൈവറ്റിന് വേണ്ടിയിട്ട്. അതിനെ കുറേ കൂടെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് അതിൻ്റെ ഓൾ ഗുഡ്സ് ഫോർ ന്യൂക്ലിയർ ജനറേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം 7.5% ഒക്കെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ നില്ലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാള പത്രത്തിലൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു മൈക്രോവേവ് ഓവന് വില കുറയും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ എന്തിനാ എടുത്ത് പറയുന്നത്, അതിന് ബേസിക് കാര്യം ഇതാണ്, കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചത് കൊണ്ടാണ്. നേരത്തെ മൈക്രോവേവ് ഓവനൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു ഈ കസ്റ്റംസ് ഡ്യൂട്ടി, അതിനിപ്പം നില്ലാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മൈക്രോവേവ് ഓവൻ്റെ വില കുറയുന്നത്. പിന്നെ നമ്മുടെ ഈ എയർക്രാഫ്റ്റ് എഞ്ചിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തുള്ള വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സും അതിന് വേണ്ടിയിട്ടുള്ള റിപ്പയർ ഓവർഹോൾ, ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള മാനുഫാക്ചറിങ്ങും കാര്യങ്ങൾ, എയർക്രാഫ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനത്തിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ കസ്റ്റംസ് ഡ്യൂട്ടി ആക്കിയിട്ടുണ്ട്. ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒരു അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞു പോകുന്ന കേട്ടിരുന്നാൽ തന്നെ മതി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡ്രഗ്സ് ആണ്. ഈ പറഞ്ഞുള്ള ഡ്രഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെഡിസിൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റയർ ഡിസീസിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഓൾ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ഇമ്പോർട്ടഡ് ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറയുന്നത് അതിന് നേരത്തെ 10-20% ഇരുന്നത് ഇപ്പോൾ 10% മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം എല്ലാ പിന്നെ അതാണ് ഇതിനകത്ത് പറയുന്നത്, ഓൾ ഫോർ പേഴ്സണൽ ഗുഡ്സ് വിൽ സീ എ റിഡക്ഷൻ ഓഫ് ഡ്യൂട്ടി ഫ്രം 20% to 10% എന്നുള്ള കാര്യം. പക്ഷേ എല്ലാ സാധനത്തിനും ഡ്യൂട്ടി കുറച്ചിട്ടുള്ളതല്ല, ചില സാധനത്തിന് കൂട്ടിയിട്ടുണ്ട്. അതിന് മേജർ സംഭവം ഈ പറഞ്ഞിട്ടുള്ള ഈ ചൂയിങ് ടൊബാക്കോ ആൻഡ് എന്താ പറയുക ജാർദ സിൻഡർ ടൊബാക്കോ, അതിൻ്റെ ഡ്യൂട്ടി ഹാസ് ബീൻ ഇൻക്രീസ് ടു 60% ഫ്രം 25%, ബിക്കോസ് അതൊരു സിൻ ഗുഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഇത് കൂട്ടിയിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് നമ്മുടെ മൈക്രോവേവിൻ്റെ വില കുറയുന്ന സമയത്ത് ഇനി മുതൽ ചിലപ്പോൾ കുടയ്ക്ക് വില കൂടിയെന്ന് വരും. കാരണം ബേസിക്കലി എന്താ പറ്റുന്നത് വെച്ചാൽ ഡ്യൂട്ടി ഓൺ അംബ്രലാസ് നേരത്തെ 20% ആയിരുന്നു, ഇപ്പോൾ ഒന്നെങ്കിൽ 20% അല്ലെങ്കിൽ 60 rupees പെർ പീസ്. ഏതാണോ ഹയർ, വിച്ച് എവർ ഇസ് ഹയർ, അതാണ് ഇപ്പോൾ ബേസിക്കലി വന്നിരിക്കുന്നത്. ടു കർബ് ദി ലോ പ്രൈസ്ഡ് ഇമ്പോർട്ട്സ്, അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ കുടയുടെ വില കൂടിയെന്ന് വരും, വേണമെങ്കിൽ ഇപ്പോഴേ മേടിച്ചോ. പിന്നെ ഇതിനകത്ത് അല്ല പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞൊരു സാധനത്തിനകത്ത് നമ്മൾ ഒരു കെമിക്കലിനകത്ത് നമുക്ക് 7.5% വിൽ ഗോ അപ് ടു 7.5%. നേരത്തെ 0 ആയിരുന്നു, ഇപ്പോൾ 7.5% ആവുന്നുണ്ട്. സോ ഇറ്റ് വിൽ ആക്ച്വലി ഗോയിങ് ടു ഇൻക്രീസ് ദ ഇൻപുട്ട് കോസ്റ്റ് ഫോർ ഈ പറഞ്ഞ കെമിക്കൽ, സോപ്പ്, ഡിറ്റർജൻസ്, ബാറ്ററീസിനൊക്കെ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കും. നമ്മൾ നേരത്തെ കണ്ടല്ലോ ഈ പറഞ്ഞ പോലെ സോഡിയം ആന്റിമോണേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സോളാർ ഗ്ലാസ് മാനുഫാക്ചറിങ് ആണെങ്കിൽ, ഈ പറഞ്ഞ പോലെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഈ പറഞ്ഞ സോപ്പും ഡിറ്റർജൻറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനകത്ത് വേറെ
നമുക്ക് എടുത്ത് പറയാൻ മാത്രം ഒന്നുമില്ല, ജസ്റ്റ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഇതൊരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഒരു വൺ ടൈം കൺസെഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ താരിഫും കാര്യങ്ങളും ഇഷ്യൂസ് ഒക്കെ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലൈക്ക് ഈ അവരുടെ എക്സ്പോർട്സും കാര്യങ്ങളും സ്പെഷ്യൽ എക്കണോമിക് സോൺ വിൽ ബി ആക്ച്വലി ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് ഒരു പർട്ടിക്കുലർ ഒരു കൺട്രി അല്ല, ബട്ട് സ്റ്റിൽ അവർക്ക് ഒരുപാട് ഡിഫറെൻറ്റ് രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ സിസ്റ്റം ഒക്കെ പോകുന്നത്. അപ്പോൾ അവരുടെ റെഗുലേഷൻസ് ഡിഫറെൻ്റ് ആണ്, കുറേ കൂടി ഭയങ്കര ഈസിയർ കംപ്ലയിൻസ് ആണ്, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കിപ്പോൾ ബേസിക്കലി ഒരു പർട്ടിക്കുലർ പ്രിസ്ക്രൈബ്ഡ് പോർഷൻ ഓഫ് ദിയർ എക്സ്പോർട്സിനെ ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിൽ സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു വൺ ടൈം മെഷറായിട്ട് കൊടുത്തതാണ്. ഇനി അടുത്തത് നമുക്ക് നേരത്തെ കണ്ടു ഒരുപാട് ടെക്നോളജിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്കിപ്പോൾ നില്ലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ്, എനർജി കാര്യങ്ങൾ ജസ്റ്റ് ട്രാൻസിഷനിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ട് തന്നെ CCUS കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് 20,000 crore നമ്മൾ ഇയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമുക്കിതൊരു നേസൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീമാണ്. ദിസ് ഇസ് ആക്ച്വലി നെസസറി ടു അച്ചീവ് അവർ നെറ്റ് സീറോ ഗോൾസ് ബൈ 2070. അതായത് ഇപ്പോൾ 2070 നമ്മൾ നെറ്റ് സീറോ ഗോൾസ് കൊണ്ടുവരാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് CCUS വിൽ ബി റെഫറിംഗ് ടു എ സ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ദാറ്റ് capture the carbon dioxide emitted at large point sources. For example, power plants, steels, chemical plants പുറന്തള്ളപ്പെടുന്ന ആ ഒരു വലിയൊരു സോഴ്സിനെയൊക്കെ നമ്മൾ അവിടെ വെച്ച് തന്നെ ക്യാപ്ചർ ചെയ്ത് ഒന്നെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്ത് വേറൊരു ഇൻപുട്ട് ആക്കി മാറ്റും ഫോർ അനദർ പ്രോഡക്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പെർമനന്റ്ലി സ്റ്റോർ ഇൻ ജിയോളജിക്കൽ ഫോർമേഷൻസ്. ഇപ്പോൾ CCUS എന്ന് പറഞ്ഞ ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസിൽ ആക്ച്വലി ലാസ്റ്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു ബേസിക്കലി പ്രിലിംസിന് ഈ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആക്ച്വലി UPSC ഭയങ്കര എളുപ്പമാണ്, ഈസിയാണ്, അപ്പോൾ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CCUSനെ കുറിച്ചുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ 20,000 crore അലോട്ട് ചെയ്ത സ്ഥിതിക്ക് അത് വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഒരു പോയിന്റ് സോഴ്സിൽ തന്നെ CCUS വരുന്നു. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, നമുക്ക് ഈ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിനെ ഇപ്പോൾ ന്യൂക്ലിയർ പവർ പ്രോജക്ട്സിന് ടിൽ 2035 നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ലിത്തിയം ബാറ്ററിനകത്ത് നമ്മൾ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഇതല്ലാതെ തന്നെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി എക്സംഷൻ ഫോർ പ്രോസസിംഗ് ഓഫ് ക്രിട്ടിക്കൽ മിനറൽസ് ഉണ്ട്. പിന്നെ എൻറ്റയർ എക്സ്ക്ലൂഷൻ ഓഫ് ദി വാല്യൂ ചെയിൻ ഓഫ് ദി ബയോഗ്യാസ് വൈൽ കാൽക്കുലേറ്റിംഗ് ദ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി പേബിൾ ഓൺ ബയോഗ്യാസ് ബ്ലെൻഡിംഗ് CNG. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് ട്രാൻസിഷന് വേണ്ടിയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്ത സമയത്ത് മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. സെൻസെക്സ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞു, അപ്പോൾ ഭയങ്കര മാർക്കറ്റ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത്രയും നല്ല നമ്മൾ ആക്ച്വലി കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ബഡ്ജറ്റ് ആയിരുന്നു എന്നുള്ള രീതിക്കാണ്. ബിക്കോസ് അപൂർവമായിട്ടാണ് ഹിന്ദു ഗവൺമെൻറ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇത് ക്രെഡിറ്റബിൾ ആൻഡ് ക്രെഡിബിൾ ബഡ്ജറ്റ് എന്നാണ് ഈ ഹിന്ദു ആക്ച്വലി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേറെ നമ്മൾ നോക്കുമ്പോഴും നമ്മൾ പറഞ്ഞ പോലെ പോപ്പുലിസം അല്ലാതെ നമ്മൾ ഫിസിക്കൽ പ്രൂഡൻസും ഫിസിക്കൽ ഡിസിപ്ലിനും എന്നാൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കാണ് ഈ ബഡ്ജറ്റ് വരുന്നത്. പക്ഷേ എന്തുകൊണ്ട് മാർക്കറ്റ് ഇങ്ങനെ റിയാക്ട് ചെയ്തു? അതിന് ഒരു വൺ ഓഫ് ദി മെയിൻ റീസൺ ഇസ് STT, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ STTസിന് ഈ വരുന്നതാണ് ഈ പ്രശ്നം. STTs എന്ന് പറയുന്നത് ഓൺ ഫ്യൂച്ചേഴ്സ് അതിനെ നമ്മൾ 0.05% കൂട്ടിയിട്ടുണ്ട് ഫ്രം 0.02%. അപ്പോൾ നമ്മൾ കാണുന്നത് 0.02, 0.5 അത്രയേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ ഇതൊരു ട്രാൻസാക്ഷൻ ലാർജ് വോളിയം നമുക്ക് നോക്കുമ്പോഴത്തേക്കും അതിന് ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസ് പ്രീമിയത്തിനകത്തൊക്കെ നമ്മൾ നേരത്തെ 0.1% ആയിരുന്നത് 0.15% ആക്കി കൂട്ടിയിട്ടുണ്ട്. ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ പ്രയോറിറ്റൈസിങ് ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഓവർ ഷോർട്ടർ വൺസ്. അപ്പോൾ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഈ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസ് ഒക്കെ കുറച്ചൊന്ന് കുറയ്ക്കുക എന്നുള്ള രീതിക്കാണ് വരുന്നത്. പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടം ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് കുറേ കൂടെ റിട്ടേൺസ് കിട്ടും, കുറേ കൂടെ റിസ്ക് ഉണ്ടെങ്കിൽ റിട്ടേൺസ് കിട്ടും, ഈ രീതിയിലൊക്കെയാണ്. അപ്പം ഇത് ഇങ്ങനെ കൂടിയത് കൊണ്ടാണ് ബേസിക്കലി നമുക്ക് പറഞ്ഞ മാർക്കറ്റ് റിയാക്ട് ചെയ്തത്. സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് നമുക്ക് ജസ്റ്റ് നോക്കിയപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഇസ് ആക്ച്വലി ലെവിഡ് ഓൺ എവറി ട്രാൻസാക്ഷൻ ഓഫ് എ സെക്യൂരിറ്റി. ഇറ്റ് ഇസ് എ ഡയറക്ട് ടാക്സ് ലെവിഡ് ഓൺ ദി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദ ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഇറ്റ് ഇസ് ലെവിഡ് ആൻഡ് കളക്ടഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് അപ്ലൈഡ് ഇറസ്പെക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഇത് ഇറസ്പെക്റ്റീവ് ആയിട്ട് അപ്ലൈ ചെയ്യും. കാരണം ഇറ്റ് ഇസ് അപ്ലൈഡ് ഓൺ ദി ഡയറക്ട്ലി ഓൺ ദ വാല്യൂ ഓഫ് ദി ട്രാൻസാക്ഷൻ. കാരണം നമ്മൾ എന്തിനാ ഈ വാല്യൂ TCS ഈ പറഞ്ഞ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ അതൊക്കെ ബുക്സിൽ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കണക്ക് പുസ്തകങ്ങൾ അത് വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഇവേഡ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ആക്ച്വലി ഈ സാധനം വരുന്നത്. ഇറ്റ് ഇസ് ആക്ച്വലി ഓപ്പറേറ്റിംഗ് സിമിലർ ടു ദി ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇറ്റ് ഇസ് ഡിഡക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് ദി ട്രാൻസാക്ഷൻ ഇറ്റ്സെൽഫ്. ഇറ്റ് ഇസ് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഇത് ആദ്യം മുതൽ വന്നതൊന്നല്ല, 2004 ഫിനാൻസ് ആക്ട് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ടു സിംപ്ലിഫൈ ടാക്സേഷൻ ആൻഡ് ടു കർബ് ടാക്സ് ഇവേഷൻ എന്നുള്ള കാര്യം. അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. ഇതാണ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ. എല്ലാ സെക്യൂരിറ്റീസിൻ്റെ പെർ ട്രാൻസാക്ഷനകത്തും നമ്മൾ ചാർജ് ചെയ്യുന്നതാണ് ഈ സാധനം. അപ്പോൾ അതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് വേറൊരു നല്ല കാര്യം ചെയ്തു. എന്താ? ഈ FM has increased the investment limits for NRI and rationalized taxation and subsidies എന്നുള്ള കാര്യം. ബിക്കോസ് ഇതിനകത്ത് എന്താണെന്ന് ഇൻക്രീസ് ദി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഫോർ ദി നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നമുക്ക് കുറേ കൂടെ ഇൻഫ്ലോ, അതായത് ഇപ്പോൾ ഈ സെക്യൂരിറ്റീസിനകത്ത് ട്രാൻസാക്ഷൻ ടാക്സ് വരുമ്പോഴത്തേക്ക് അത് ബേസിക്കലി ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറയുമല്ലോ. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റിന് ആക്ച്വലി കൂട്ടിയേക്കുന്നത്. അപ്പോൾ അതല്ലാതെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് എ 100 crore ഇൻസെന്റീവ് ഫോർ എ സിംഗിൾ മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂസ് അബവ് ദി
വാല്യൂ ഓഫ് 1000 crores എന്ന് പറയുന്ന കാര്യം. ബേസിക്കലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മുനിസിപ്പാലിറ്റീസിനൊക്കെ ഫണ്ട് റേസ് ചെയ്യുന്നതാണ് ഈ മുനിസിപ്പൽ ബോണ്ട്സ് വഴി. പക്ഷേ അത് അത്ര യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സെഗ്മെന്റ് അല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് സിറ്റീസ് മാത്രമായിരിക്കും കുറച്ചെങ്കിലും എമൗണ്ട് ഇതാക്കുന്നത്. അപ്പോൾ 1000 കോടിക്ക് മേളിൽ ഒരു മുനിസിപ്പൽ ബോണ്ട് ഒരു സിംഗിൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 100 crore ഒരു ഇൻസെന്റീവ് സ്കീം ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ പ്രൊമോട്ട് ദി ലാർജ് സിറ്റീസ് ഓർ മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഇഷ്യൂയിങ് മുനിസിപ്പൽ ബോണ്ട്സ്. അപ്പോൾ അതുവഴി അവരുടെ ഫണ്ട്സ്, അതായത് ഈ ലോക്കൽ ബോഡീസിനൊക്കെ നമ്മൾ 3F പ്രോബ്ലം എന്ന് പറയും. അതിലൊന്നാണ് ഈ ഫണ്ട്സിന്റെ ഷോർട്ടേജ് അവർ മുനിസിപ്പൽ ബോണ്ട്സ് വഴി തീർക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ സാധനം. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല, ഇനി വരത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ വികസിത് ഭാരത് എന്ന് പറയുന്നുണ്ടല്ലോ, വികസിത് ഭാരത്തിൽ ബാങ്കിങ്ങിന് ഇനി വേണ്ട റിഫോംസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഗ്രോത്ത് ഫേസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹൈ ലെവൽ കമ്മിറ്റി ആക്ച്വലി ഫോം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ട് സ്ട്രക്ചർ അണ്ടർ അമൃത് വിൽ കണ്ടിന്യൂ. അതല്ലാതെ ഇപ്പോൾ മുനിസിപ്പൽ ബോണ്ട്സിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. അല്ലാതെ പവർ ഫിനാൻസ് കോർപ്പറേഷനും റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനെയും റീസ്ട്രക്ചർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ റീസ്ട്രക്ചർ ചെയ്യുമെന്ന് നമുക്കറിയില്ല, അതിന് വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഫെമയുടെ സ്ഥാനത്തിനകത്തൊക്കെ നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആക്ച്വലി വരുത്തുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആണ്. ഈ എക്സ്ചേഞ്ച് കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന റെഗുലേറ്ററി ആക്ട് ആണ്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഈ പറഞ്ഞ പോലെ ടാക്സ് പ്രപ്പോസൽ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ STT പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഇത് ബേസിക്കലി ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് വന്നതാണ്. ഇതൊക്കെ നമ്മുടെ പേപ്പറിൽ വന്ന സാധനങ്ങളാണ്. ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും വലിയ അനൗൺസ്മെന്റ്, വൺ ഓഫ് ദി ബിഗർ അനൗൺസ്മെന്റ് ഇസ് ടാക്സ് ഹോളിഡേ ഫോർ ഡേറ്റാ സെന്റേഴ്സ് ടിൽ 2047. 2047 നമ്മൾ വികസിത് ഭാരത് ആകുന്നത് വരെ ടാക്സ് ഹോളിഡേ ഫോർ ഡേറ്റാ സെന്റേഴ്സ് എന്നുള്ള രീതിക്കാണ്. ഇറ്റ് വിൽ ബി ഡൊമിസലൈസേഷൻ ഓഫ് ദി ഗ്ലോബൽ IT ഡേറ്റ ഓപ്പറേഷൻസ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സിനാണ് ഇത് വന്നിരിക്കുന്നത്. പ്രപ്പോസൽ ഫോർ ടാക്സ് ഹോളിഡേ ടിൽ 2047 ഫോർ എനി ഫോറിൻ കമ്പനി എസ്റ്റാബ്ലിഷിംഗ് ഡേറ്റാ സെന്റേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് കപ്പിൾഡ് വിത്ത് സ്പെസിഫിക് സേഫ് ഹാർബർ. സേഫ് ഹാർബർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ലൈബിലിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്കൊരു ചെറിയൊരു സേഫ് ഹാർബർ കിട്ടും, പ്രൊവൈഡഡ് വി ആർ മീറ്റിംഗ് സം ഓഫ് ദി അതർ ഈ പറഞ്ഞ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള റെഡ്യൂസസ് ഓർ എലിമിനേറ്റ്സ് ദി ലൈബിലിറ്റി പെനാൽറ്റീസ് ഒക്കെയാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ പോകേണ്ട. ഈ പറഞ്ഞ ഡേറ്റാ സെന്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിക്കാണ് നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഈ രീതിയിൽ 2047 വരെ ഒരു ടാക്സ് ഹോളിഡേ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു ടേമാണ് വൂക്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. വോളറ്റൈൽ, അൺസർട്ടൈൻ, കോംപ്ലക്സ് ആൻഡ് അംബിഗിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് നമുക്ക് ആക്ച്വലി ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് പാൽക്കി ശർമ്മ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് പോസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് വരുന്നതാണ്. ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മീഡിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പാൽക്കി ശർമ്മയുടെ ഏതോ ഒരു റീൽ കണ്ടതാണ്. വൂക്ക എന്ന് പറഞ്ഞൊരു ടേം നമുക്കറിയില്ല. വോളറ്റൈൽ, അൺസർട്ടൈൻ, കോംപ്ലക്സ് ആൻഡ് അംബിഗിയസ് ആണ്. ഇതിന് അമേരിക്കയിൽ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, ഡൊണാൾഡ് ട്രംപ് എന്നാണ്. അപ്പോൾ ഒരു സർക്കാസമായിട്ട് അവർ പറഞ്ഞതാണ്. അപ്പോൾ വൂക്ക എന്ന് പറയുന്ന ഒരു ടേം ഇറ്റ് ഹസ് ബീൻ ഇൻ ദ നറേറ്റീവ്. സോ അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആൻസറിൽ നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇന്റർനാഷണൽ റിലേഷൻസിൽ അല്ലെങ്കിൽ ട്രേഡിൻ്റെ ആൻസേഴ്സിലൊക്കെ വൂക്കയാണ് ഇപ്പോഴത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു വേർഡാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം മെയിൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഇനി അടുത്ത് വേറെ കുറേ സെക്ടേഴ്സിനകത്തൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഭാരത് വിസ്താർ, സാൻഡൽവുഡ്, ഫിഷറീസ്, പറഞ്ഞ കൊക്കോ, കാഷ്യൂവിനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു സാധനമാണ്. ബേസിക്കലി നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ എന്നാ പിടിച്ചോ കോക്കോനട്ടിന് വേണ്ടിയുള്ള വികസനം സംഭവം. അതല്ലാതെ തന്നെ ബേസിക്കലി ഇതൊക്കെ ഹൈ വാല്യൂ ക്രോപ്സ് ആണ്. കോക്കോനട്ട്, സാൻഡൽവുഡ്, കാഷ്യൂ, കൊക്കോ, ഇതൊക്കെ. കൊക്കോനെ കുറിച്ച് ആക്ച്വലി ലാസ്റ്റ് പ്രിലിംസിന് ആക്ച്വലി ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കൊക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊക്കോനെ കുറിച്ചൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലത്. റിപ്പീറ്റ് ചെയ്യില്ല, ബട്ട് സ്റ്റിൽ അതിനെക്കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് അറിയണം. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഞാൻ ഇതിനകത്ത് നോക്കേണ്ട കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. ഇതിനകത്ത് ഈ ഒരു ആർട്ടിക്കിൾ അത് കണ്ടോ, അഗാർ ട്രീസ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് നട്ട്സ് സച്ച് ആസ് ആൽമണ്ട്സ്, വാൾനട്ട്സ് ആൻഡ് പൈൻ ഇൻ അവർ ഹില്ലി റീജിയൻസ് വിൽ ബി സപ്പോർട്ടഡ്. ഇത് നമ്മുടെ നിർമ്മല സീതാരാമൻ ജി ബഡ്ജറ്റിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ അഗാർ ട്രീസിനെ കുറിച്ചൊക്കെ കൂടുതൽ റിസർച്ച് ചെയ്ത് ഞാനിപ്പോൾ ഇവിടെ പോകുന്നില്ല. അഗാർ ട്രീസ് നോർത്ത് ഈസ്റ്റിൽ ഉണ്ട് എന്നുള്ള കാര്യം മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം ഇത് ബഡ്ജറ്റിൽ പറഞ്ഞുകൊണ്ട് തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ മേ ബി പ്രിലിംസിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫ്രെയിം ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഗാർ ട്രീസ് ആർ ഫൗണ്ട് ഇൻ വെസ്റ്റേൺ ഗട്ട്സ് എന്നായിരിക്കും ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തരുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ നോർത്ത് ഈസ്റ്റിലാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ കാണുന്ന ഈ സാധനത്തിന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കയറ്റി വെക്കുക. ആൻസർ എലിമിനേറ്റ് ചെയ്യാനെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. അതുപോലെ തന്നെ പൈൻ, വാൾനട്ട്സ് ഒക്കെ നമ്മൾ ഹില്ലി റീജിയൻസിലാണ് കാണുന്നത് എന്നുള്ള സാധനം. അപ്പോൾ India is the world's largest producer of coconuts, thanks to Kerala, Tamil Nadu country states ഒക്കെ. So we are about 30 million people depend on the coconuts. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റും ഒരു ട്രേഡ് പെർസ്പെക്റ്റീവിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു കോക്കോനട്ട് പ്രൊമോഷൻ സ്കീം ഫോർ എൻഹാൻസിങ് ദ പ്രൊഡക്ടിവിറ്റി സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതല്ലാതെ ഭാരത് വിസ്താർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീം വരികയാണ്. ഇറ്റ് ഇസ് ആക്ച്വലി കൈൻഡ് ഓഫ് എൻ AI ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു പോർട്ടലാണ്. ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിലിംഗ്വൽ AI ടൂൾ ടു ഇൻറ്റഗ്രേറ്റ് ദി അഗ്രി സ്റ്റാക്ക് പോർട്ടൽസ്, ICR പാക്കേജിംഗ് ഓൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് വിത്ത് AI സിസ്റ്റംസ് ആണ്. സോ ഇറ്റ് വിൽ ആക്ച്വലി പ്രൊവൈഡ് ബെറ്റർ informed decision making ന് വേണ്ടിയിട്ട്, better decision for farmers and reduce the risk by providing customized advisory supports. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭാരത് വിസ്താർ എന്ന് പറഞ്ഞ് വരുന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഹൈ വാല്യൂ അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഭാരത് വിസ്താർ വിൽ ബി ലൈക്ക് ആക്സസിംഗ് ദി അഗ്രികൾച്ചറൽ റിസോഴ്സസ് എന്നുള്ള കാര്യം. ഇനി ഭാരത് വിസ്താർ ഇസ് നോട്ട് ജസ്റ്റ് ആൻ ആപ്പ്, ഇറ്റ് ഇസ് ആക്ച്വലി നാഷണൽ ഡിജിറ്റൽ ബാക്ക് ബോൺ ആണ്. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ DPI നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയുന്ന എന്താ, ആധാർ പറഞ്ഞ പോലെ UPI എന്നൊക്കെ പറയുന്ന സമയത്ത് ഇനി മുതൽ ഭാരത് വിസ്താറും കൂടെ
അവിടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ മെൻഷൻ ചെയ്യുമ്പോൾ എന്താ നമ്മൾ ലൈക്ക് എക്സാമിനർ വിൽ ഫീൽ ദാറ്റ് വി ആർ അപ്ഡേറ്റഡ്, ഇപ്പോഴത്തെ പ്രസന്റ് ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ഭാരത് വിസ്താർ വിൽ ബി ഓൾസോ പാർട്ട് ഓഫ് ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതൊക്കെ ജസ്റ്റ് നമ്മുടെ ഭാഷണിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വെർനാക്കുലർ ലാംഗ്വേജസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു AI ടൂളാണ്. ഈ രീതിയിലാണ് ആക്ച്വലി ഇതിനകത്ത് വരുന്നത്. പിന്നെ ഷീ മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ന്യൂ ഇനിഷ്യേറ്റീവ് ഫോർ റൂറൽ വുമൺ എന്റർപ്രൈസസ്. കാരണം നമുക്ക് നേരത്തെ ലഖ്പതി ദീദി സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ വുമൺ SHG മെമ്പേഴ്സിനെയൊക്കെ ലഖ്പതീസ് ആക്കുക എന്നുള്ള അതിൻ്റെ ഒരു സ്കീം, ലഖ്പതി ദീദി സ്കീം. അപ്പോൾ നേരത്തെ ക്രെഡിറ്റ് ലീവ്ഡ് ലൈവ്ലിഹുഡ്സ് ആയിരുന്നു, ഇനി അതിനെ മാറ്റി വുമണിനെ ഓണേഴ്സ് ഓഫ് എന്റർപ്രൈസസ് ആക്കുക. സോ സെൽഫ് ഹെൽപ്പ് ഓണ്ടർപ്രണർഷിപ്പ് SHG മാർട്സ് വിൽ ബി സെറ്റപ്പ് ആസ് കമ്മ്യൂണിറ്റി ഓൺഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് വിത്തിൻ ദി ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷൻസ് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. എവിടെയാണ് നമ്മുടെ GS2 നമുക്ക് SHGസിനെ പറഞ്ഞ അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ് ഒക്കെ പറയുന്ന സമയത്ത് ഈ ഷീ മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് നമുക്ക് പുതിയൊരു എക്സാമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് 2026 പറഞ്ഞതായിട്ട് നമുക്ക് കോട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ IDNA സെഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ജൽജീവൻ മിഷനെ കുറിച്ച്. അപ്പോൾ ജൽജീവൻ മിഷനെ കുറിച്ച് പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി അത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതായത് ടാപ്പ് വാട്ടർ കവറേജ് ഉണ്ടെങ്കിലും വെള്ളം അത്ര ക്വാളിറ്റിയിലൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ബേസിക്കലി ഒരുപാട് കറപ്ഷനും കാര്യങ്ങളും അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഉണ്ടായിട്ട് പോലും നമുക്ക് ഇപ്രാവശ്യം ബഡ്ജറ്റിൽ 67,600 crore rupees ആക്ച്വലി വകയിരുത്തി വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ ഏകദേശം 67,000 crores നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലാകെ 17,000 crores മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ആലോചിക്കുക, 67,000 crore 17,000 crores മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ആസ് ദ ഫിനാൻഷ്യൽ ഇയർ എൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം അൺസ്പെൻഡ് ആയിട്ടുള്ള സംഭവം ഉണ്ട്. ഇത് നമുക്ക് GS4 ഒരു പേപ്പറിനകത്ത് നമുക്കുണ്ട്. അതായത് അണ്ടർ യൂട്ടിലൈസേഷൻ ആൻഡ് മിസ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് എത്തിക്സ് പേപ്പറിന്. അപ്പോൾ എത്തിക്സ് പേപ്പറിനകത്ത് ഈ ജൽജീവൻ മിഷൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞൊരു സ്റ്റാറ്റ് ലാസ്റ്റ് ബഡ്ജറ്റിൽ 67,000 crore ഉണ്ടായിരുന്നത് 17,000 crore അടുപ്പിച്ച് മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലോട്ട് ഓഫ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഉണ്ട് എന്നുള്ളൊരു നല്ലൊരു റീസെന്റ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ കോട്ട് ചെയ്യാം. അത് പറയാനേ ഇതിനകത്ത് ഉദ്ദേശമുള്ളൂ. ഇറഗുലാരിറ്റീസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വാട്ട് എവർ ഇറ്റ് ഇസ്. ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ ഫണ്ട് ചെയ്യാനായിട്ട് കാശ് വേണ്ടേ? കാശ് പല രീതിയിൽ കിട്ടും. പക്ഷേ ഗവൺമെന്റ് ഇപ്രാവശ്യം കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് RBI എന്നുള്ള ഒരു ബമ്പറിലാണ്. കാരണം നമ്മൾ നേരത്തെ ആക്ച്വലി ഒരു 2.69 lakh crore ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ലാസ്റ്റ് ബഡ്ജറ്റിനകത്ത്. പക്ഷേ ഒരു RBI സർപ്ലസ് ഇപ്രാവശ്യം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 3.16 lakh crore ആസ് ഡിവിഡൻഡ് RBI നിന്നും ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഈ സെൻട്രൽ പബ്ലിക് സെക്ടർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോൺ ടാക്സ് റവന്യൂസ് എന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് പറയുന്നത്. പിന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സെൻട്രൽ പബ്ലിക് സെക്ടേഴ്സ് ഗവൺമെന്റിന് ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനീസിനകത്ത് പ്രൈവറ്റിന് വിട്ടുകൊടുക്കുക, അതായത് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അതിനെ പ്രൈവറ്റ് കൺട്രോളിൽ കൊടുക്കുമ്പോഴത്തേക്ക് കുറേ കൂടെ എഫിഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന റവന്യൂ വി ആർ എക്സ്പെക്ടിങ് ഇറ്റ് ടു ബി 80,000 crore rupees എന്നുള്ള കാര്യമാണ്. So last over the years, dividend from RBI has been increasingly used as an important resource for revenue for the center. ഇപ്പോൾ RBI നെയാണ് ഇപ്പോൾ കൂടുതൽ റിലേ ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ 2.67 lakh crores ഇതിനകത്ത് വിച്ച് വാസ് എ റെക്കോർഡ് ഓഫ് RBI സർപ്ലസ് ആണ്. അതിൽ തന്നെ മച്ച് ഓഫ് ദി സംഭവം ഇസ് ആക്ച്വലി ഡിവിഡൻഡ് ഫ്രം ദി RBI പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്നുള്ള കാര്യമാണ്. സോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്സ് റെസിപ്റ്റ് അത് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇതിനകത്ത് ഷാർപ്ലി ഫ്രം ദി 33,000 crore, അതായത് ലാസ്റ്റ് ഇതിനകത്ത് നമ്മൾ 33,000 crore ആയിരുന്നു ആക്ച്വലി ഉദ്ദേശിച്ചിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്സിന് നമ്മൾ 80,000 crores പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം ഇപ്പോൾ IDBI ബാങ്കും LICയുടെ കുറച്ച് സ്റ്റേക്കും, IDBI ബാങ്കിനെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് കംപ്ലീറ്റ്ലി, പിന്നെ LICയിൽ കുറച്ച് സ്റ്റേക്കിനെ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടും എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഈ ഒരു ഗ്രാഫും കൂടെ നോക്കുക. ജസ്റ്റ് സെൻറ്ററിൻ്റെ നെറ്റ് ടാക്സ് റെസീപ്റ്റ്സ്, നോൺ ടാക്സ് റെസീപ്റ്റ്സ്, പിന്നെ നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള സെൻറ്റേഴ്സ് നെറ്റ് ടാക്സ് റവന്യൂ കൂടി വരുന്നു. അത് നമ്മൾ ലാസ്റ്റ് ആദ്യത്തെ ഇതിനകത്ത് കണ്ടു. ടാക്സ് റവന്യൂ കൂടി വരുന്നു. നോൺ ടാക്സ് റവന്യൂസും ആക്ച്വലി ഇറ്റ് ഈസ് ഇൻക്രീസിങ് ബട്ട് നോട്ട് ദാറ്റ് മച്ച് ലെവൽ. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കൂടി തന്നെയാണ് ആക്ച്വലി ഇതിനകത്ത് വരുന്നത്. പക്ഷേ ഇതിനകത്ത് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ് ഒരു ഹൈ ജമ്പിൽ ഇങ്ങനെ കൂടി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. കാരണം RBI നോൺ ഡെപ്റ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ റെസീപ്റ്റ്സ് നമുക്ക് ഇതിനകത്ത് കൂടി വരുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഇതാണ് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് വേറെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകണം. ബഡ്ജറ്റ് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. ഈ ഇൻട്രസ്റ്റ് അവോർഡഡ് ബൈ മോട്ടോർ ആക്സിഡൻസ് ക്ലെയിം ട്രിബ്യൂണൽസ് അതിന് ടു എ നാച്ചുറൽ പേഴ്സൺ ടു ബി എക്സെപ്റ്റഡ് ഫ്രം ദി ഇൻകം ടാക്സ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇതിനകത്ത് കുറച്ചുകൂടി സിംപ്ലർ ആവാനായിട്ടുള്ള ഇതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓവർസീസ് ടൂർ പാക്കേജിനകത്ത് 5%, 20% ഉള്ളത് 2% ആക്കി മാറ്റി. പിന്നെ ഈ TCS അതായത് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ്, പിന്നെ TCS റിഡക്ഷൻ ഫോർ ഈ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ പർപ്പസസിന് വേണ്ടിയിട്ടുള്ളത് 5% നിന്ന് 2% ആക്കി നമ്മൾ മാറ്റി. അതല്ലാതെ എക്സ്റ്റൻഷൻ ഓഫ് ടൈം അവൈലബിൾ ഫോർ റിവൈസിംഗ് ദ റിട്ടേൺസ് ഫ്രം 31st December ടു അപ് ടു 31st March വരെ നമ്മൾ ആക്കിയിട്ടുണ്ട്. കുറേ കൂടെ ഈസിയർ കംപ്ലൈൻസ് നോംസിന് വേണ്ടിയിട്ടാണ്. ഇൻഡിവിജ്വൽസ് വിത്ത് ITR 1 ഈ പറഞ്ഞ നോൺ ഓഡിറ്റ് ബിസിനസ് ഈ സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ടാക്സ് റിലേറ്റഡ് റിഫോംസ് നേരത്തെ പറഞ്ഞതിന് അനുസരിച്ച് വെച്ചാണ്. ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആക്ച്വലി UPSC പോലും ആക്ച്വലി ആവശ്യം വരുന്നില്ല. അതുകൊണ്ട്
അതുകൊണ്ട് നമുക്കിന്ന് നോക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് നമുക്ക് സർവീസ് സെക്ടറിനകത്ത് നമ്മൾ ഒരുപാട് റിഫോംസ് കൊണ്ടുവരുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ അക്കാഡമി ഇൻഡസ്ട്രി ആൻഡ് ഗവൺമെന്റ്. പൈലറ്റ് സ്കീം ടു ഇൻട്രൊഡ്യൂസ് 20 ഐക്കോണിക് ടൂറിസ്റ്റ് സൈറ്റ്സ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ആ സാധനം നമുക്ക് നമ്മുടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. നാഷണൽ ഡെസിഗ്നേഷൻ ഡിജിറ്റൽ നോളജ് ഗ്രിഡ് എന്നുള്ള രീതിക്ക് ഡിജിറ്റലി ഡോക്യുമെന്റ് ഓൾ ദ പ്ലേസസ് ഓഫ് സിഗ്നിഫിക്കൻസ്. നാഷണൽ ഡെസ്റ്റിനേഷൻ ഡിജിറ്റൽ നോളജ് എന്ന് പറയുന്ന രീതിയിൽ നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന ഡെസ്റ്റിനേഷനൊക്കെ ഡിജിറ്റലി മാപ്പ് ചെയ്യാനുള്ള ഒരു സ്കീം കൊണ്ടുവരുന്നുണ്ട്. ടു ഡെവലപ്പ് എക്കോളജിക്കലി സസ്റ്റൈനബിൾ മൗണ്ടൻ ടർട്ടിൽ ട്രെയിൽസ് ആൻഡ് ബേർഡ് വാച്ചിങ് സൈറ്റ്സ് ഇൻ സെലക്ടഡ് സ്റ്റേറ്റ്സ്. അതല്ലാതെ തന്നെ ഫസ്റ്റ് എവർ ഗ്ലോബൽ ബിഗ് സാറ്റ് സമ്മിറ്റ് ആക്ച്വലി ഹോസ്റ്റ് ചെയ്യാൻ പോവാണ് ഇന്ത്യ. അതൊരു ഫസ്റ്റ് ടൈമാണ് ഗ്ലോബൽ ബിഗ് കാറ്റ് സമ്മിറ്റ്, IBCA എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ സാധനം ലോഞ്ച് ചെയ്യാൻ പോവാണ്. പിന്നെ ഡെവലപ്പ് 15 ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഇൻ ടു വൈബ്രന്റ് എക്സ്പീരിയൻഷ്യൽ കൾച്ചറൽ ഡെസ്റ്റിനേഷൻ. അല്ലാതെ ഒരു ബുദ്ധിസ്റ്റ് സർക്യൂട്ട് ഇൻ ദി നോർത്ത് ഈസ്റ്റ് റീജിയൻ കൊണ്ടുവരാനായിട്ടും ഈ ബഡ്ജറ്റിൽ നമ്മുടെ നിർമ്മല സീതാരാമൻ ജി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഇനി ലാസ്റ്റ് ടുവേർഡ്സ് എന്ന് നമ്മൾ വരികയാണ്. ഇതിനകത്ത് ഈ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്ന കൂടെ തന്നെ 16th ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ട് നമ്മൾ പ്രസന്റ് ചെയ്തു. അപ്പോൾ 16th ഫിനാൻസ് കമ്മീഷൻ പറയുന്നത് തന്നെ ഗവൺമെന്റ് അതിനെ അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് 16th ഫിനാൻസ് കമ്മീഷൻ ഹാസ് റെക്കമെൻഡഡ് ദാറ്റ് ദേ റീറ്റെയിൻ ദ വെർട്ടിക്കൽ ഷെയർ ഓഫ് ഡെവല്യൂഷൻ ടു 41%. നേരത്തെ 15th ഫിനാൻസ് കമ്മീഷനും 41% ആണ് പറഞ്ഞിരുന്നത്. അത് തന്നെ റീറ്റെയിൻ ചെയ്യാനാണ് ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് അത് സന്തോഷമായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ബേസിക്കലി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് PRS ലെജിസ്ലേറ്റീവ് നമ്മൾ പറയും. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇതിനകത്ത് പറയുന്നില്ല. PRS ലെജിസ്ലേറ്റീവിനകത്ത് 16th ഫിനാൻസ് കമ്മീഷന്റെ ആ ഒരു റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനമാണ്. ബേസിക്കലി നമ്മുടെ ഇത് പേര് നമുക്ക് ഓർത്ത് വയ്ക്കുക, അരവിന്ദ് പണകാരിയ എന്ന് പറയും. അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ളതാണ് 16th ഫിനാൻസ് കമ്മീഷൻ. അപ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി സെൻട്രൽ ടാക്സിന് ഡിവിസിബിൾ പോളിൽ 4.1%. ഡിവിസിബിൾ പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സെസ്സും സർചാർജും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാധനത്തിനകത്ത് അതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് കണ്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പ്രിലിംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ബിക്കോസ് നമ്മൾ ലാസ്റ്റ് 2023 പ്രിലിംസിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള 15th ഫിനാൻസ് കമ്മീഷന്റെ ക്രൈറ്റീരിയ വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 16th ഫിനാൻസ് കമ്മീഷന് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ സാധനം നോട്ട് ചെയ്ത് വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻകം ഡിസ്റ്റൻസിന് ആക്ച്വലി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. 4.45% ഉണ്ടായിരുന്നതിനെ 42.5% ആക്കി മാറ്റി. ഏരിയ നേരത്തെ 15 ആയിരുന്നത് ഇപ്പോൾ 10% ആക്കി മാറ്റിയിട്ടുണ്ട്. പോപ്പുലേഷൻ 1971 സെഷനിൽ നേരത്തെ തന്നെ ഇല്ല. ഇപ്പോൾ പോപ്പുലേഷൻ 2011 സാധനം ആക്ച്വലി കൂട്ടിയിട്ടുണ്ട്. 15% വെയിറ്റേജ് ഉണ്ടായിരുന്നതിനെ ഇപ്പോൾ 17.5%. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. ബേസിക്കലി നമ്മുടെ ഡെവല്യൂഷൻ ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. 41% ഡിവൈഡ് ചെയ്ത് കൊടുക്കണമല്ലോ. ഇത് സ്റ്റേറ്റ്സിന് ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യാം. വെർട്ടിക്കൽ ഡെവല്യൂഷൻ ആണെങ്കിൽ പറയുന്നത് 41% ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ഡിവൈഡ് ചെയ്യും? ആ ഡിവൈഡ് ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയാസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഓരോ ക്രൈറ്റീരിയയും പറയുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതെന്നും നമുക്കിപ്പോൾ ആക്ച്വലി ചില സാധനങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇൻകം ഡിസ്റ്റൻസ് കുറഞ്ഞു, ഏരിയ കുറഞ്ഞു, പോപ്പുലേഷൻ ബേസിക്കലി കൂടിയിട്ടുണ്ട്. ഈ കൂടുന്നത് ബേസിക്കലി പോപ്പുലേഷൻ അനുസരിച്ച് പോപ്പുലേഷൻ കൂടുതൽ കൂടില്ലേ, അതായിരുന്നുള്ള നമ്മുടെ ബേസിക് കണ്ടൻഷൻ. UPക്ക് ഒരുപാട് കിട്ടുന്നു, പക്ഷേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തമിഴ്നാടകം, കർണാടക, മഹാരാഷ്ട്രയൊക്കെ ഒരുപാട് ടാക്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പക്ഷേ റിട്ടേൺ കുറച്ചേ കിട്ടുന്നുള്ളൂ എന്നായിരുന്നു ഇത്. അതിനാണ് പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്, കോൺട്രിബ്യൂഷൻ ടു GDP എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഫേർട്ട്. ആ കോൺട്രിബ്യൂഷൻ ടു GDPന് നേരത്തെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പോൾ അത് 10% വെയിറ്റേജ് വന്നിട്ടുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ 10% വെയിറ്റേജ് ഇൻക്രീസ് ആക്ച്വലി ഇതിനകത്ത് കൂട്ടിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഒക്കെ അതുപോലെ തന്നെ ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡെമോഗ്രാഫിക് പെർഫോമൻസും ആക്ച്വലി ഇവിടെ കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ഡെമോഗ്രാഫിക് പെർഫോമൻസും പോപ്പുലേഷൻ്റെ കൂട്ടി ഡെമോഗ്രാഫിക് പെർഫോമൻസ് കുറച്ചു. അപ്പോൾ അത് നമുക്ക് ഈ സദൺ സ്റ്റേറ്റ്സിനൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. കാരണം സദൺ സ്റ്റേറ്റ്സ് ഡെമോഗ്രാഫിക് പെർഫോമൻസ് നന്നായിട്ട് ചെയ്യും, ഈ പോപ്പുലേഷൻ അധികം ഇല്ല. അപ്പോൾ നമുക്ക് കുറയല്ലേ ചെയ്യാം. അതിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിക്കാണ് കോൺട്രിബ്യൂഷൻ ടു GDP എന്നുള്ള രീതിക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺസ് കിട്ടും എന്നുള്ള രീതിക്ക് 10% കൂടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഒരു സാധനം, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്ട് എന്നുള്ളത് നേരത്തെ 2.5 ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പോൾ ഈ ഒരു കുറച്ച് ഫാക്ച്വലാണ് ഈ സാധനം. പക്ഷേ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക, പ്രിലിംസിനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ സാധനം. പിന്നെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നമുക്ക് സ്റ്റേറ്റ്സിന് ഹയർ ഷെയർ കിട്ടും എന്നാണ്, സദേൺ സ്റ്റേറ്റ്സിന് ഹയർ ടാക്സ് ഷെയർ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ ഒരു ഫോർമുല ഒരുപാടുണ്ടല്ലോ, ഫോർമുല എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും 16th ഫിനാൻസ് കമ്മീഷൻ വഴി എല്ലാത്തിലും നമുക്ക് ഏകദേശം ഒരു ഇൻക്രീസ് എല്ലാ സ്റ്റേറ്റ്സിനും ആക്ച്വലി വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് എക്സ്പെക്ടഡ് ദാറ്റ് കേരള ആൻഡ് കർണാടക ആർ എക്സ്പെക്ടഡ് ടു എന്താ പറയുക ഹാവ് എ ബിഗ് റൈസ് ഇൻ ദി ഡെവല്യൂഷൻ എന്നുള്ളതാണ്. പക്ഷേ പാവം തമിഴ്നാടിനെ മൂഞ്ചിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം തമിഴ്നാടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ റൈസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ തമിഴ്നാടിന് ആകെ വളരെ മാർജിനലി ഒരു ഇൻക്രീസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ 247 crore സംതിങ് അങ്ങാണ്ട് കൂടുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മേജർലി ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതിനകത്ത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കണ്ടു. ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൻ്റെ പാർട്ടായിട്ട് തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള നെയ്ബറിംഗ് കൺട്രീസിന് നമ്മൾ കൊടുക്കുന്ന ഗ്രാൻഡ്സ് ആൻഡ് എയ്ഡ് നമ്മളെങ്ങനെ കൊടുക്കും, പല കൺട്രീസിൽ കൊടുക്കും. അപ്പോൾ അത് കൊടുക്കുന്നതിനകത്ത് നമുക്കറിയാലോ, ബംഗ്ലാദേശിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ സംഭവം ബേസിക്കലി വന്നിരിക്കും.
വന്നിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിന് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നതിനെക്കാട്ടിലും 60% ആക്ച്വലി കുറവ് വന്നിരിക്കുന്നത്, 60 ആക്ച്വലി ക്രോർസ് ആക്ച്വലി ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചേഞ്ച് വരുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത്, കാരണം ബംഗ്ലാദേശ് വാസ് വൺ ഓഫ് ദി ഹയസ്റ്റ് ആയിരുന്നു. ഏറ്റവും ഹയസ്റ്റ് അല്ല, ഏറ്റവും ഹയസ്റ്റ് എപ്പോഴും ഭൂട്ടാൻ തന്നെയാണ്. ഭൂട്ടാൻ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2200-2300 കോടി രൂപയാണ് നമ്മൾ പ്രതിവർഷം കൊടുക്കുന്നത് ആസ് ഗ്രാൻസ് ഇൻ എയ്ഡ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഭൂട്ടാൻ നമുക്ക് ഭയങ്കര നല്ല റിലേഷൻ വരുന്നത്. നേപ്പാൾ നമ്മൾ കൊടുക്കുന്നുണ്ട് 800 കോടി. അതുപോലെ തന്നെ മൗറീഷ്യസ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ആക്ച്വലി കൂടിയിട്ടുണ്ട്, താലിബാൻ ഗവൺമെന്റ് വന്നതിന് ശേഷം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം, ഈ ഒരു ചേഞ്ചും കൂടെ നമ്മൾ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് UPSC ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നീഷ് ആയിട്ടുള്ള ഏരിയാസിലേക്കാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു ഓർഡർ നമ്മൾ നേരത്തെ ഈ റുപ്പി കംസ് ഫ്രം ഗോസ് ടു കണ്ടില്ലേ, അതുപോലെ തന്നെ ഇതിനകത്ത് ഓർഡർ കാണുക. ഭൂട്ടാനാണ് ഏറ്റവും ഹയസ്റ്റ്, നേപ്പാൾ 2, മൗറീഷ്യസ് 3, ശ്രീലങ്ക 4, അഞ്ചാമത്തത് അഫ്ഗാനിസ്ഥാൻ, പിന്നെ മംഗോളിയ, ശേഷലീസ് ഒക്കെ വരുന്നുണ്ട്. ബംഗ്ലാദേശിന് ഒരുപാട് കുറഞ്ഞു. ഏറ്റവും കൂടുതൽ ഡിപ്പ് വന്നിട്ടുള്ളത് ഏതിനാ? ഇറാനാണ്. ഇറാൻ ഇപ്പോൾ 0 കാരണം നമ്മുടെ ചാബഹാർ പോർട്ടൊക്കെ ഉടനെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അവസാനം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ US വീണ്ടും ഈ ഒരു ഇതിലേക്ക് പോവല്ലേ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമ്മളൊന്നും അലോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇറാന് 0 400 ആണ് നമ്മൾ ആക്ച്വലി നമ്മളൊരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 60 ആണ് നമുക്ക് ബംഗ്ലാദേശിൽ വരുന്നത്. കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരിക്കുക. ഇനി ലാസ്റ്റ് ബേസിക്കലി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യുന്ന രീതിക്ക് ഒരു എഡിറ്റോറിയൽ ഉണ്ട്. നമ്മൾ നേരത്തെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തൊരു MSMBനെ ചാമ്പ്യൻസ് ആക്കുക എന്നുള്ളൊരു പദ്ധതിയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് നൗ. കാരണം നമ്മുടെ മേജർ പ്രൊവിഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അതെന്താണ് ഒരു എഫക്റ്റ് എന്നുള്ള രീതിക്ക് പറയുന്നതാണ് എഡിറ്റോറിയൽ. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ദി ബഡ്ജറ്റ് ചോസ് പ്രൂഡൻസ് ഓവർ അഡ്വഞ്ചറിസം ആൻഡ് മൾട്ടി പ്രോങ്ഡ് മെഷർ ഓവർ ബിഗ് ബാങ് റിഫോംസ്. സോ ഇറ്റ് ഇസ് എ ക്രെഡിബിൾ ആൻഡ് ക്രെഡിറ്റബിൾ എന്നാണ് ഹിന്ദു പറയുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, പെട്ടെന്ന് തീരും. സോ ദ ബഡ്ജറ്റ് 2025 was largely dominated by the income tax rates and slab relaxations. Budget 2026 has done away with the big bang measures. Instead, its scattershot approach through various sectoral and issue-based measures were taken together is aimed at propelling India's growth over the medium term. ഇനി നമ്മുടെ ഇന്ത്യനെ ഗ്രോത്തിനെ പ്രൊപ്പൽ ചെയ്യുന്ന രീതിയിലുള്ള മെഷേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്, rather than populist ആയിട്ടുള്ള മെഷേഴ്സ്. പോപ്പുലിസ്റ്റ് മീൻസ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കുക എന്നുള്ള മെഷേഴ്സ് അല്ലാതെ എക്കണോമിക്ക് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആണ് എടുക്കുന്നത്. Given the level of geo-economic and geopolitical uncertainties thanks to Donald Trump that the Indian economy faces, this diffused approach is likely more effective policy than targeted big bang announcements, because this is not the time for further disruption. Big bang ആയിട്ടുള്ള റിഫോംസ് കൊണ്ടുവരുമ്പോൾ, ഫോർ എക്സാമ്പിൾ GST നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലാതെ നമ്മുടെ നോട്ട് നിരോധനം എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചു. അപ്പോൾ ഇതൊക്കെ ഡിസ്റപ്ഷൻസ് ഉണ്ടാക്കും ഇതിനകത്ത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഉള്ള സാധനത്തിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, എക്കണോമിക് ഗ്രോത്തിനെ അതിനെ കുറേ കൂടെ ആക്സിലറേറ്റ് ചെയ്യുക. അതാണല്ലോ നമ്മുടെ ആദ്യത്തെ കർത്തവ്യമായിട്ട് നമ്മൾ പറഞ്ഞത്. അതാണ് നമ്മുടെ കാര്യം. സോ ബഡ്ജറ്റ് 2026 contains announcements for the manufacturing sectors, various service sector, etc., and it will help the labor intensive sectors such as textiles and leather. In terms of manufacturing, budget includes covering 7 well thought areas. നമ്മൾ കണ്ടു, ബയോഫാർമ ശക്തി കണ്ടു, സെമി കണ്ടക്ടേഴ്സിന് മിഷൻ ഉണ്ട്, ഇലക്ട്രോണിക്സിനുണ്ട്, റയർ എർത്ത്, കെമിക്കൽസ്, capital goods and textiles സാധനം ഇപ്പോൾ കാണാം. ഇതിന് ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ എടുത്ത് വെച്ചതാണ്. ഇനി സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ആർ ദ ഫ്യൂ സെക്ടേഴ്സ് ദാറ്റ് ഹാവ് ഗെയിൻ ഫ്രം ദി PLI സ്കീം. ഗവൺമെന്റ് PLI സ്കീം ഉണ്ട്. പക്ഷേ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആൻഡ് ദി ഇൻക്രീസ്ഡ് അലോക്കേഷൻ അണ്ടർ ഇലക്ട്രോണിക് കമ്പോണൻസ് മാനുഫാക്ചർ, രണ്ട് നമ്മൾ നേരത്തെ കണ്ടു, ആർ അപ്രോപ്രിയേറ്റ് ദി ഫോളോ അപ്സ് ടു ദിസ്. ഈ PLI സ്കീമിന്റെ സക്സസിനെ ഫോളോ അപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് നല്ല സ്കീംസ് ആണ് ഈ സാധനം എന്ന് പറയുന്നത്. ദീസ് ആർ ദ സെക്ടേഴ്സ് വെർ ഇന്ത്യ നീഡ്സ് ടു ബിക്കം ഗ്ലോബലി കോമ്പറ്റീറ്റീവ്. ദ ബയോഫാർമ ശക്തി സ്കീം is aimed at making India global pharma manufacturing up 10,000 crore in the next 5 years. Pharmaceuticals already is a sector where India is doing well and it is exempt from the US's 50% tariff ആണ്. ഇപ്പോൾ പിന്നെ 50 ഒന്നും ഇല്ല, ഇപ്പോൾ 18% ആയിട്ട് മോദിജിയും ട്രംപും സംസാരിച്ച് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെലവെന്റ് ആവുന്നില്ല, വാട്ട് എവർ ഇറ്റ് ഇസ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു സപ്പോർട്ട് ദീസ് സെക്ടേഴ്സ് ദാറ്റ് ആർ കറന്റ്ലി ഹിറ്റ് ബൈ ദോസ് സെയിം tariff. So the National Export Promotion Mission announced in the last year budget, it was only implemented by December 2025. എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 മാസമായി. ആ പറഞ്ഞ ഡിലേ ഈ പറഞ്ഞ അനൗൺസ്മെന്റ്സിന് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളൊരു കോഷ്യസ് ആയിട്ടുള്ള സ്റ്റാൻഡാണ് ഈ ഹിന്ദുവിലെ എഡിറ്റർ ഒപ്പൈൻ ചെയ്യുന്നത്. ദ സെന്റർ ഷുഡ് എൻഷുർ ദാറ്റ് ദിസ് ബഡ്ജറ്റ്സ് ഇന്റഗ്രേഷൻ പ്രോഗ്രാം ഫോർ ദി ടെക്സ്റ്റൈൽ സെക്ടർ ഡു നോട്ട് ഫേസ് സിമിലർ ഡിലേസ്. കാരണം നമുക്ക് ബംഗ്ലാദേശാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ക്യാപ്ചർ ഉള്ളത്. $30 billion ഇതുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ EU ആയിട്ടുള്ള FTA ഒക്കെ നമ്മൾ സൈൻ ചെയ്ത് നമുക്ക് 0% താരിഫ് ഒക്കെ വന്ന ശേഷം നമുക്കിപ്പോൾ അതിനെ കുറെ കൂടെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഓൾസോ ക്യാപ്ചർ ദി മാർക്കറ്റ്. നമുക്കൊരു ഗ്ലോബൽ ഡോമിനന്റ് ടെക്സ്റ്റൈൽ പവറായി മാറാൻ പറ്റും എന്നുള്ള കാര്യമാണ്. So also the various measures aimed at creating champion MSMEs, providing them equity, liquidity and professional support must be implemented quickly, because basically ഈ 3-pronged approach ആണ് ഈ MSMEs-നെയൊക്കെ ചാമ്പ്യൻസ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വിറ്റി സപ്പോർട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു 10,000 crore SME ഗ്രോത്ത് ഫണ്ട്, പിന്നെ ടോപ്പ് അപ്പ് ഫോർ സെൽഫ് റിലയൻസ് ഇന്ത്യനകത്ത് ഒരു 2,000 crore ഒരു ടോപ്പ് അപ്പ് ആക്ച്വലി കൊടുക്കുന്നുണ്ട്. ഈ സെൽഫ് റിലയൻസ് ഇന്ത്യ ഫണ്ട് 2021 വന്നതാണ്. അതിനൊരു എമൗണ്ട് ടോപ്പ് അപ്പ് ചെയ്തു എന്നുള്ള രീതിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ലിക്വിഡിറ്റി സപ്പോർട്ട് ടു ട്രേഡ് അതിൻ്റെ ഒരു ഇത് പോർട്ടലുണ്ട്. അപ്പോൾ ട്രെഡ്സ് വഴി നമുക്ക്
ആക്ച്വലി ഈ പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി സപ്പോർട്ട്, അതായത് പണം ഫ്ലോ, ക്യാഷ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. പ്രൊഫഷണലി നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ത്രൂ കോർപ്പറേറ്റ് മിത്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി വെച്ചിട്ട്. കോർപ്പറേറ്റ് മിത്രാസ് എസ്പെഷ്യലി ടയർ 2 and Tier 3 ടൗൺസ് ടു ഹെൽപ്പ് ദി MSMEs മീറ്റ് കംപ്ലയൻസ് റിക്വയർമെന്റ്സ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. ഈ കോർപ്പറേറ്റ് മിത്രാസിനെയൊക്കെ ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി അതിനെ അവർ ഡെവലപ്പ് ചെയ്യാൻ എടുക്കുക എന്നുള്ളത് ഇതിൻ്റെ സ്കീമിൻ്റെ പാർട്ടാണ്. ഈ രീതിയിൽ MSMEസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നുണ്ട്. MSMEs അക്കൗണ്ട് ഫോർ ഏകദേശം 50%, 48.6% ഓഫ് ഇന്ത്യസ് എക്സ്പോർട്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കാം. അപ്പോൾ MSMEs അക്കൗണ്ട് ഫോർ 48.6% ഓഫ് ഇന്ത്യസ് എക്സ്പോർട്സ് ആൻഡ് ദ EU FTA ഇഫ് ഇംപ്ലിമെന്റഡ് സൂൺ വിൽ നോട്ട് കിക്കിംഗ് ക്വിക്ലി ഇനഫ് ടു എന്താ പറയുക, ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ US-മായിട്ടുള്ള താരിഫ് ഇഷ്യൂസിനെ മറികടക്കുന്ന രീതിയിൽ ഉടനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ പോലും ചിലപ്പോൾ ആവണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ബാക്കിയുള്ള മെഷേഴ്സ്, ഈ പറഞ്ഞ MSME ചാമ്പ്യൻസ് ആക്കുന്ന മെഷേഴ്സ് ഉടനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം. ദ സർവീസ് സെക്ടർ ടു സ്റ്റാൻഡ്സ് ടു ബെനിഫിറ്റ്. എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് എന്റർപ്രൈസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹൈ പവർഡ് കമ്മിറ്റി. ദ ഫോക്കസ് ഓൺ ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ടൂറിസം വേർ ഇന്ത്യ is actually already developing strength is a good start. So ഇതിനകത്ത് in keeping with the budget's multi-pronged approach, Centre has sought to cater to election-bound states this year through several smaller announcements such as dedicated rare earth corridors. നമ്മുടെ കേരളയിലും തമിഴ്നാട്ടിലേക്ക് ഇലക്ഷൻ നടക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ എന്നാ പിടിച്ചോ ഒന്നും വേണ്ടാന്ന് വേണ്ട ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ എ കോക്കനട്ട് പ്രൊമോഷൻ സ്കീം ഫോർ കേരള, ഇന്റഗ്രേറ്റഡ് ഈസ്റ്റ് കോസ്റ്റ് ഇന്റഗ്രേഷൻ കോറിഡോർ ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഫോർ വെസ്റ്റ് ബംഗാൾ ആൻഡ് ദ ഫസ്റ്റ് ന്യൂ നാഷണൽ വാട്ടർവേസ് ടു ബിഗിൻ ഇൻ ഒഡീഷ എന്നുള്ള കാര്യമാണ്. സോ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ വാട്ടർവേസ് ആക്ച്വലി ഒരു 20 എണ്ണം പുതുതായിട്ട് വരുന്നുണ്ട്. അതിന് ആദ്യത്തത് ഒഡീഷയിൽ വരുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. സോ ആസ് ഫോർ ദി സെന്റേഴ്സ് ഫിനാൻസസ്, ബഡ്ജറ്റ് 2026 ഓഫേഴ്സ് എ മിക്സ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്തൂസിയാസം ആൻഡ് റവന്യൂ സോബറിറ്റി. സെൻസിബിൾ ആയിട്ടുള്ള റവന്യൂ കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. സോ ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പുഷ് എസ്പെഷ്യലി വിത്ത് റിഗാർഡ്സ് ടു ദ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ ഹാസ് കണ്ടിന്യൂഡ് പെർഹാപ്സ് ഇൻ റിയാക്ഷൻ ടു ദ റിയലൈസേഷൻ ദാറ്റ് കറന്റ് കണ്ടീഷൻസ് ഡു നോട്ട് എൻകറേജ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. നമ്മളത് കുറച്ച് നാൾ മുന്നേ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് എത്ര ഇതാവുന്നില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ വീണ്ടും അതിനെ പുഷ് ചെയ്ത് പ്രൈവറ്റിനെ കൂടുതൽ കൊണ്ടുവരിക. കാരണം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എക്കണോമിയിൽ കൂട്ടണം എന്നുള്ളതാണ് നമ്മുടെ ബേസിക് agenda എന്ന് പറയുന്നത്. Because government cannot support all the time. Overall, capital expenditure is set to grow to 12.2 lakh crore in 2026, amounting to 4.4% of the GDP, highest in at least the last 10 years. This includes the announcement of dedicated freight corridors, training institute for manpower needed, etc., and the coastal cargo promotion scheme to incentivize increasing share of inland waterways. നമ്മൾ കണ്ടു coastal shipping കാര്യങ്ങളൊക്കെ. It is noteworthy that the centre has revised the downwards its capital expenditure for 2025 to ഈ പറഞ്ഞ 10.9 lakh crore from the 11.2 lakh crore. നേരത്തെ പറഞ്ഞതിനകത്ത് റിവൈസ് എസ്റ്റിമേറ്റ്സ് എന്ന് പറഞ്ഞില്ലേ, ആ രീതിയിൽ റിവൈസ് ചെയ്തിട്ടുണ്ട്. It remains to be seen that if this year's target will be met, but even coming close to this will be providing a substantial fillip to the economy എന്നുള്ള കാര്യം. In 2019 and 2025 respectively, corporations and individuals received a substantial tax benefit. To announce more would have put undue stress on the central finances at a time when expenditure commitments known and anticipated are substantial. അപ്പോൾ നമുക്ക് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വേണം, അല്ലാതെ MSMEസിനെ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പോൾ ഗ്ലോബലി മാനുഫാക്ചറിംഗ് സെക്ടേഴ്സിനെ കോമ്പറ്റീറ്റീവ് ആക്കണം, നമ്മുടെ ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആക്കണം നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടറിന്. അപ്പോൾ എക്സ്പെൻഡിച്ചർ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള undue stress on ഫിസിക്കൽ ഇതിനകത്ത് നമ്മൾ കൊടുത്തില്ല ബൈ അനൗൺസിങ് സം പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ടാക്സ് റിഫോംസ് ഒക്കെ നല്ല കാര്യം തന്നെയാണ്. സോ ഇതിനകത്ത് a slew of indirect tax relaxation, promotion of maritime marine എല്ലാ കാര്യസ്ഥാനം തന്നെ we are actually speeding up India's energy transition also. Income tax revenue has been budgeted to grow 1.9 over the last BE. So gross GST revenue has been projected to contract. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. GST revenue contract ചെയ്യുന്നത് it is a reflection of September 2025 rate rationalization and the end of the compensation cess. അതുകൊണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ കോമ്പൻസേഷൻ സെസ് ആക്ച്വലി തീരുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി 40% വേറെ ടൊബാക്കോ പ്രൊഡക്ഷനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു ഓവറോൾ നമ്മൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് വരുന്നില്ലല്ലോ. അത് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ central fiscal deficit 4.3% of GDP ആണ്. So while center's fiscal consolidation path since COVID-19 pandemic has been admirable, continued aggression in reducing the deficit deserves some questioning. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡെഫിസിറ്റ് ഒരുപാട് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് നമ്മൾ ആക്ച്വലി ഇവിടെ പറയാമെന്ന് വിചാരിച്ചതാണ്. മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഖാദി ഹാൻഡ്ലൂം ഹാൻഡിക്രാഫ്റ്റ്സിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിക്കുള്ള ഒരു സ്കീം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വന്നിട്ടില്ല, വരും. ഇനി സമർത്ഥ് 2.0 എന്ന് പറഞ്ഞിട്ട് ടു modernize and upgrade textile skilling ecosystem. അത് നോട്ട് ചെയ്ത് വെക്കുക. നാഷണൽ ഫൈബർ സ്കീം 2 ഫോർ സെൽഫ് റിലയൻസ് ഇൻ നാച്ചുറൽ ഫൈബേഴ്സ്, മാൻമേഡ് ഫൈബേഴ്സ് ആൻഡ് ന്യൂ ഏജ് ഫൈബേഴ്സ് എന്നുള്ള കാര്യം. അപ്പോൾ ഈ മാൻമേഡ് ഫൈബേഴ്സ്, നാച്ചുറൽ ഫൈബേഴ്സിനെ കുറിച്ചൊക്കെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ടെക്സ്റ്റൈൽ എക്സ്പാൻഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് സ്കീം, അല്ലാതെ തന്നെ ടെക്സ്റ്റ് എക്കോ ഇനിഷ്യേറ്റീവ് ടു ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആൻഡ് സസ്റ്റൈനബിൾ ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്. പിന്നെ ഒരുപാട് മെഗാ ടെക്സ്റ്റൈൽ പാർക്സിനെ കൂടെ ചാലഞ്ച് മോഡിനകത്ത് എന്താ പറയുക സെറ്റപ്പ് ചെയ്യാനായിട്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നുണ്ട്. ചാലഞ്ച് മോഡ് മീൻസ് നമുക്ക് ബേസിക്കലി അതിനെ എൻകറേജ് ചെയ്യുക. ഗവൺമെന്റ് മൊത്തത്തിൽ ഫണ്ട് ചെയ്യുന്നുണ്ടാവില്ല. ഈ ചാലഞ്ച് രീതിയിൽ അതിനെ സെറ്റപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഇതാണ് ഇതിൻ്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വി ഹാവ് കം ടു ദ എൻഡ് ഓഫ് ദിസ്. നമുക്ക് ലാസ്റ്റ് ഒരു ഇൻഫോഗ്രാഫിക്സ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു എന്തൊക്കെയാണ് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഡെവലപ്മെന്റ്സ് ഈ ഒരു ബഡ്ജറ്റ് വഴി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. വൺ ബഡ്ജറ്റ് മെനി ഷെയ്ഡ്സ് ഷെയർഡ് ഗ്രോത്ത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞ പോലെ 7 ഹൈ സ്പീഡ് റെയിൽ കോറിഡോർസ് വരുന്നുണ്ട്.
ഡൽഹി, വാരണാസി വരുന്നുണ്ട്, ബംഗളൂരു വരുന്നുണ്ട്, പൂനെ, ഹൈദരാബാദ് ഒക്കെ കണക്ട് ചെയ്ത് ചെന്നൈ കണക്ട് ചെയ്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഏകദേശം ഈ റീജിയൻസിലൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. റയർ എർത്ത് നമ്മൾ പറയുന്നത് പോലെ കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ് ആൻഡ് ഒഡീഷ കണക്ട് ചെയ്തുകൊണ്ടുള്ള റയർ എർത്ത് കോറിഡോർ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഫാസ്റ്റർ ലോജിസ്റ്റിക്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രീറ്റ് കോറിഡോർ, ഫ്രീറ്റ് ആണ് നമുക്ക് ബേസിക്കലി വേണ്ടത്. ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ ആണ് മറ്റത്. ഇത് ഫ്രീറ്റ് കോറിഡോർ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. നാഷണൽ വാട്ടർവേസ് ലിങ്കിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒഡീഷയിലാണ് ആക്ച്വലി ഇത് കൊണ്ടുവരാൻ പോകുന്നത്. ടാൽച്ചർ, അംഗ്ലൂർ, പരദീപ് ആൻഡ് ധർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിൽ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള നാഷണൽ വാട്ടർവേസ് ആണ് ആക്ച്വലി പുതുതായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ആയിട്ട്. ബാക്കി വേറെ 19 വേറെ വരുന്നുണ്ട്, മൊത്തം 20 എണ്ണമാണ്. ഇനി കോസ്റ്റൽ കാർഗോ പ്രൊമോഷൻ വേണ്ടി മൾട്ടി സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഒരു സ്കീമുണ്ട്. കോസ്റ്റൽ സ്റ്റേറ്റ്സിനൊക്കെ ഒരു പ്രൊമോഷൻ ആയിട്ടാണ് ആക്ച്വലി ഇത് വരുന്നത്. പിന്നെ ട്രെയിൽസ് ആൻഡ് ടൂറിസം ആക്ച്വലി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൗണ്ടൻ ട്രെയിൽസിന് വേണ്ടിയിട്ട് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ, തമിഴ്നാട് ഇതിനൊക്കെ വേണ്ടി ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബേർഡ് വാച്ചിങ് സൈറ്റ്സിന് വേണ്ടിയിട്ട് പുലിക്കട്ട് ലേക്ക്, ആന്ധ്രാപ്രദേശും തമിഴ്നാടിൻ്റെ ബോർഡറിലാണ് ഈ പുലിക്കട്ട് ലേക്ക് കാണുന്നത്. പക്ഷേ വി യൂഷ്വലി കാറ്റഗറൈസ് ഇറ്റ് വിത്ത് ആന്ധ്രാപ്രദേശ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ടർട്ടിൽ ട്രെയിൽസിനകത്ത് ഒഡീഷ, കർണാടക, കേരളത്തിനകത്തൊക്കെ നമുക്ക് ഈ രീതിയിലുള്ള ബേസിക്കലി ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ പ്രിസർവിംഗ് ഇന്ത്യസ് കൾച്ചറൽ സിവിലൈസേഷൻ ലെഗസി, ഇതിനകത്ത് ജസ്റ്റ് ഈ ഒരു പറഞ്ഞ പേര് ഒരു ഏൻഷ്യൻ ഇന്ത്യ പെർസ്പെക്റ്റീവിൽ നോട്ട് ചെയ്ത് വെക്കുക. റാക്കി ഗറി എന്ന് പറയുന്നത് ഹരിയാനയിലാണ്. ലോത്തൽ ആൻഡ് തൊളവീര ദേ ആർ ബോത്ത് ഇൻ ഗുജറാത്ത്. അഡിച്ചനല്ലൂർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. സാർനാഥ് ആൻഡ് ഹസ്തിനാപൂരൊക്കെ അറിയാലോ, മഹാഭാരതം കണ്ടിട്ടുള്ളതല്ലേ. സാർനാഥ്, ഹസ്തിനാപൂരൊക്കെ ഉത്തർപ്രദേശിലാണ്. പിന്നെ ലേ പാലസ് ഓഫ് കോഴ്സ് അറിയാലോ, ലഡാക്കിലാണ്. ഈ പറഞ്ഞ പ്ലേസസ് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബഡ്ജറ്റിൽ മെൻഷൻ ചെയ്യപ്പെടുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. സ്കില്ലിംഗ് ഫോർ ടുമോറോ എന്നുള്ള രീതിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി മുംബൈയിൽ വരുന്നുണ്ട്. ന്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഡിസൈൻ ഈസ്റ്റേൺ റീജിയനിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊക്കോനട്ട്, കാഷ്യൂ, കൊക്കോവ ഒക്കെ നമ്മുടെ സദേൺ റീജിയനിൽ കൊണ്ടുവരുന്നുണ്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ. അഗാർ ട്രീസ് ഇൻ ദി നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആൻഡ് ആൽമണ്ട്സ്, വാൾനട്ട് ആൻഡ് പൈൻ ട്രീസ് ഇൻ ദ ഹില്ലി റീജിയൻസ് ഓഫ് ഇന്ത്യ എന്ന രീതിക്കാണ് ആക്ച്വലി ഇത് കൊണ്ടുവരുന്നത്. പിന്നെ അതല്ലാതെ തന്നെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിംഹാൻസ് 2 ഇൻ ദ നോർത്തേൺ റീജിയൻ. പിന്നെ തേസ്പൂരിനകത്ത് ഒരു റീജിയണൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ റാഞ്ചി, ജാർഖണ്ഡിനകത്തും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഹെൽത്തിനകത്ത് എക്സ്പെൻഡിച്ചർ ആക്ച്വലി കൂടിയിട്ടുണ്ട്. ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. പിന്നെ ഇതിനകത്ത് ഈസ്റ്റേൺ ഇന്ത്യനെ ഒരു ഗ്രോത്ത് പാത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പൂർവോദയ ഇൻ ഫോക്കസ്. പൂർവോദയ മത്ലബ് ഈസ്റ്റേൺ റീജിയൻസിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്തൊരു ഇൻ്റഗ്രേറ്റഡ് ഈസ്റ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയൽ കോറിഡോർ കൊണ്ടുവരുന്നുണ്ട് ദുർഗാപൂറിനകത്ത്, വെസ്റ്റ് ബംഗാളിൽ. അല്ലാതെ ക്രിയേഷൻ ഓഫ് 5 ടൂറിസം ഡെസ്റ്റിനേഷൻ ഈ പറഞ്ഞ ഈസ്റ്റേൺ ഇന്ത്യ പ്രൊമോഷന് വേണ്ടിയിട്ട്. ഇതല്ലാതെ ആസ്ട്രോ ഫിസിക്സിൻ്റെ പ്രൊമോഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് ലഡാക്കിൽ ഒരു നാഷണൽ സ്കോളാർ ടെലിസ്കോപ്പ്, നാഷണൽ ലാർജ് ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പും ഹിമാലയൻ ചന്ദ്രൻ ടെലിസ്കോപ്പും ഇതൊക്കെ നമുക്ക് വിൽ ബി സെറ്റപ്പ് ഓർ അപ്ഗ്രേഡഡ് എന്നുള്ള രീതിക്കാണ്. അതല്ലാതെ നമുക്കൊരു കോസ്മോസ് 2 പ്ലാനറ്റോറിയം എന്നുള്ള രീതിക്ക് അമരാവതി, ആന്ധ്രാപ്രദേശിനകത്ത്, അമരാവതിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ ഒരു പുതിയ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ബിൽഡ് ചെയ്യുന്നത്. അവിടെ നമുക്കൊരു ആസ്ട്രോ ഫിസിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു റിവ്യൂ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. സോ വി ഹവ് ഡിസ്കസ് ഓൾ ദി ബഡ്ജറ്റ് മേജർ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ, കമ്പൈലിംഗ് ഓൾ ദി ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്സും ഈ പറഞ്ഞ ബഡ്ജറ്റ് ഗ്ലാൻസ് എല്ലാ സാധനങ്ങളും. സോ ആ ഡെഫിസിറ്റും ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. ഈ സാധനത്തിൻ്റെ വീണ്ടും ഈ PDF റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഡു വെൽ ഇൻ ദി ആക്ച്വൽ പ്രിലിംസ് ആൻഡ് മെയിൻസ്. So I hope you understood the topic. So anyways, thanks for listening patiently till the end. Thank you so much.